അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് നല്ല പാരറ്റ്സ് ഉണ്ട്. പക്ഷെ അതൊക്കെ തന്നെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം നമുക്ക് വളർത്താൻ പാടില്ലാത്തതാണ്. കാരണം അത് ഡിഫറെന്റ് ഷെഡ്യൂൾസിൽ ഉൾപ്പെടുത്തിയാണ്. ഇപ്പൊ ഒക്കെ ഉണ്ടോ? ഹലോ, ഇപ്പൊ ഒക്കെ ഉണ്ടോ? ചെറുതായിട്ടുണ്ട്, കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ 6 ഷെഡ്യൂൾസ് ഉണ്ട്. അത് നമ്മൾ ഇന്ത്യൻ ബേർഡ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെന്റ് ഇറക്കിയ ഒരു നിയമമാണ്. അത് ഇന്ത്യയിൽ മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. അവരെ ബേർഡ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനും അവരെ വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള നിയമങ്ങൾ. അതേസമയം നമുക്ക് വിദേശത്തു നിന്നുള്ള എല്ലാ ബേർഡ്സിനെയും വളർത്താം, അതുപോലെ തന്നെ നമുക്ക് ബ്രീഡ് ചെയ്യാം, വിൽപ്പന നടത്താം, ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെയാണ് വിദേശങ്ങളിൽ. കാര്യം നമ്മൾ മിഡിൽ ഈസ്റ്റിലൊക്കെ തന്നെ മയിലിനെ സുഖമായിട്ട് നന്നായിട്ട് വളർത്തി ബ്രീഡ് ചെയ്ത് അവർ വിൽപ്പന നടത്തുന്നുണ്ട്. അതുതന്നെ ഇന്ത്യൻ പാരറ്റ്സ് അവർ വളരെ പോപ്പുലർ ആണ്. നമ്മളെ റിംഗ് നെക്ക് പാരാക്കീറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ബ്ലൂ ഇന്ത്യൻ പാരാക്കീറ്റ്, യെല്ലോ ഇന്ത്യൻ പാരാക്കീറ്റ് എല്ലാം തന്നെ വളരെ പോപ്പുലർ ആണ്. അപ്പം ഇനി ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പെടാത്ത എക്സോട്ടിക് ബേർഡ്സിനെ നമ്മൾ വളർത്തുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അപ്പൊ നമ്മൾ ആദ്യം കാര്യമായിട്ട് നോക്കേണ്ടത് അത് ഈ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി അഗെയിൻസ്റ്റ് ആനിമൽസ് ആക്ട് ഉണ്ട്. അത് 1960 അത് ബേർഡ്സ് മാത്രമല്ല ഏത് ആനിമലിനെ എന്തിനേയും വളർത്തുമ്പോൾ അവരോടുള്ള ക്രൂരത തടയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ഫോളോ ചെയ്യാം. കാരണം ആ ആക്ടിനനുസരിച്ച് മാത്രമേ നമ്മൾ വളർത്താൻ പാടുള്ളൂ. പിന്നെ അടുത്ത സൈറ്റിസ് സർട്ടിഫിക്കറ്റ് ആണ്. നമുക്കറിയാം കൺവെൻഷൻ ഫോർ ഇന്റർനാഷണൽ ട്രേഡ് ഓഫ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ, അതാണ് സൈറ്റിസ് എന്ന് പറഞ്ഞത്. അതായത് വേൾഡില് പല ബേർഡ്സും എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണ്. അവരെ ഈ ബിസിനസ്സും അല്ലെങ്കിൽ അവരെ ക്യാച്ച് ചെയ്യുന്നതും അവരെണ്ണം കുറയാതിരിക്കാൻ വേണ്ടി, അവർ എൻഡേഞ്ചേർഡ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആ ഒരു സർട്ടിഫിക്കേഷനാണ് സൈറ്റിസ് സർട്ടിഫിക്കറ്റ്. അപ്പൊ ആ സൈറ്റിസ് പറഞ്ഞ ബേർഡ്സ് ആണെങ്കിൽ ഈ കൺട്രി ഓഫ് ഒറിജിന് സൈറ്റിസ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് മാത്രമേ നമുക്ക് അതിനെ വേറൊരു രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ തന്നെ കീപ്പ് ചെയ്യണമെങ്കിലോ ആ സൈറ്റിസ് സർട്ടിഫിക്കറ്റ് വേണം. അത് ഓരോ രാജ്യങ്ങളിലും സൈറ്റിസ് അതോറിറ്റി ഉണ്ടാവും. വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റ്, എൻവയോൺമെന്റൽ ഡിപ്പാർട്ട്മെന്റിലാണുള്ളത്. അത് കാര്യം ഞാൻ കുവൈത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ആ അതോറിറ്റിയിൽ തന്നെ അവർ സൂവിലായിരുന്നു അവിടെ ചെയ്തിരുന്നത്. അപ്പൊ അതിന്റെ കൂടെ വർക്ക് ചെയ്തിരുന്നു. അപ്പൊ വിദേശത്തു നിന്നൊക്കെ വരുന്ന ബേർഡ്സ് ആണെങ്കിൽ അല്ലെ സൗത്ത് ആഫ്രിക്കയിൽ നിന്നൊക്കെ വളരെ കൂടുതലായിട്ട് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് ഒക്കെ വരുമ്പോൾ അതിന് ഓരോന്നിന്റെയും കൂടെ സൈറ്റിസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് എയർപോർട്ട് ക്വാറന്റൈനുള്ള സമയത്താണെങ്കിൽ നമ്മൾ എൻട്രി ചെയ്യാൻ സമ്മതിച്ചിരുന്നു. പിന്നെ ലൈസൻസ് ഇഫ് നീഡഡ്, അതായത് അത് ലോക്കൽ ബോഡീസ് ആണ്. ഇപ്പോഴും ശരിക്കും പെറ്റ് ബേർഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ നാട്ടില് ലൈസൻസിങ്ങിനുള്ള നിയമങ്ങളൊന്നുമില്ല. പക്ഷെ അതും പൗൾട്രിയിലെ ബേർഡ്സ് തന്നെയാണ് ഉൾപ്പെടുത്തിയത്. അതിപ്പോ ഇപ്പോഴും 100 എണ്ണത്തിലധികം ഉണ്ടെങ്കിലാണ് നമ്മളിപ്പോഴും ഈ ലൈസൻസിന്റെ ഒരു ആവശ്യം വരുന്നത്. ഇതിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഏതൊക്കെയാണ് ലീഗൽ പെറ്റ് ബേർഡ്സ്, ഇല്ലീഗൽ പെറ്റ് ബേർഡ്സ്. അത് ലീഗൽ എന്ന് പറഞ്ഞാൽ വിദേശത്തു നിന്നുള്ളത് ഏതായാലും കൊക്കാറ്റിയിലായാലും ആഫ്രിക്കൻ ലവ് ബേർഡ് ആണെങ്കിലും മക്കാവ് ആണെങ്കിലും കൊക്കാറ്റു ആണെങ്കിലും ബഡ്ജീസ് ആണെങ്കിലും. ഡോക്ടർ ഫോൺ സിസ്റ്റത്തിന്റെ അടുത്ത് കുറച്ചൊന്നും മാറ്റിട്ടില്ലേ? ഹലോ, എന്തായിരുന്നു? ഡോക്ടറുടെ ഫോണേ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ അടുത്ത് കുറച്ചൊന്ന് മാറ്റി പിടിക്കണം. അത് ഡിസ്റ്റർബൻസ് പോലെ വരുന്നു. എങ്ങനെ പിടിച്ചാൽ മതിയോ? മതി. ഇടയ്ക്കൊരു സൗണ്ട് വരുന്നു. ഓക്കെ. അപ്പോഴ് ഇപ്പൊ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന നോക്ക വിദേശ ഇനം ബേർഡ്സ് ആണ്. അപ്പൊ ആ റൈറ്റ് സൈഡിലുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ഇന്ത്യൻ ബേർഡ്സ് ആണ്. പക്ഷെ അതൊക്കെ ഇല്ലീഗലാണ്. റിംഗ് നെക്ക് പാരാക്കീറ്റ്, അലക്സാണ്ട്രിയൻ പാരാക്കീറ്റ്, മൈന, അത് തന്നെ അതിന്റെ ഔള്, ഫാൽക്കൺ ഒക്കെ എന്ന് പറഞ്ഞാല് അത് ഇന്ത്യയെ കാണുന്നത് നമുക്കറിയാം. ഇടയ്ക്ക് നമ്മൾ രാജസ്ഥാനിൽ തന്നെ രാജസ്ഥാനിലല്ല പഞ്ചാബില് ഈ പ്രാവിനെ വളർത്തുന്നവര്
എന്നിട്ട് അവിടുന്ന് പെരിഗ്രീൻ ഫാൽക്കണിനെ പിടിച്ച് നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. കാര്യം എന്താ അറിയോ, ആ പ്രാപ്പിഡിയന്മാരെന്നാണ് നമ്മൾ അറിയാം. ഇവിടെ ഫാൽക്കൺസും ആ വർഗത്തിൽപ്പെട്ട റാപ്റ്റേഴ്സ് ഒക്കെ ഒരുപാടെണ്ണം അറിയപ്പെടുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ സ്ലൈഡിൽ കാണുന്ന കുറെ പാരറ്റ്സിന്റെ ഫോട്ടോസ്. മലബാർ പാരറ്റ് ആണെങ്കിൽ പ്ലം ഹെഡഡ് പാരക്കീറ്റ്, അലക്സാണ്ട്രിയൻ പാരക്കീറ്റ്, അങ്ങനെ ഒരുപാട് ബേർഡ്സിന് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നാച്ചർ WWF ഇത് ഇല്ലീഗലായിട്ട് ഇതിന്റെ ട്രേഡ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി, ആൾക്കാരെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഈ പോസ്റ്റർ ഇറക്കിയിരിക്കുന്നത്. നമ്മുടെ നാട്ടില് ഇത് വളരെ ഓരോ ഷെഡ്യൂൾ അനുസരിച്ച്, കാരണം ഞാൻ നേരത്തെ പറഞ്ഞു 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന് 6 ഷെഡ്യൂൾ ഉണ്ട്. അത് തന്നെ ഓരോന്നിന്റെയും എത്രത്തോളം വൾനറബിൾ ആണ് അതിന്റെ എക്സിസ്റ്റൻസുകളതിനനുസരിച്ച് പല ഷെഡ്യൂളിലാണ് പെടുത്തിയേക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ വൾനറബിൾ ആയിട്ടുള്ളതിന് കൂടുതൽ പണിഷ്മെന്റ് കിട്ടും, അല്ലാത്തത് കുറച്ചാണെങ്കിൽ കുറച്ച് പണിഷ്മെന്റ്, അങ്ങനത്തെ ആ രീതി പലതരത്തിലാണ് പണിഷ്മെന്റ് ഉണ്ടാവുക. പക്ഷെ ജനറലി ഇതൊക്കെ ഇല്ലീഗലാണ്. പക്ഷെ അല്ലാത്ത നമുക്ക് ഇഷ്ടം പോലെ ബേർഡ്സ് ഉണ്ട്. ഇതാണ് ഓർഡർ ഓഫ് ബേർഡ്സ് എന്ന്. അത്രയും നമുക്ക് 10,000 കണക്കിന് ബേർഡ്സ് ഉണ്ട്, ശരിക്കും വളർത്താൻ പറ്റുന്ന ബേർഡ്സ് തന്നെ ഉണ്ട്. ഇതിൽ തന്നെ നമുക്ക് സ്ട്രിജിഫോമിസ് ഔൾസ് ആണ്, പാസറിഫോമിസ് സോങ് ബേർഡ്സ്. നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് വളർത്തുന്ന 2 എണ്ണം സിറ്റാസിഫോമിസിലെ പാരറ്റ്സ് ഗ്രൂപ്പ് പെട്ടതും പിന്നെ പാസറിഫോമിസ് ആണ്. പാസറിഫോമിസ് പെടുന്നതെന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ളതാണ്. അതിൽ തന്നെ സോഫ്റ്റ് ബില്ലും ഹാർഡ് ബിൽസും ഉണ്ട്. ഈ സോഫ്റ്റ് ബിൽസ് എന്ന് പറയുന്നത് അത് ബില്ലിന്റെ സോഫ്റ്റ്നെസ് നോക്കിയിട്ടല്ല, അല്ലെ കൊക്കിന്റെ സോഫ്റ്റ്നെസ് നോക്കിയിട്ടല്ല, അത് കഴിക്കുന്ന ഫുഡിനനുസരിച്ചാണ്. അതായത് ലൈവ് വേംസിനെയും മീൽ വേംസിനെയും അതുപോലെ ക്രിക്കറ്റ്സ്, അങ്ങനെ പുൽച്ചാടി ബാക്കിലൊക്കെ കഴിക്കുന്നതാണ് മൈനകളൊക്കെ. ഇന്ത്യൻ ഹിൽ പാരറ്റും ഒക്കെ അതുപോലത്തെ മൈനകളൊക്കെ, ഹിൽ പാരറ്റ് അല്ല, ഹിൽ മൈന. അപ്പൊ മൈനകളൊക്കെ തന്നെ സോഫ്റ്റ് ബിൽസ് പെട്ടാണ്. ഹാർഡ് ബിൽസ് പെട്ടാണ് പാസറിഫോംസിലെ കാനറി ബേർഡ്സ്, അതുപോലെ തന്നെ ഫിഞ്ചസ് ഒക്കെ ഹാർഡ് ബിൽസ് പെട്ടാണ്. പിന്നെ സ്ട്രുതിയോഫോമിസ്, അതായത് റാറ്റൈറ്റ്സ് നമുക്ക് കാണാം, അതായത് ഫ്ലൈറ്റ്ലെസ് ബേർഡ്സ് ആണ്. ഒട്ടപ്പക്ഷി നമുക്കറിയാം ഏറ്റവും വലിയ ബേർഡാണ്, 150 കിലോ വെയിറ്റ് വരും. അതാണ് ബേർഡ്സിന്റെ വേറെ പ്രത്യേകത. ഏറ്റവും സ്മാളസ്റ്റ് ബേർഡ് എന്ന് പറഞ്ഞാൽ ബീ ഹമ്മിങ് ബേർഡാണ്. അതായത് 1.5 മുതൽ 2 ഗ്രാം വരെ തൂക്കം വരുന്ന ബേർഡാണ് ബീ ഹമ്മിങ് ബേർഡ്. പക്ഷെ ആ ചെറിയ ബേർഡാണെങ്കിൽ നമ്മൾ അതിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അതിന്റെ കഴിവ് ആലോചിച്ച് നോക്കണം. അതായത് 80 ടൈംസ് അതിന്റെ വിങ് പെർ സെക്കൻഡ്, 80 ടൈംസ് പെർ സെക്കൻഡ് അതിന്റെ ചിറകടിക്കാൻ അതിന് കഴിവുണ്ട്. ആ സമയത്ത് ഒട്ടകപ്പക്ഷിയാണെങ്കിൽ അതിനൊരു 40 to 60 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ ഓടാൻ പറ്റും. അത് 150 കിലോ തൂക്കം വരുന്ന ഒരു പക്ഷിയാണ്. അപ്പം ഒട്ടകപ്പക്ഷി, എമു, റിയ, കിവി, കസോവറി ഒക്കെ സ്റ്റുഡിയോഫോം അതൊക്കെ തന്നെ ഈ ഗ്രൂപ്പിൽ പെട്ടാണ്. പിന്നെ ഫാൽക്കണിഫോമിസ്, ആൻസറിഫോമിസ്, അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകൾപ്പെട്ട് നമുക്ക് വളർത്താവുന്ന പക്ഷികളുണ്ട്. ആഫ്രിക്കൻ ലവ് ബേർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു പക്ഷിയായിട്ട് ഇപ്പൊ നമുക്ക് എടുക്കാവുന്ന ആഫ്രിക്കൻ ലവ് ബേർഡാണ്. ഏവിയൻ ക്ലബ് ഓഫ് കേരള തന്നെ എനിക്കറിയാം ഏറ്റവും വളരെ മിടുക്കന്മാരായിട്ടുള്ള, ഇതിനെപ്പറ്റി നന്നായി പഠിച്ച ഒരുപാട് പേര് ആഫ്രിക്കൻ ലവ് ബേർഡ്സിൽ വളർത്തുന്നവരുണ്ട്. കാരണം അതുകൊണ്ട് തന്നെ ഞാൻ കുറെ ഫോട്ടോസ് ഒക്കെ അത് തന്നെ ഏവിയൻ ക്ലബിന്റെ മത്സരത്തിൽ പങ്കെടുത്ത ഫോട്ടോസ് തന്നെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ചില ആൾക്കാരെ ഈ പേര് ഒഴിവാക്കിയിട്ടുണ്ട്, എന്നാൽ എന്തൊക്കെ ഫോട്ടോ ഉപയോഗിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ ആഫ്രിക്കൻ ലവ് ബേർഡിന്റെ പ്രത്യേകത ചെറിയ സിറ്റാസിഫോംസ് പാരറ്റ്സ് ഗ്രൂപ്പിൽപ്പെട്ട ഒരു ഏറ്റവും ചെറിയ പാരറ്റ് പെട്ടാണ്. ഏറ്റവും ചെറിയ പാരറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത് പാരറ്റ്ലെറ്റ്സ് ആണ് ഏറ്റവും ചെറുതായിട്ടുള്ളത്. പിന്നെ ഇതിൽ ആഫ്രിക്കൻ ലവ് ബേർഡ്സിന്റെ പ്രത്യേകത അതിൽ 9 സ്പീഷീസ് ആണ് നമ്മുടെ നാട്ടില് കാണുന്നത്. നമ്മുടെ നാട്ടിൽ കാണുന്ന ആകെ ഉള്ളത് 9 സ്പീഷീസ് ആണ്. അത് അഗാപ്പോണിസ് എന്ന് പറഞ്ഞ ജീനസ് ആണ്. അഗാപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ലവ് ആണ്. ഓണിസ് എന്ന് പറഞ്ഞാൽ ഓർണിത്തോളെ, നമുക്ക് ബേർഡ്സിനെ പറ്റിയുള്ള പഠനമാണ് അഗാപ്പോണിസ്. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് ബേർഡ്സിനെ കാണാം. ആദ്യത്തെ 3 ബേർഡ്സ് കാണുന്നുണ്ടോ? ഇപ്പൊ കാണുന്നുണ്ടോ?
ഓക്കെ അല്ലേ? സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ടോ? ബേർഡിനെ ഓരോ ബേർഡിനെ ഇപ്പൊ കേൾക്കാവോ? ഓക്കെ. അപ്പൊ ഇതില് ഇപ്പം പറഞ്ഞു ഫിഷേഴ്സ് ലവ് ബേർഡ്, പിന്നെ നേരത്തെ കാണിച്ചത് ഇതിന്റെ മാസ്ക് ലവ് ബേർഡ്, പിന്നെ ബാക്കി പീസ് ഫിഷ് ലവ് ബേർഡ്. ഇതൊക്കെ തന്നെ ബേർഡ്സിനെ പറ്റി ഒരുപാട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്.
കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് തിരിച്ചറിയുന്നത് ഇവരെ കളർ പാറ്റേൺ ആണ്, സൈസ് ആണ്, പിന്നെ ഈ ഐ റിങ് നോക്കിയിട്ടാണ്, ബീക്കിന്റെ കളർ നോക്കിയാണ്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് ഇവരെ തിരിച്ച് അറിയുന്നത്, ഐഡന്റിഫൈ ചെയ്യുന്നത്. പിന്നെ ഇതിനൊക്കെ തന്നെ മ്യൂട്ടന്റ് വെറൈറ്റികളുണ്ട്. ആ മ്യൂട്ടന്റ് വെറൈറ്റികൾക്ക് നല്ല വിലയും. ഇത് മഡഗാസ്കർ ഗ്രേ ഹെഡഡ് ആണ്. ഇത് റെഡ് ഫേസ് ലവ് ബേർഡ് ആണ്. ഇനി അടുത്തത് ബഡ്ഗരിയാർ ആണ്. ബഡ്ഗരിയാർ എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ലവ് ബേർഡ് ആണ്. ഓസ്ട്രേലിയൻ ലവ് ബേർഡ് ഏറ്റവും എളുപ്പത്തിൽ ബ്രീഡ് ചെയ്യാവുന്ന, ഇതും 70 പൗണ്ട് 80 പൗണ്ട് ഒക്കെ വില ഉണ്ടായിരുന്നു UK-ലൊക്കെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ. പിന്നെയാണ് അതിന്റെ വില കുറഞ്ഞത്. കാരണം വളരെ എളുപ്പത്തിൽ ബ്രീഡ് ചെയ്യാം, അത് തന്നെ വളരെ ബ്യൂട്ടിഫുൾ കളേഴ്സ് ഉള്ള ഒരു ബേർഡാണ് ഈ ബഡ്ഗരിയാർ, ഓസ്ട്രേലിയൻ ലവ് ബേർഡ്. പക്ഷെ ഇതിനെ വളർത്തുമ്പോൾ നമ്മൾ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിതിനെ ഒരു ബിസിനസ് എന്ന നിലക്ക് വളർത്തുമ്പോൾ എപ്പോഴും ഈ വില കൂടിയ ടൈപ്പ്, അതായത് ക്രസ്റ്റ് ഉള്ളത്, ക്രസ്റ്റഡ് ആയിട്ടുള്ളത്, അല്ലെ പൈഡ് ആയിട്ടുള്ള, അല്ലെ ഒപ്പാലിൻ, സ്പാങ്കിൾ, അങ്ങനെ പല ടൈപ്പായി ഈ അല്ലെങ്കിൽ അതിന്റെ മ്യൂട്ടൻ വെറൈറ്റീസ് വില കൂടിയ വളർത്തണം. പിന്നെ എനിക്ക് നിങ്ങളെ കേരളയോട് പറയുന്ന പ്രധാന കാര്യം, നമുക്ക് ശരിക്കും കേരളത്തെ ഇതിന്റെ ഒരു ഹബ്ബാക്കി മാറ്റണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ബിസിനസ്സിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അതായത് എല്ലാറ്റിനെയും ഇമ്പോർട്ട് ചെയ്യുന്നത് കൽക്കട്ടയിലേക്കോ മദ്രാസിലോ ആയാൽ പോരാ. കൊച്ചിയിൽ നമുക്ക് ഇതെല്ലാം ഇമ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ കോഴിക്കോട് എയർപോർട്ടിലോ തിരുവനന്തപുരം എയർപോർട്ടിലോ എല്ലാം ഇമ്പോർട്ട് ചെയ്യുന്ന അവരെ ക്വാറന്റൈൻ ഫെസിലിറ്റി ഒക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ തന്നെ നമുക്ക് ആ ഇമ്പോർട്ട് ചെയ്ത് ബിസിനസ് നടത്താൻ പറ്റും. കാരണം ഞാൻ ഇതിൽ ഒരുപാട് കാര്യം വർക്ക് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ കുവൈത്തിൽ ഇതിനെ ഈ ഇമ്പോർട്ട് എക്സ്പോർട്ട് ഇതിൽ വർക്ക് ചെയ്ത് ഒരുപാട് സ്ലോവാക്കിയെന്നും അതുപോലെ തന്നെ തായ്ലൻഡിൽ നിന്നും അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ ആയിരക്കണക്കിന് ബേർഡ്സിന് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷെ ഗവൺമെന്റ് അതിന്റെ ക്വാറന്റൈൻ ഫെസിലിറ്റിയും അതിനെ ടെസ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റിയും ഒക്കെ ഉണ്ടാക്കി നമുക്ക് നമ്മുടെ രാഷ്ട്രീയ ശരിക്കും ഇന്ത്യയിലെ സ്ഥിതി വെച്ചിട്ട് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയാൽ മാത്രമേ പറ്റൂ. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് നാട്ടിലെ ഈ ബേർഡ്സ് ഒക്കെ തന്നെ ഇഷ്ടംപോലെ നമുക്ക് വേറെ ഇന്ത്യയിൽ തന്നെ വേറെ സ്റ്റേറ്റിലേക്കും തന്നെ അയൽ രാജ്യങ്ങളിലേക്കും നമുക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും, ഇവിടെ ഒരു ഹബ്ബാക്കി മാറ്റിക്കഴിഞ്ഞാൽ. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വേറെ ഒരുപാട് ബിസിനസ് ഡെവലപ്പ് ചെയ്യാം. അതിന്റെ ആക്സസറീസിൻ്റെത്, അല്ലെ ഫുഡിന്റെ ബിസിനസ്, അങ്ങനെ ഒരുപാട് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതാണ് ചെയ്യേണ്ടത്. പിന്നെ വേറെ കാര്യം ചെയ്യേണ്ടത്, നമ്മൾ നാട്ടില് വേറെ എങ്ങോട്ടെങ്കിലും എക്സ്പോർട്ട് ചെയ്യാൻ പറ്റിയ ബേർഡ്സ് അത് ബ്രീഡ് ചെയ്തിട്ട് നമ്മളൊക്കെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റണം. അതായത് ഇപ്പൊ മിഡിൽ ഈസ്റ്റിലേക്കൊക്കെ ഫാൽക്കണിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ്, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വിലയാണ്. അപ്പൊ അതൊക്കെ ഇവിടെ ബ്രീഡ് ചെയ്ത് നമുക്ക്, കാരണം ഓരോ പുതിയ എപ്പോഴും നിങ്ങൾക്ക് തന്നെ അറിയാം, അതിപ്പോ നിങ്ങളെ പറയേണ്ട കാര്യമില്ല, ഏവിയൻ ക്ലബ്ബിൽ പെട്ട ആൾക്കാർക്ക് തന്നെ ശരിക്കും അറിയാവുന്നതാണ് കാര്യം. എപ്പോഴും റയർ ആയിട്ടുള്ള പുതിയ ബേർഡിനെ, പുതിയ മ്യൂട്ടന്റ് വെറൈറ്റിയെ ഉണ്ടാക്കുമ്പോഴാണ് ഡിമാൻഡും അതിലാണ് ബിസിനസ്സും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ബഡ്ഗരിയാസിനുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അതില് സെക്ഷൽ ഡൈമോർഫിസ് ഉണ്ട്, മെയിലും ഫീമെയിലും തിരിച്ചറിയാൻ പറ്റും. ആണിനെയും പെണ്ണിനെയും, ആണിന്റെ മുഖത്തുള്ള ആ ബ്ലൂ കളറുള്ള സെറ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മെയിലാണ്, മറ്റേത് ഫീമെയിലാണ്. നമുക്കറിയാം ഇത് കോളനി ബ്രീഡിങ് എന്നുള്ളത് വെറുതെ നമുക്കൊരു ഹോബി ആയിട്ടുള്ള ഒരാൾക്ക് പറ്റും, അല്ലാതെ ഒരു ബിസിനസ് ആയിട്ടുള്ളവർക്ക് അത്ര നല്ലൊരു ഓപ്ഷൻ അല്ല. അല്ലാതെ ഡിസ്റ്റർബൻസ് ഉണ്ട്, സൗണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനൊരു കാര്യം ഇതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഹലോ, ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? പക്ഷെ എന്റെ വീഡിയോ അതിലും എക്കോ ഉണ്ടെന്നാ തോന്നുന്നു. ഡോക്ടർ എക്കോ ഉണ്ട്. ഫോണിന്റെ ഓഡിയോ നോക്കി ട്രൈ ചെയ്യുന്നു. ഫോണിന്റെ ഓഡിയോ ഓഫ് ചെയ്തിട്ടുണ്ട്, നല്ലപോലെ എക്കോ ഉണ്ട്. ഹലോ, ഇത് തന്നെ നോക്കാം. നമുക്ക് മെയിലും ഫീമെയിലും തിരിച്ചറിയാം.
തറയുടെ കളർ നോക്കിയിട്ട് ബ്ലൂ കളർ മെയിലും യെല്ലോ കളർ ഇത് കോളനി ബ്രീഡിംഗ് എന്നുള്ളത് നമുക്കറിയാം. ഹലോ, ഇതൊരു ബിസിനസ്സിന് പറ്റിയതല്ല. ഇതില് കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതൊക്കെ ബേർഡ് മുട്ടയിടുന്നുണ്ടെന്ന് അറിയാൻ പറ്റും. ഹലോ ഹലോ കേൾക്കണ്ടോ? ആ, കാരണം നമുക്ക് ചില ബേർഡ്സ് മുട്ടയിടാത്ത ഉണ്ടാവും, അതറിയാൻ പറ്റില്ല. ചിലത് ഇൻഫെർട്ടൈലായിട്ടുള്ളത്, അത് തന്നെ മുട്ടയിടുന്ന ബേർഡ്സിനെ തന്നെ മര്യാദക്ക് ബ്രൂഡ് ചെയ്യാനൊന്നും ബാക്കി ചെറിയ ബേർഡ്സും സമ്മതിക്കില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട് ഈ കോളനി ബ്രീഡിങ്ങിൽ. അത് പക്ഷെ നമുക്ക് ഒരു വെറുതെ ഹോബി ആയിട്ടുള്ള ഒരാൾക്ക് കുഴപ്പമില്ല. അല്ലാത്തവർക്ക് എപ്പോഴും ഓരോ പെയറിന് വെവ്വേറെ ഇൻഡിവിജ്വൽ പെയറിനെ ബ്രീഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇത് ഒപ്പാലി ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ബഡ്ഗറിയാർ എന്നെ ബ്രീഡ് ചെയ്യുന്നവർക്ക് എപ്പോഴും നല്ലത് ക്രസ്റ്റഡ്, പൈഡ്, അല്ലെ ഷോ ബഡ്ജീസ്, ഒപ്പാലിൻ, സ്പാങ്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുറച്ചും കൂടി വില കൂടിയ ടൈപ്പിനെ ബ്രീഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇത് ഏറ്റവും നല്ലൊരു ബേർഡാണ് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്. 60 to 70 years ഒക്കെ ജീവിക്കും. അതുകൊണ്ട് തന്നെ ആ ബേർഡ്സിന്റെ വേറെ പ്രത്യേകത അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഇത് തന്നെ ലോങ് ലിവിങ് ആണ്. കാരണം ബേർഡ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു അത്ഭുതകരമായ ജീവികളാണ്. അവർക്ക് മിമിക് ചെയ്യാൻ പറ്റും, അവർക്ക് സംസാരിക്കാൻ പറ്റും, അവർക്ക് നമ്മളുമായിട്ട് റെസിപ്രോക്കേറ്റ് ചെയ്യാൻ പറ്റും, അവർക്ക് നമുക്ക് ഓരോരോ സിങ്ക്രണൈസ്ഡ് ഡാൻസ് പോലെ അവർക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അത്രയും ലോങ് ലിവിങ് ആണ്. അതായത് ഒരു മനുഷ്യൻ ജനിച്ച മുതൽക്ക് അവൻ മരിക്കുന്നത് വരെ അവന്റെ കൂടെ നിന്നിട്ട് ജീവിക്കാൻ മാത്രം ലോങ് ലിവിങ്. അപ്പൊ അതുകൊണ്ട് തന്നെ മനുഷ്യന്മാരെ പോലെ തന്നെ ഇതുപോലത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒന്നോലൊക്കെ വരാം. കാര്യം ഇത് തന്നെ, കാരണം നേരത്തെ പറഞ്ഞു ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ പറന്ന് നടക്കുന്ന പക്ഷികളാണ്. അവരെ ചെറിയ കൂട്ടിൽ നിർത്തി നമുക്കൊരു 50-60 വർഷം ജീവിക്കണം നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ അവരെ ഹാർട്ടിന്റെ ഹെൽത്തും ലിവറിന്റെ ഹെൽത്തും ഓരോ ഓർഗാന്റെ ഹെൽത്തും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവർക്ക് വേണ്ട എക്സസൈസ് കൊടുക്കണം, ബാലൻസ്ഡ് ഫുഡ് കൊടുക്കണം, പിന്നെ ക്യുമുലേറ്റീവ് ടോക്സിൻസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. കാര്യം വിഷമൊക്കെ ചെറിയ തന്നെ എത്തിക്കഴിഞ്ഞാൽ ഗ്രാജുവലായിട്ട് കുറെ കാലം കഴിയുമ്പോഴേക്കും അവർക്ക് അവരെ ഓർഗാൻ ഫെയിലിയർ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സംസാരിക്കുന്ന നല്ലൊരു ബേർഡാണ്. അത് എനിക്കറിയാം. ഒരിക്കല് കുവൈത്തിൽ നിന്ന് ഒരു ഗോവക്കാരൻ ഒരാൾ ഇന്ത്യയിലേക്ക് ബേർഡിനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ കുവൈത്തിലെ പക്ഷിപ്പനി ഉള്ളതുകൊണ്ട് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ അയാൾ പറഞ്ഞു എന്റെ തത്തല്ലാതെ എനിക്ക് പോകാൻ പറ്റില്ല. കാര്യം ഈ ഗ്രേ പാരറ്റ് ആണ് ഞാൻ ഓഫീസിൽ തിരിച്ചു വരുമ്പോൾ എന്നോട് ഹൗ ആർ യു, വൈ യു ആർ ലേറ്റ് എന്നൊക്കെ ചോദിക്കുന്നത്, എന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. എന്റെ ഭാര്യ പോലും ഇങ്ങനെ ഒന്നും അന്വേഷിക്കാറില്ല. അതുകൊണ്ട് എന്നോട് ഇതില്ലാതെ ഞാൻ ഇന്ത്യയിലേക്ക് തിരിച്ചു പോകുന്നില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അത്രയും നന്നായി സംസാരിക്കുന്ന ഒരു ബേർഡാണ്. ഇതിന് സൈറ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഇതിന്റെ തന്നെ വേറെ കളർ വ്യത്യാസം, മ്യൂട്ടൻ വെറൈറ്റി വൈറ്റ് ടൈൽഡ് ഉണ്ട്, പിന്നെ വേറെ കുറച്ച് ചെറിയ ടൈപ്പ് ടിമ്ന എന്ന് പറഞ്ഞ വേറെ ടൈപ്പ് ഉണ്ട്. പക്ഷെ ഇതാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത്, വൈറ്റ് ടൈൽ ടൈപ്പ്. പിന്നെ എക്ലക്ടസ് പാരറ്റ് നമുക്കറിയാം, മെയിലും ഫീമെയിലും, മെയില് ഗ്രീൻ കളറും. ഇത് മുമ്പ് ഒരു ഡിഫറെന്റ് പാരറ്റ്സ് ആയിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. നമുക്കറിയാം പാരറ്റ്സും പാരാക്കീറ്റും തമ്മിലുള്ള വ്യത്യാസം തന്നെ. പാരറ്റ്സിൽ ഇതുപോലത്തെ ടൈല് കുറച്ചും കൂടി ചെറുതായിട്ടുള്ള ടൈലാണ്, മറ്റേ കുറച്ച് ബേർഡ്സ് ആണ് കുറച്ച് വലുതായിരിക്കും. പക്ഷേ പാരാക്കീറ്റ്സിൽ കുറച്ച് ലോങ് ടൈലാണെങ്കിലും അത് തന്നെ പറക്കുമ്പോൾ ഫാൻ പോലെ കറങ്ങുന്ന ടൈപ്പുള്ള ആ ടൈപ്പാണ് ടൈൽ ഉണ്ടാവുക. അതുകൊണ്ടാണ് പാരച്ചിലയിൽ നമ്മൾ റിങ് പാരാക്കീറ്റ് എന്ന് പറയുന്നത്, ഇതിൽ പാരറ്റ് എന്ന് പറയുന്നത്. ഇത് അലക്സാണ്ട്രിയൻ പാരാക്കീറ്റ്. ഇത് നമുക്ക് വളർത്താൻ പാടില്ല, എന്നാലും ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ ഞങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങൾക്ക് വെറ്റിനറി ഡോക്ടേഴ്സ് എന്ന നിലക്ക് നമുക്ക് ഈ എക്സോട്ടിക് ബേർഡ്സ് മാത്രമാണ് ആൾക്കാരെ കൊണ്ടുവരുന്നതെങ്കിലും, അതായത് നിയമപരമായിട്ട് വളർത്തുന്നവർ കൊണ്ടുവരുന്നെങ്കിലും ഇന്ത്യൻ ബേർഡ്സ് ഈ റെസ്ക്യൂ പർപ്പസിന്, അതായത് എവിടെന്നെങ്കിലും ഒരു പക്ഷിയെ കിട്ടിക്കഴിഞ്ഞാൽ അതിന് പരിക്ക് പറ്റിയിട്ട് അതിനെ കൊണ്ടുവരും. പിന്നെ അതുപോലെ തന്നെ കൊണ്ടുവരുന്ന പക്ഷികൾ തന്നെയാണെങ്കിലും അത് അനുവദിക്കപ്പെട്ടതാണോ അല്ല എന്നുള്ള അറിയേണ്ട കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യത്തിന് ഇന്ത്യൻ ബേർഡ്സും ഇതുപോലെ മറ്റ് എക്സോട്ടിക് ബേർഡ്സിനെ പറ്റപ്പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. അത് ബ്രീഡേഴ്സ് നിങ്ങളും അറിഞ്ഞിരിക്കുകയാണ് എല്ലാ ബേർഡ്സിനെ പറ്റി. അതുകൊണ്ടാണ് ഈ സ്ലൈഡ്സ് ഉൾപ്പെടുത്തിയത്. ഇത് അലക്സാണ്ടർ ചക്രവർത്തി വളരെ ഇഷ്ടപ്പെട്ട ബേർഡായിരുന്നു, അതുകൊണ്ടാണ് അലക്സാണ്ടർ പാരാക്കീറ്റിന്റെ പേര്. പിന്നെ ഇന്ത്യൻ പാരാക്കീറ്റിന്റെ ഡിഫറെന്റ് വെറൈറ്റീസ് ആണ്. ഈ ബ്ലൂ ഇന്ത്യൻ പാരാക്കീറ്റ്, യെല്ലോ ഇന്ത്യൻ പാരാക്കീറ്റ്, വൈറ്റ് ഇന്ത്യൻ പാരാക്കീറ്റ്. പക്ഷെ ഇതൊക്കെ പലപ്പോഴും ഫോറസ്റ്റ് ഓഫീഷ്യൽസിന് അറിയാത്തത് കൊണ്ട് അവര് പിടിക്കാതെ പോവാറുണ്ട്. പക്ഷെ മ്യൂട്ടൻ വെറൈറ്റി നിയമപരമായിട്ട് വളർത്താൻ പാടില്ല.
പിന്നെ ലോറീസ് സ്പെഷ്യലായിട്ട് അതായത് അതിന്റെ ഈ നാവ് ഈ പെയിന്റ് ബ്രഷ് പോലെ അത് നെക്ടറും ഹണിയും ഒക്കെ കഴിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബേർഡ്സ് ആണ് ഈ ലോറീസ്. ലോറീസ് തന്നെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. പിന്നെ ഏറ്റവും വലിയ പാരറ്റ്സ് മക്കാവ്, കാറ്റ്ലീന മക്കാവ് ഉണ്ട്, ഹയാസിൻ മക്കാവ് ഉണ്ട്, ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവ് ഉണ്ട്, സ്കാർലറ്റ് മക്കാവ് ഉണ്ട്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള മക്കാവ്സ് ഉണ്ട്. അതിൽ തന്നെ ഹയാസിൻ മക്കാവ് ആണ് ഏറ്റവും വലുതും ഏറ്റവും കോസ്റ്റ്ലി. 30 ലക്ഷം 40 ലക്ഷം രൂപക്കാണ് വില. നമുക്ക് ഇതിന്റെ ബീക്സ് കണ്ടാൽ തന്നെ അറിയാം. നമ്മൾ മരത്തിന്റെ ഒക്കെ ഒരു കൂടുണ്ടാക്കി മക്കാവിനെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് മക്കാവ് അവിടെ കാണില്ല. അത് കൂട് പൊട്ടിച്ച് അത് പോയിട്ടുണ്ടാവും. അത് തന്നെ കൊക്കാറ്റു ഒക്കെ ആണെങ്കിലും അത് പ്രത്യേകിച്ചും ഈ പാം കൊക്കാറ്റു ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബീക്കുള്ള ബേർഡ്സ് ആണ്. ഇതൊക്കെയാണ് ബ്ലൂ ആൻഡ് ഗോൾഡ് ആണ് ഇതിന്റെ നമ്മുടെ നാട്ടിലായിട്ട് ബ്ലൂ ആൻഡ് യെല്ലോ നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ടുള്ള ബേർഡ്. അതായത് മക്കാവ്, സ്കാർലറ്റ് മക്കാവ്. പിന്നെ ഇപ്പോഴും ആഫ്രിക്കൻ ലവ് ബേർഡ് പോലെ തന്നെ ഒരുപാട് പേര് ബ്രീഡേഴ്സ് ഉള്ള ഏറ്റവും നല്ല ബിസിനസ് നടക്കുന്ന ഒരു ഇതാണ് കോന്വേഴ്സ്. അതിൽ സൺ കോന്വർ ആണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. പിന്നെ ക്രിംസൺ ബെല്ലീഡ് കോന്വർ, പൈനാപ്പിൾ കോന്വർ, ഒരുപാട് കോന്വേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് ഗോൾഡൻ കോന്വർ ആണ്. ഗോൾഡൻ കോന്വർ പൊതുവെ റയറാണ്, കുറവാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ പാസറൈൻ ഗ്രൂപ്പ്, അതായത് സിറ്റാസൈൻ എന്നുള്ള തത്തയുടെ ഗ്രൂപ്പ് അല്ലാതെ പാസറൈൻ ഗ്രൂപ്പില് ഈ പാടുന്ന പക്ഷികളാണ് കാനറി പക്ഷികൾ. കാനറി പക്ഷികൾ 2 തരത്തിലുണ്ട്. ഒന്ന് പാടാൻ വേണ്ടിയിട്ടും മറ്റേ കളർ നോക്കിയിട്ടും 2 കാരണം കൊണ്ട് വളർത്തുന്നവരുണ്ട്. അപ്പൊ ഈ കാനറി പക്ഷികളാണ് ഈ ഹാർഡ് ബിൽസ് പെട്ടാണ്. അതായത് ഈ പാസറൈൻസ് തന്നെ ഫിഞ്ചസും കാനറികളുമാണ് ഹാർഡ് ബിൽസ്. അതായത് കട്ടിയുള്ള സീഡ്സ് ഒക്കെ കൂടുതൽ കഴിക്കുന്നത്. മറ്റേത് സോഫ്റ്റ് ബിൽസിലാണ് ഈ മൈനകളൊക്കെ വരുന്നത്. പിന്നെ കൊക്കാറ്റിയിൽ നമ്മളെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്നതാണ്. പൈഡ് ഉണ്ട്, ഗ്രേ ഉണ്ട്, ആൽബിനോ, ലൂട്ടിൻ, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. പിന്നെ സൾഫർ ക്രസ്റ്റഡ് കൊക്കാറ്റുകളാണ് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള സർക്കസിലൊക്കെ ഉപയോഗിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബേർഡ്സ് ആണ്. അത് തന്നെ അതിന്റെ ഹെഡിന്റെ ക്രസ്റ്റിനനുസരിച്ചാണ് പേര് സൾഫർ ക്രസ്റ്റഡ് കൊക്കാറ്റു. അതിനെ ഹലോ ഡോക്ടർ, ഫോൺ കമ്പ്യൂട്ടറിന്റെ അടുത്ത് കുറച്ചൊന്ന് മാറ്റി പിടിക്കാം. പിന്നെ അംബ്രല്ല കൊക്കാറ്റു, റോസ് കൊക്കാറ്റു, പാം കൊക്കാറ്റു, പിന്നെ മേജർ മിഷൻ കൊക്കാറ്റു, ഒരുപാട് കൊക്കാറ്റുകളാണ്. അംബ്രല്ല കൊക്കാറ്റു കുട പോലുള്ള ക്രസ്റ്റ് ആണ്. ഇവരെ പഠിപ്പിച്ചു കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് ട്രെയിൻ ചെയ്താൽ ട്രെയിനിങ് ഒക്കെ പെട്ടെന്ന് പഠിക്കാൻ കഴിവുള്ളൂ. അതുകൊണ്ടാണ് സർക്കസിലൊക്കെ യൂസ് ചെയ്യുന്നത്. സാൽമൺ കൊക്കാറ്റു കാണാം. ആ സാൽമണിന്റെ ഇറച്ചി പോലെ ഫ്ലഷ് പോലെ ആ സാൽമൺ കളർ ഓറഞ്ച് കളറാണ് അതിന്റെ ഇതിനുള്ളത്. മേജർ മിഷൻ കൊക്കാറ്റ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മേജർ മിഷൻ എന്ന് പറഞ്ഞാൽ UK എന്നുള്ള ഒരാള് ഓസ്ട്രേലിയയിൽ അതിനെ പറ്റി പഠിക്കാൻ പോയപ്പോഴാണ് പുള്ളിയാണ് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് മേജർ മിഷൻ കൊക്കാറ്റ്, ലീഡ് ബീറ്റർ കൊക്കാറ്റ് എന്നും പറയും. വളരെ കോസ്റ്റ്ലി ആണ്. ഇതാണ് ഏറ്റവും വലിയ കൊക്കാറ്റു, ബ്ലാക്ക് പാം കൊക്കാറ്റു. പിന്നെ ഉള്ളതാണ് ആമസോൺ പാരറ്റ്, സൗത്ത് അമേരിക്ക എന്നുള്ളതാണ്. ആമസോൺ പാരറ്റിന് ഒരുപാട് യെല്ലോ ഫോണ്ടഡ് അല്ലെങ്കിൽ റെഡ് ഫോണ്ടഡ് അങ്ങനെ ഒരുപാട് ടൈപ്പ് കളർ പാറ്റേൺ അനുസരിച്ചിട്ട് പല ആമസോൺ പാരറ്റ്സ് ഉണ്ട്. പിന്നെ ഫിഞ്ചസ്, സീബ്ര ഫിഞ്ച്, ബംഗാളീസ് ഫിഞ്ച്, ഗോൾഡിയൻ ഫിഞ്ച്, അങ്ങനെ ഈ തുടക്കക്കാർക്ക് പറ്റിയ മറ്റൊരു ബേർഡാണ് ഫിഞ്ചുകൾ. ഗോൾഡിയൻ ഫിഞ്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബേർഡാണ്. സൗത്ത് ഫിഞ്ച്. പിന്നെ ഈ ഫിഞ്ചസ് ഒക്കെ വെച്ചിട്ട്, കാരണം ഈ ബംഗാളീസ് ഫിഞ്ചിനൊക്കെ വെച്ചിട്ട് ബാക്കിയുള്ള കോസ്റ്റ്ലി ഫിഞ്ചിനെ ബ്രൂഡ് ചെയ്യാനും വിരിയിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അടുത്തത് ഫെസൻസ് ആണ്. അത് ഇതിൽ കാണാം, ഗോൾഡൻ ഫെസന്റ്, സിൽവർ ഫെസന്റ്, യെല്ലോ ഗോൾഡൻ ഫെസന്റ്, ലേഡി ആംബ്രസ് ഫെസന്റ്. ഇത് ചൈനക്കാരാണ് പൊതുവെ ഫെസൻസ്. പക്ഷെ എവിടെയും നമുക്ക് ബ്രീഡ് ചെയ്യാൻ കുട്ടികളെ വിരിയിച്ച് കുഞ്ഞുങ്ങളെ വിൽക്കാൻ നടത്താൻ പറ്റിയ ബേർഡാണ്. പിന്നെ ഞാനൊരു പുതിയെന്ന് പറയുന്നില്ല, ഓസ്ട്രിച്ച് 150 കിലോ വരെ വരുന്നതാണ്. കാരണം ഓസ്ട്രിച്ചിനെ നമുക്ക് വളർത്താവുന്നതാണ്. വളർത്തിയിട്ട് ഇത് ഒരു കാര്യം, എമുവിനൊക്കെ നമുക്ക് ഫെയിലിയർ ആയതെന്ന് പറഞ്ഞാൽ എമു ഒരു പെറ്റ് ബേർഡ് എന്നുള്ളതെന്ന് മാറ്റിയിട്ട് നമ്മളൊക്കെ അത് ഈ എമുവിന്റെ ഇറച്ചി, എമുവിന്റെ തൈലം എന്നൊക്കെ പറഞ്ഞ ഒരു വലിയൊരു മാർക്കറ്റ് നോക്കി. അതുകൊണ്ടാണ് അത് ഫെയിലിയർ ആയത്. അതേപോലെ തന്നെ ഓസ്ട്രിച്ചും ഈ ഫാം ടൂറിസത്തിനൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് വളർത്തുകയാണെങ്കിൽ വളരെ നല്ലൊരു പരിപാടിയാവും. കാര്യം ഇവിടെ പോപ്പുലറൈസ് ചെയ്ത് കഴിഞ്ഞാൽ. കാരണം ഓസ്ട്രിച്ച് കുറച്ച് മഴയുള്ള സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഡ്രൈ ആയിട്ടുള്ള കുറച്ച് നല്ല ഏരിയകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ, അധികം വെള്ളക്കെട്ടൊന്നും ഇല്ലാത്ത ഏരിയ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓസ്ട്രിച്ചിനെ വളർത്താൻ. കാരണം ഞാനിത് ഈ ഫാമിന്റെ ടെക്നിക്കൽ അഡ്വൈസർ ആയിട്ട് ഞാൻ വർക്ക് ചെയ്തതാണ്. കാരണം 5-6 വർഷത്തോളം.
കാരണം ആ ഫാമില് 10,000 ഒട്ടക പക്ഷികളുണ്ടായിരുന്നു. 10,000 ഒട്ടക പക്ഷി ഉണ്ടായിട്ട് അവിടുന്ന് അതിന്റെ മീറ്റും അതിന്റെ ലെതർ ആണെങ്കിൽ 14 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും ഒരു ഒട്ടക പക്ഷിക്ക്. അത് 50 കിലോ 60 കിലോളം ഇറച്ചി ഉണ്ടാവും. പിന്നെ അതിന്റെ കൂടെ ബാക്കിയുള്ള എഗ് ഷെല്ലാണെങ്കിലും അതെല്ലാം എക്സ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് ലാഭം ഉണ്ടാക്കിയിരുന്ന ഫാമായിരുന്നു. അത് കുവൈത്തിൽ അബ്ദാലിയിൽ ഉണ്ടായിരുന്ന ഫാമായിരുന്നു. അത് 10,000 ഒട്ടകപ്പക്ഷിയാണ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടില്ല, നേരത്തെ കാണിച്ച മെയിൽ ഓസ്ട്രിച്ച് ആണ്, ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫെതേഴ്സ് ഉള്ള. അതേ സമയത്ത് അതിന്റെ ബീക്കിനും കാലിനും ഒക്കെ ചില സമയത്ത് റെഡ് കളർ ഉണ്ടാവും ബ്രീഡിംഗ് സീസണിലൊക്കെ. ഇത് ഫീമെയിൽ ആണ്, ഗ്രേ കളർ ഉള്ളത്. ഈ ഓസ്ട്രിച്ച് എന്നുള്ള ശരിക്കും ഈ ബേർഡ്സിന്റെ ആനിമൽസിന്റെ ഇടയ്ക്കുള്ള ഒരു ജീവിയാണ്. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഈ പുല്ലും ആൽഫാൽഫ അതുപോലെ തന്നെ ഫോഡറുകളും ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഇവരെ വളർത്താവുന്നതാണ്. ഓസ്ട്രിച്ച് എഗ് കാണാം, 1.5 കിലോ തൂക്കം കാണും. ഇതതിന്റെ ഇൻക്യുബേറ്റർ ആണ്. 39 to 42 ഡേയ്സ് നമുക്ക് 42 ഡേയ്സ് വെച്ചിട്ടാണ് അത് വിരിക്കുന്നത്. 39-42 ദിവസം വരെയാണ് അത് വിരിയാൻ. വളരെ പാവപ്പെട്ട ഒരു പക്ഷിയാണ്. നമ്മൾ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ, ഞാൻ അതിന്റെ സെന്ററിൽ നിന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യില്ല. പക്ഷെ അത് ഓടുന്ന സമയത്തൊക്കെ നമ്മൾ അതിന്റെ അടിപ്പെട്ട പെട്ടുകയാണ്. ഇതാണ് ഓസ്ട്രിച്ച്. ഇത് ഓസ്ട്രിച്ച് ഇതിനെയാണ് ശരിക്കും വാക്സിനേറ്റ് ചെയ്യുന്നത്. പക്ഷിപ്പനിക്കെതിരായിട്ടുള്ള വാക്സിനേഷനാണ്. പക്ഷെ ഞങ്ങൾ അവിടെ പക്ഷിപ്പനി വന്നപ്പോൾ ഒരുപാട് ഡിസ്കഷൻ നടത്തിയിട്ടാണ് വാക്സിനേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. H5N2 വാക്സിൻ വെച്ചിട്ട്. ഇത് ഓസ്ട്രിച്ചിന്റെ പോസ്റ്റ്മോർട്ടം. പിന്നെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഫാൽക്കൺസ് ശരിക്ക് നമുക്ക് ഇവിടെ ബ്രീഡ് ചെയ്തിട്ട് ആ മിഡിൽ ഈസ്റ്റിലെ മാർക്കറ്റ് ഉപയോഗപ്പെടുത്താവുന്ന താല്പര്യമുള്ളവർ. കാര്യം മിഡിൽ ഈസ്റ്റിലേക്ക് ഫാൽക്കണൊക്കെ വരുന്നത് ഒന്ന് ക്യാച്ച് ചെയ്യുന്നത് മംഗോളിയെന്നും ഒക്കെയാണ് വരുന്നത് ക്യാച്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർ ബ്രീഡ് ചെയ്യുന്നത് UK, അതുപോലെ തന്നെ ജർമ്മനി, കാനഡ എന്നൊക്കെയാണ് ബ്രീഡ് ചെയ്യുന്നത്. നമുക്ക് അവിടുത്തെ പോലെ തന്നെ ബ്രീഡ് ചെയ്യും, നമുക്ക് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. ഫാൽക്കൺ ഒരുപാട് ടൈപ്പ്, സക്കർ ഫാൽക്കൺ, അലർജിൻ ഫാൽക്കൺ, പെരിഗ്രീൻ ഫാൽക്കൺ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബേർഡാണ്. നമുക്കറിയാം, കണ്ടില്ല, ഇത് ജോർജ് ബുഷ് ആണ് പ്രസിഡന്റ് അമേരിക്കയിലെ. മറ്റേ ഷെയ്ഖ് റാഷിദ് അൽ മക്തൂം UAE പ്രസിഡന്റ് ആണ്. ഇവരൊക്കെ തന്നെ ഈ ഫാൽക്കന്റെ കാര്യത്തിൽ ഡിസ്കഷൻ, അവർക്ക് വളരെ ഇഷ്ടപ്പെട്ട പക്ഷിയാണ്. ഒരിക്കലും ഒരു കുവൈത്തിലെ ഷെയ്ഖിന്, ദുബായ് ഷെയ്ഖ് ഒരു ഫാൽക്കൺ കൊടുത്തു. ഞാനതിനെ എക്സാമിൻ ചെയ്യാൻ പോയി. അതിന്റെ വില എന്ന് പറഞ്ഞാൽ 2.94 കോടിയാണ്. ഒരു ന്യൂട്ടൺ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇതാണ്, ഒരു പെരിഗ്രീൻ ഫാൽക്കൺ ആയിരുന്നു. നല്ല വെൽവെറ്റി ഇതൊക്കെ ഫെദറൊക്കെ ഉള്ള നല്ലൊരു ഫാൽക്കൺ ആയിരുന്നു. അത് ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് ദുബായിൽ നിന്ന് കുവൈത്തിൽ വന്നത്. കുവൈത്തിൽ വന്നപ്പോഴേക്ക് ഡയറക്ടറും മിനിസ്റ്ററും ഒക്കെ അതിനെ റിസീവ് ചെയ്യാൻ പോയി. അങ്ങനെയാണ് അതിനെ കൊണ്ടുവരുന്ന ഷെയ്ഖിന് കൊടുക്കുന്നത്. അത് പക്ഷെ ഫാൽക്കൺ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ പക്ഷിയെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഹൊബാറ ബസ്റ്റാർഡ് എന്ന് പറഞ്ഞിട്ടാണ്. ഇതിനെ ബ്രീഡ് ചെയ്യുന്നതും നല്ലൊരു ബിസിനസ്സാണ് ശരിക്കും. അതിപ്പോ മൊറോക്കോയിലും ഒക്കെയാണ് അവർ ബ്രീഡിംഗ് ഫാമുകളുണ്ട്. കാരണം ഇതിനെ ബ്രീഡ് ചെയ്തിട്ട് ഇത് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഹൊബാറ പിന്നെ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് വേറെ ഉണ്ട്. പക്ഷെ ഹൊബാറ ബസ്റ്റാർഡ് ആണ്. അറബിയൊക്കെ ഇതിന് വല്ല മെഡിസിനൽ വാല്യൂ ഒക്കെ ഉണ്ടെന്നുള്ള ഒരു ചിന്തയാണ്. അതുകൊണ്ട് ഇതിന് ഇത്രയും വില കൊടുത്ത് അവർ വാങ്ങിക്കാൻ തയ്യാറാണ്. പിന്നെ പർച്ചേസ്, നമുക്കറിയാം, സാധാരണ നമ്മൾ എല്ലപ്പോഴും ഈ കമ്പുകളാണ് പർച്ചായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ ബാക്കിയുള്ള ഫാൽക്കന്റെ കാര്യത്തിൽ ഈ ബോ പർച്ച് തന്നെ വേറെ ഈ ചെറിയ പില്ലർ പോലുള്ള പർച്ച്, ബ്ലോക്ക് പർച്ച്, അങ്ങനെ പലതും യൂസ് ചെയ്യുന്നു. അത് നമുക്ക് വേണമെങ്കിൽ വലിയ ബേർഡ്സിനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. മക്കാവ് പോലത്തെ ബേർഡ്സിനൊക്കെ തന്നെ ഈ കമ്പ് മാത്രം കൊടുക്കുന്നതിന് പകരമായിട്ട് ഇതുപോലെ തന്നെ ഓസ്ട്രോടർഫ് ഉപയോഗിച്ചിട്ട് ബോ പർച്ചും അതുപോലെ തന്നെ ബ്ലോക്ക് പർച്ചൊക്കെ ഉപയോഗിക്കാം. ഇതിന്റെ മോൾട്ടിംഗ് റൂമാണ്. അതായത് 6 മാസം മാത്രമേ ഹണ്ടിങ്ങിന് ഉപയോഗിക്കൂ. വിന്ററിലെ യൂസ് ചെയ്യൂ വേട്ടയാടാൻ വേണ്ടി. അല്ലാത്ത 6 മാസം ഇവരെ ഒരു റൂമിൽ അടച്ചിട്ടിരിക്കുക ചെയ്യുക. അടച്ചിരിക്കുന്ന ഒരു ഇൻഡോർ എൻവയോൺമെന്റിൽ ഇവർക്ക് പറക്കാനൊക്കെ അവസരം കൊടുക്കും. ഇവരിന്ന് ഓരോന്നും ഫെതേഴ്സ് വീഴുന്നൊക്കെ എടുത്തു വെച്ച്, പിന്നെ ഈ ഫെതേഴ്സ് തന്നെ ഒരു പരിപാടി നമുക്ക് തന്നെ ചെയ്യാം. അപ്പൊ ഏതെങ്കിലും നിങ്ങളുടെ അടുത്തൊക്കെ ശരിക്കും ഒരു മെക്കാവ് ഉണ്ട്, മെക്കാവിന്റെ ഫെതർ ഏതെങ്കിലും കളഞ്ഞു പോയി പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും അതിന്റെ പൊഴിയുന്ന സമയത്ത് നമ്മുടെ ഫെദർ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫെദർ മറ്റേ ഫെദറിന്റെ കൂടെ ഫിക്സ് ചെയ്യാൻ പറ്റും. ഇമ്പിങ് അറിയാം ആ ടെക്നിക്ക്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മൾ വിങ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഫെദർ നഷ്ടപ്പെട്ടായിട്ട് അറിയില്ല. അത് ഇതിൽ ഫാൽക്കന്റെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ആയതുകൊണ്ടാണ് നമ്മളൊക്കെ അത് ഇമ്പിങ് ഒക്കെ ചെയ്യുന്നത്. കാരണം ഒറ്റ ഫെദറും മിസ് ചെയ്യാൻ പാടില്ല. കാരണം അത് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അതിന് പകരം അപ്പോഴേക്ക് ഫെദർ ഫിക്സ് ചെയ്യും. പിന്നെ ഇതിന്റെ മാനേജ്മെന്റ് ആണ്, ബേർഡ്സിന്റെ പൊതുവെയുള്ള മാനേജ്മെന്റ് ആണ്. പിന്നെ ഇത് നിങ്ങൾക്കറിയാം, ഇത് നമുക്ക് ഈ കേജസ് ഒക്കെ തന്നെ നമ്മൾ നാട്ടിൽ കിട്ടുന്നതൊക്കെ, കടയൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതൊക്കെ
ഈ ട്രാൻസ്പോർട്ടേഷൻ കേജ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേജ് അങ്ങനെ കേജുകളാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ബ്രീഡിംഗ് കേജും ഫ്ലൈങ് കേജും ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ മെഷർമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു അപ്രോക്സിമേറ്റ് മെഷർമെന്റ് പറഞ്ഞെന്ന് മാത്രം. കാര്യം ബേർഡ്സ് എത്രത്തോളം വലിയ കേജിലാണോ അത്രത്തോളം ബേർഡ്സ് കംഫർട്ടബിൾ ആയിരിക്കും. അപ്പൊ ബേർഡ്സ് വളരെ ഹാപ്പി ആയിരിക്കും, ബേർഡ്സിന്റെ അസുഖങ്ങൾ കുറയും, ബേർഡ്സിന്റെ അകത്ത് തന്നെ നല്ല റിസൾട്ടും കിട്ടും. പക്ഷെ വലിയ ഏവിയറി എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിൽ അത്രത്തോളം ലാഭമാവില്ല. കാര്യം ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് വേണം. അപ്പൊ നമ്മൾ സൂലൊക്കെ കാണുന്ന പോലുള്ള ഏവിയറി വെച്ചിട്ട് അത് നമുക്ക് കാണാനോ അല്ലെങ്കിൽ ഒരു ഷോ പർപ്പസിനൊക്കെ നല്ലതാണ്. പക്ഷെ നമുക്കൊരു ബിസിനസ് ആയിട്ടാണെങ്കിൽ എത്രയെങ്കിലും പൈസ മുടക്കി കേജ് മാത്രമല്ല ഏവിയറി മാത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഏവിയറിക്ക് അകത്ത് നമ്മൾ വിചാരിച്ചതുപോലെ ബേർഡ്സിനെ പിടിച്ച് സൈഡിൽ വെച്ച് അല്ലെങ്കിൽ അതിന്റെ ബ്രീഡ് ചെയ്യാനൊക്കെ എല്ലാത്തിനും പ്രയാസമുണ്ടാവും. ഓരോ സമയവും നമുക്ക് നെറ്റ് വെച്ച് പിടിക്കാനൊന്നും പറ്റില്ല. അപ്പൊ അതിന്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തേന് നമുക്ക് വലിയ ഏവിയറി ശരിക്കും ഒരു ഷോ പർപ്പസിനാണെങ്കിലും ഈ കംഫർട്ടുള്ള അതായത് 6 സെക്കൻഡ് ഒക്കെ ഫ്ലൈ ചെയ്യാനുള്ള സൗകര്യമുള്ള കേജ് കൊടുത്താൽ മാത്രമേ ബേർഡ്സ് വളരെ കംഫർട്ടബിൾ ആവും. അത് തന്നെ കേജസ് തന്നെ ഹൗസിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ബേർഡ്സിന്റെ ഒരു കാര്യം. അതിൽ ഈ കേജസിന്റെ കാര്യം എപ്പോഴും നമ്മൾ സ്റ്റീലിന്റെ മെഷ് ഉപയോഗിച്ചാണ് ഇതിന്റെ കേജ് ഉണ്ടാക്കുന്നത്. അല്ല കേജിന്റെ മെഷ് സൈസ് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് അതിന്റെ ഒരിക്കലും ഈ തല പുറത്തോട്ട് പോകണം. ആ തല പുറത്തോട്ട് ഇടാത്ത തരത്തിലുള്ള മെഷ് ഉപയോഗിക്കുക. അതിന്റെ ആ മെഷിൽ കൂടെ തന്നെ പാമ്പൊക്കെ കിടക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിന് ഒരു പ്ലാസ്റ്റിക് നെറ്റ് അതിനെ കൂടി ചെറിയ നെറ്റ് ഉപയോഗിച്ച് അതിന് കവർ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ കാര്യം ചെയ്യണം, ബേർഡ് റൂമിൽ ഈ കേജ് വെക്കണം. റൂമിൽ കേജ് വെക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. കാരണം തല പുറത്തേക്ക് കിടക്കാത്ത തരത്തിലുള്ള കേജ് ഉണ്ടാക്കിയാൽ മതി. അന്നേരം മെഷ് വെക്കുമ്പോൾ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ ലവ് ബേർഡ് പോലൊക്കെ ആണെങ്കിൽ 2 കേജ് അടുപ്പിച്ചുണ്ടാക്കുമ്പോൾ എപ്പോഴും ഇടക്കുള്ള സ്ഥലത്ത് 2 മെഷ് വെക്കണം. എന്നിട്ട് ഇടക്ക് മരക്കഷ്ണം കൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. അല്ലെങ്കിലുള്ള കുഴപ്പമൊന്നും ആഫ്രിക്കൻ ലവ് ബേർഡൊക്കെ പെട്ടെന്ന് അടുത്ത കൂട്ടിലുള്ള ബേർഡിന്റെ കാലൊക്കെ തന്നെ കടിച്ചു മുറിക്കും. പിന്നെ സ്റ്റീലാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത് നല്ലത്. കാരണം പക്ഷെ ആ പെയിന്റ് ഒക്കെ നമ്മൾ സൂക്ഷിക്കണം. കാരണം പെയിന്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാലൊക്കെ ആ പെയിന്റ് ഇവരെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ഈ ലെഡ് പോയ്സണിങ് ഒക്കെ ഉണ്ടാവുന്നത് എപ്പോഴും നമ്മൾ കരുതേണ്ടതാണ്. അപ്പൊ അത്ര ടോക്സിക് അല്ലാത്ത സ്റ്റീലാകുമ്പോൾ പിന്നെ പ്രശ്നമില്ല. പെയിന്റ് ഏറ്റവും മിനിമം യൂസ് ചെയ്ത് അത് തന്നെ ഇവർക്ക് ഈ പെയിന്റ് ഇങ്ങനെ കടിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും വാച്ച് ചെയ്ത് ആ രീതിയിൽ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യണം. പിന്നെ എപ്പോഴും സസ്പെൻഡഡ് കേജ് ആണ് ഏറ്റവും നല്ലത്. സസ്പെൻഡഡ് ഇത് ഏവിയറിയാണ്. ഏവിയറി നമ്മൾ എപ്പോഴും ബേർഡ്സിന് എപ്പോഴും നമ്മൾ വളരെ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ കൊടുക്കേണ്ടത്. ഓപ്പൺ ആയിട്ടുള്ള കൊടുക്കുമ്പോൾ വേറെ കാര്യം ചെയ്യാം, അവർക്ക് വെയിൽ വേണ്ടാത്തപ്പോഴോ മഴ വേണ്ടാത്തപ്പോഴോ അവർക്ക് മാറി നിൽക്കാനുള്ള സൗകര്യം കൊടുക്കണം. അതായത് ഒരു ഭാഗം നമുക്ക് ഒരു സൈഡ് റൂഫ് കൊടുത്ത് അല്ലെങ്കിൽ ടൈൽസ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ പോളികാർബണേറ്റ് ഷീറ്റ് കൊടുത്തിട്ടോ ചെയ്യാം. അതായത് മഴ ശരിക്കും അവർക്ക് വെയിൽ ആവശ്യം എന്നാൽ മാത്രമേ അവരുടെ ബോണിന് സ്ട്രെങ്ത് വരും. അതിന്റെ ഫർദർ ഇംപ്രൂവ്മെന്റ് എല്ലാറ്റിനും അതിന്റെ ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ തന്നെ വെയിലും മഴയും ഒക്കെ ആവശ്യമാണ്. പക്ഷെ അവർക്ക് വേണ്ടാത്ത സമയത്ത് കയറി നിൽക്കാനുള്ള ഒരു സൗകര്യം നമ്മൾ കൊടുക്കേണ്ടതാണ്. പിന്നെ പോളികാർബണേറ്റ് ഒക്കെ കൊടുത്താൽ ഗുണമെന്ന് അവർക്ക് വേണ്ട ആവശ്യത്തിന് വെയിൽ കിട്ടും. അതേ സമയത്ത് നേരത്തെ മഴയൊന്നും നേരെ തട്ടായിരിക്കും. പിന്നെ മഴ തട്ടിയാലും കുഴപ്പമില്ല. കാരണം ഇവർക്ക് പ്രീൻ ഗ്ലാൻഡ് ഉണ്ട്. പ്രീൻ ഗ്ലാൻഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് യൂറോപീസിയൽ ഗ്ലാൻഡ്. അത് അവർക്ക് ഒരു ഫെദറിന് കോട്ടിങ് കൊടുക്കുന്നുണ്ട്. അത് തന്നെ ഇവർക്ക് എപ്പോഴും വേറെ കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ഈ ബേർഡ്സിന് എപ്പോഴും അവരെ ഫെദേഴ്സ് ഒക്കെ തന്നെ എപ്പോഴും ഓർഡർലി ആയിട്ട് കീപ്പ് ചെയ്യണമെന്നുള്ള അവർക്ക് ഭയങ്കര നിർബന്ധമാണ്. അത് അങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴൊക്കെ അവർ ആ ഫെദർ കൊത്തിക്കളയും. ആ ഫെദർ കൊത്തിക്കളയുന്ന സമയത്ത് പിന്നെ അതൊരു ഫെദർ പെക്കിംഗ് ആയിട്ടുള്ള അതിന്റെ ബിഹേവിയർ, സെൽഫ് മ്യൂട്ടിലേഷൻ ബിഹേവിയർ ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവർക്ക് ഈ കുളിക്കാനൊക്കെ സൗകര്യം കൊടുക്കുന്നത്. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്കറിയാം മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മളെ റോഡിലൊക്കെ വെള്ളമുള്ളപ്പോൾ ഈ കാക്ക ഇറങ്ങി കുളിക്കും, മൈന ഇറങ്ങി കുളിക്കും, ബേർഡ്സ് ഒക്കെ ഇറങ്ങി കുളിക്കും. അത് പട്ടിയും പൂച്ചയൊന്നും ഇറങ്ങി കുളിക്കില്ല. അത് നമ്മൾ ചെയ്യുന്നതാണ്, വീട്ടില് പട്ടിയോ പൂച്ചയൊക്കെ ഉണ്ട് അവരെ കുളിപ്പിക്കും. അത് ബേർഡ്സിന് കുളിക്കാൻ സൗകര്യം കൊടുക്കില്ല. അപ്പൊ ബേർഡ്സിന് എപ്പോഴും അവരെ ഫെദേഴ്സ് കീപ്പ് ചെയ്യാൻ ഈ യൂറോപീസിയൽ ഗ്ലാൻഡിന്റെ സെക്രേഷൻ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. അവരെ നമ്മൾ കുളിക്കാനോ അല്ല അതിന്റെ പോലെ മിസ്റ്റ് സ്പ്രേ ഒക്കെ ചെയ്തിട്ട് അവരെ ആ സൗകര്യം കൊടുക്കും. അവർക്കൊന്നും സ്വെറ്റ് ഗ്ലാൻഡ് ഇല്ല. അതുകൊണ്ട് ടെമ്പറേച്ചർ കീപ്പ് ചെയ്യാൻ ഇതൊക്കെ ആവശ്യമാണ്. പിന്നെ ഇവരെ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനകത്ത് കൊടുക്കേണ്ട വേറെ സംഗതിയാണ് അവർക്ക് കളിക്കാനുള്ള ലാഡറുകൾ, അതുപോലെ തന്നെ ബാക്കിയുള്ള പ്ലേയിങ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ കൊടുത്താൽ മാത്രമേ അവരെപ്പോഴും ഹാപ്പി ആയിരിക്കും.
അല്ല, കാരണം അവർക്ക് എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കണം. അല്ല, ഈവൻ ഫുഡ് വരെ മനുഷ്യന്മാർക്കൊക്കെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു പ്ലേറ്റിൽ വെച്ച് കൊടുക്കുന്നതാണ്. അതേസമയത്ത് ഇവർക്ക് അവർ തന്നെ തപ്പി പിടിച്ചിട്ട് ഫോറേജ് ചെയ്തിട്ട് എടുക്കുന്ന ഫുഡാണ് അവർക്ക് ഇഷ്ടം. അങ്ങനെയൊക്കെ ഉണ്ട് ബേർഡ്സിന്റെ അകത്ത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഇതിൽ കാണാം, ഇത് സസ്പെൻഡഡ് കേജ് ആണ്. അതായത് കേജ് ഗ്രൗണ്ടിൽ നിന്ന് ഒരു 3 അടി ഒക്കെ ഉയരത്തിൽ ഉണ്ടാക്കുക, 4 അടി ഉണ്ടാക്കുക. അന്നുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴുകി കഴിയുമ്പോൾ വെള്ളമൊക്കെ അടിയിലോട്ട് പോകും. ആ വെള്ളം ഈ ചെടികളെ മേലേക്ക് ഫോളിയേഷൻ. ഈ ഫോളിയേഷൻ ചെടികൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ചെടികൾ പിന്നെ ക്രീപ്പേഴ്സ്, വള്ളികളൊക്കെ വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചെടികളുടെ ഇലകളൊക്കെ അവർക്ക് കഴിക്കാനും പറ്റും. അതേപോലെ തന്നെ ഇവരെ ഹ്യൂമിഡിറ്റി കൂട്ടും, അവരെ ബേർഡ് കംഫർട്ടബിൾ ആക്കി നിർത്തും. പിന്നെ ഈ ക്രീപ്പേഴ്സിനെ കൊണ്ട്, വള്ളികളെ കൊണ്ട് വേറൊരു കാര്യമുണ്ട്. കാര്യം നമ്മൾ ഇതിന്റെ ഈ നെസ്റ്റ് ബോക്സിന്റെ ഒക്കെ പല ബേർഡ്സും ഈ ക്രീപ്പേഴ്സിന്, അതായത് മറവുള്ള സ്ഥലത്ത് മുട്ടയിടുന്നതിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ട്. ഈവൻ നമ്മൾ നെസ്റ്റ് ബോക്സോ അല്ലെങ്കിൽ നെസ്റ്റ് ചെയ്യാനുള്ള കല ആണെങ്കിലും ചട്ടിയാണെങ്കിലും അല്ലെങ്കിൽ വേറെ പാത്രമാണെങ്കിലും ഈ ക്രീപ്പേഴ്സിനൊക്കെ ഉള്ളിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മുട്ടയിടാനൊക്കെ കൂടുതൽ താല്പര്യമാണ്. പിന്നെ നമ്മൾ വേറെ കാര്യം ആലോചിക്കേണ്ടത്, ഈ ബേർഡ്സിന്റെ ഒക്കെ മുട്ട, ആഫ്രിക്കൻ ലവ് ബേർഡിന്റെ ആയാലും ചെറിയ ബേർഡ്സിന്റെ കോലൂറിന്റെ ആയാലും മുട്ട വളരെ തിൻഷെൽഡ് ആണ്. ആ തിൻഷെൽഡ് ആയിട്ടുള്ള മുട്ട നമ്മൾക്ക് ചൂട് കൂടുതലുള്ള സമയത്ത് അതൊക്കെ ഡ്രൈ ആയി പോകും. ആ സമയത്ത് നമ്മൾ ഈ ക്രീപ്പേഴ്സോ അല്ലെ ഫോളിയേഷൻ ചെടികളൊക്കെ വളർത്തിയിട്ട് അവിടെ ഹ്യൂമിഡിറ്റി ഒക്കെ കൂട്ടി വെച്ചാൽ മാത്രമേ ആ മുട്ട ഡ്രൈ ആയി പോവാതെ വറ്റിപ്പോവാതിരിക്കും. അത് നമ്മൾ ഒരു കാര്യം ബ്രീഡ് ചെയ്യുമ്പോഴും നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കേണ്ടതാണ്. കാരണം ഓരോ ബേർഡിനും, ഒട്ടകപ്പക്ഷി മുട്ടയിടുന്നത് എവിടെയാണ്? ഒട്ടകപ്പക്ഷി മുട്ടയിടുന്നത് ഡെസേർട്ടിലാണ്. അതുകൊണ്ട് അത് വളരെ തിക്ക് ഷെൽഡ് എഗ്ഗാണ്. അപ്പൊ അത്രയും ഹ്യൂമിഡിറ്റി കുറച്ച് വെച്ചാൽ മാത്രമേ അതിലുള്ള വാട്ടറൊക്കെ വേപ്പറായി പോവും, നന്നായിട്ട് വിരിയുകയും ചെയ്യും. അങ്ങനെയാണെങ്കിലേ വിരിയും. അതേസമയത്ത് നമുക്കറിയാം തിൻഷെൽഡ് എഗ്ഗുള്ള, വളരെ തിന്നായിട്ടുള്ള ഷെല്ലുള്ള എഗ്ഗുള്ള കിളികളൊക്കെ തന്നെ മുട്ടയിടുന്നത് പലപ്പോഴും ഏതെങ്കിലും വള്ളിപ്പടർപ്പിന്റെ ഉള്ളിലോ അല്ലെ അരുവിന്റെ സൈഡിലോ ഒക്കെ ആണ്. കാരണം അവിടെ ഹ്യൂമിഡിറ്റി ഉണ്ട്. ആ ഹ്യൂമിഡിറ്റിയും തണുപ്പും ഒക്കെ ഇവരെ വിരിയാൻ ആവശ്യമാണ്. അപ്പൊ ഓരോ ബേർഡിനനുസരിച്ച് അതിനനുസരിച്ചുള്ള സ്ഥലം തന്നെ നമ്മൾ കൊടുക്കും. നെസ്റ്റ് ബോക്സ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഷേപ്പ് അറിയാം. കാര്യം ഇതിന് ഒരു കോർണർ ആണെങ്കിൽ അതിനൊരു യു ഷേപ്പ്, ആർച്ച് ഷേപ്പിലുള്ള നെസ്റ്റ് ബോക്സ് വേണം. അത് ഒരു ഭാഗത്ത് ദ്വാരത്തിൽ കൂടെ കയറിയിട്ട് മറ്റേ ഭാഗത്ത് പോയി മുട്ടണം. നമുക്ക് വേണമെങ്കിൽ ലാഡറൊക്കെ വെച്ച് കൊടുക്കാം ഈ കയറാൻ വേണ്ടിയിട്ടൊക്കെ. അത് ആഫ്രിക്കൻ ലവ് ബേർഡിന് ഒരു സ്ട്രൈറ്റ് ബോക്സ് തന്നെ, മുകളിൽ ഹോളുള്ള നെസ്റ്റ് ബോക്സ് ആണ് ഏറ്റവും യോജിച്ചത്. അപ്പം അവർക്കും നാച്ചുറൽ ആയിട്ടുള്ള ഓരോ, ചിലത് തെങ്ങിന്റെ പൊത്തില് മുട്ടിടുന്ന പക്ഷികളുണ്ടാവും, ചിലത് പാറക്കെട്ടിന് മുട്ടിടുന്ന പക്ഷികളുണ്ടാവും. അങ്ങനെ ഓരോ തരത്ത് പക്ഷികൾക്കും അതിനനുസരിച്ചുള്ള നെസ്റ്റ് ബോക്സും അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളും കൊടുക്കണം. ഈവൻ നെസ്റ്റിംഗ് മെറ്റീരിയൽ ആണെങ്കിലും, ഇപ്പൊ ചകിരിനാരാണെങ്കിലും അല്ലെ പേപ്പർ അല്ലെങ്കിൽ വേറെ ഇലകളാണെങ്കിലും കമ്പുകളാണെങ്കിലും ഓരോ പക്ഷി നാച്ചുറലി എന്താണോ അത് നെസ്റ്റിംഗ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നത് അത് വെച്ചിട്ട് നെസ്റ്റിംഗ് മെറ്റീരിയൽ കൊടുത്താൽ അത് വളരെ ഹാപ്പി ആയിരിക്കും. പിന്നെ ചട്ടിയും മണ്ണിന്റെ പാത്രം ഉപയോഗിക്കുമ്പോൾ നമ്മൾ നെസ്റ്റിംഗ് മെറ്റീരിയൽ കൂടുതലായിട്ട് കൊടുക്കണം. കാരണം ഈ പാത്രത്തിന് തണുപ്പുണ്ടാവും. ഈ പാത്രത്തിന്റെ തണുപ്പ് ചിലത് ഈ ഹാച്ചിങ്ങിനെ കുറെ അതിനെ തടയും. അപ്പൊ അതുകൊണ്ട് നെസ്റ്റിംഗ് മെറ്റീരിയൽ കൂടുതലായിട്ട് കൊടുക്കണം. പക്ഷെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഈ പാത്രത്തിനായാലും അല്ലെങ്കിൽ ഫിഞ്ചസിനൊക്കെ ചിരട്ട കൊടുത്താൽ തന്നെ മതി. കാര്യം അതിന്റെ കോൺകേവ് ആയിട്ടുള്ള ഒരു അടിഭാഗം ആയതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ കാല് അകന്നു പോകാതിരിക്കാൻ ഹെൽപ്പ് സ്ലൈഡിലേക്കൊക്കെ കുറവായിരിക്കും. കാര്യം നിരപ്പുള്ള ഒരു പെട്ടിയിലുള്ളേക്കാൾ കുഞ്ഞുങ്ങൾക്ക് നിൽക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഈ കോൺകേവ് ആയിട്ടുള്ള അടിഭാഗമുള്ളതാണ്. പക്ഷെ മറ്റേ പെട്ടികളിലാണെങ്കിലും നമ്മള് നെസ്റ്റ് ബോക്സിലാണെങ്കിലും നമ്മൾ കൂടുതൽ നെസ്റ്റിംഗ് മെറ്റീരിയൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ വേറെ കാര്യം, നമ്മൾ ഇതുപോലത്തെ ഈ ബേർഡുകളെ കീപ്പ് ചെയ്യുന്ന റൂമിന്റെ ഡോർ, കേജിന്റെ പെർച്ചിനൊക്കെ അല്ല, ഈ കേജിന്റെ ഡോറിന് പ്രത്യേകത ഉണ്ട്. കാരണം നമ്മൾ ഒരിക്കലും പുറത്തോട്ട്, അതായത് ഓപ്പൺ എയറിലേക്ക് ഓപ്പൺ ചെയ്യുന്ന തരത്തിൽ നമ്മൾ ബേർഡ്സിന്റെ എപ്പോഴും കൂടിന് ഡോർ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ബേർഡിന്റെ ഒരു ബേർഡ് റൂമിലാണെങ്കിൽ അതിനകത്ത് വേറൊരു കൂട് വെച്ച് ഒരു 2 ഡോർ എപ്പോഴും വേണം.
അല്ലെ ഒരു പ്രിപ്പറേറ്ററി റൂമാണ്. അല്ലുള്ള കുഴപ്പം എന്ന് പറഞ്ഞാൽ ഈ പക്ഷികൾ ഇങ്ങനെ നോക്കി നിൽക്കും. നമ്മൾ ഒരു ദിവസം തുറക്കുന്ന സമയത്ത് പക്ഷി ഒറ്റ പറക്കൽ പറക്കുകയും ചെയ്യും ആ വാതിലിനുള്ളിൽ കൂടെ. കാര്യം ഇവർക്ക് ഈ പ്രാവല്ലാതെ ഒരു പക്ഷിയും തിരിച്ചു വരും നമുക്ക് ഉറപ്പില്ല. പ്രാവാണെങ്കിൽ തിരിച്ചു വരും, പക്ഷെ ബാക്കി പക്ഷികളൊക്കെ പറന്ന് പോയാൽ പിന്നെ പോയത് തന്നെ. അതുകൊണ്ട് എപ്പോഴും ഡോറ് ഉള്ളിലേക്ക് തറക്കുന്ന തരത്തിലുള്ള ഡോർ ഉണ്ടാക്കുക. പക്ഷെ ആ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം റൂം കയറി പിന്നെ ആ ഡോർ അടച്ചതിന് ശേഷം മാത്രം അടുത്ത പക്ഷികളെ കേജിലേക്ക് കയറാവുന്ന അവസ്ഥ വേണം. പിന്നെ ഇതുപോലത്തെ കേജുകളിൽ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒറ്റ ഡോറ് മാത്രമേ പാടുള്ളൂ. ആ ഡോറുള്ള ഭാഗത്താണ് നമ്മൾ എപ്പോഴും തീറ്റപാത്രം വെള്ളപാത്രം ഒക്കെ വെക്കേണ്ടത്. അതേസമയത്ത് നെസ്റ്റ് ബോക്സ് എപ്പോഴും വെക്കേണ്ടത് എവേ ആയിട്ട് ഡോറിന്ന് ദൂരെയുള്ള ഭാഗത്താണ്. അതായത് ഒരിക്കലും നമ്മൾ കയറുന്ന സമയത്ത് തീറ്റ കൊടുക്കാനോ വെള്ളം കൊടുക്കാനോ കയറുന്ന സമയത്ത് ഒരിക്കലും ബേഡ്സിനെ ഈ അടയിരിക്കുന്ന ബേഡിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ആ എവേ ആയിട്ടുള്ള ഭാഗത്താണ് നെസ്റ്റ് ബോക്സ് കൊടുക്കേണ്ടത്. ഡോറിന് അടുത്താണ് തീറ്റപാത്രം വെള്ളപാത്രം ഒക്കെ അത് ക്ലീൻ ചെയ്യാൻ സൗകര്യത്തിന് കൊടുക്കേണ്ടത്. പിന്നെ ഈ കമ്പുകൾ കാണുന്നുണ്ട്, ഈ കമ്പുകൾ പെർച്ചാണ്. പെർച്ച് എന്ന് പറഞ്ഞാൽ പക്ഷികൾ നിൽക്കാൻ അവിടെ കമ്പ് നമ്മൾ വെച്ച് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് കയറി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആ കയറി നിൽക്കാൻ പെർച്ച് വെക്കുമ്പോൾ സൂക്ഷിക്കണം. കാര്യം ഒരു സെന്ററിൽ കൂടെ ഒന്നും പെർച്ച് വെക്കാൻ പാടില്ല. കാര്യം അത് അവർക്ക് പറക്കാനുള്ള സ്ഥലമാണ്. ഒരെൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക്, കോർണർ ടു കോർണർ ആയിട്ട് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് അങ്ങനെ മാത്രമേ പെർച്ചുകൾ നമ്മൾ വെക്കാൻ പാടുള്ളൂ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കൂടുള്ള സ്പേസ് അവർക്ക് പറക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം, ഈ പെർച്ചിന്റെ വണ്ണാണ്, ഈ കമ്പിന്റെ വണ്ണം. കാരണം അവര് കാലുകൊണ്ട് പിടിക്കുമ്പോൾ ഈ നഖങ്ങൾ ഓവർലാപ്പ് ചെയ്യാത്ത തരത്തിലുള്ള പെർച്ചാണെങ്കിൽ അതാണ് നല്ലത്. കാര്യം അത്രത്തോളം വണ്ണം വേണം. കാര്യം ആ ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ഭാഗത്ത് ഇഞ്ചുറി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ പെർച്ചിന്റെ ക്വാളിറ്റിയാണ്, ഓരോ ബ്രീഡിംഗ് സീസൺ കഴിഞ്ഞാലും പെർച്ച് മാറ്റണം. ചില പക്ഷികളൊക്കെ ഈ പെർച്ച്, മരത്തിന്റെ പെർച്ച് കടിച്ചു പൊട്ടിക്കുന്ന സ്വഭാവമുണ്ട്. അപ്പൊ നമ്മൾ ചിലരൊക്കെ സ്റ്റീലിൻ്റെതോ അലുമിനിയത്തിന്റെ പൈപ്പാക്കും. പക്ഷെ ഒരിക്കലും ആക്കരുത്. ഈ കടിച്ച് പൊട്ടിക്കാന്നുള്ളത് തന്നെ അവരൊരു ഈ ബീക്ക് ട്രിമ്മിങ്ങിന്റെ അല്ലെ ഒരു ഹോബി ആയിട്ടോ അവർ കളിക്കായിട്ടോ അതിന്റെ ഭാഗമാണ്. അപ്പൊ അത് ആ മരം കടിച്ചു പൊട്ടിക്കാന്നുള്ള അവരെ ഹെൽത്തിന് ആവശ്യമാണ്, ബീക്കിന്റെ ഹെൽത്തിന് ആവശ്യമാണ്. അവർക്ക് അവരെ ടൈം സ്പെൻഡ് ചെയ്യാനും അല്ലെങ്കിൽ അവർ അതിന് പകരം പിന്നെ അവർ ഫെദർ പെക്കിങ് ഒക്കെ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് ആ മരത്തിന്റെ കമ്പ് എത്ര അവർ കടിച്ചു പൊട്ടിച്ചാലും നമ്മൾ മരത്തിന്റെ തന്നെയാണ് പിന്നെയും കൊടുക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു ഫാൽക്കണ്ണൊക്കെ പിന്നെ നമ്മൾ അസ്ട്രോടർഫ് ഉപയോഗിച്ചിട്ട് ഈ ബോ പെർച്ചും അതുപോലെ ബ്ലോക്ക് പെർച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ള നമ്മൾ നാട്ടിലുള്ള ബാക്കിയുള്ള തത്തകൾക്കും അതുപോലെ ബാക്കി എല്ലാ ബേർഡ്സിനും ഇതുപോലത്തെ വുഡൻ പെർച്ചാണ് ആവശ്യം. പിന്നെ ഈ പെർച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ആ വണ്ണത്തിന്റെ കാര്യത്തിൽ പറഞ്ഞു, ഒരു നഖങ്ങൾ നമ്മൾ ഓവർലാപ്പ് ചെയ്യാതെ ജസ്റ്റ് തൊടുന്ന തരത്തിലാണ് വേണ്ടത്. പക്ഷെ ചെറിയ തിക്നെസ് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ ഉള്ള പെർച്ച് ഉണ്ടെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ട്. എന്നാൽ ഒക്കെ റൗണ്ട് ആയിരിക്കണം. കാര്യം ഇത് നിൽക്കുന്ന സമയത്ത് ഒരേ സ്ഥലത്ത് തന്നെ കൂടുതൽ പ്രഷർ വന്നു കഴിഞ്ഞാൽ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഉള്ള സമയത്തും അത് ചെറിയ ഇഞ്ചുറി വരികയൊക്കെ ചെയ്ത ബംബിൾ ഫുട്ട് ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് ഈ പെർച്ച് തന്നെ പല വണ്ണത്തിലുള്ള പെർച്ച് ഉണ്ടെങ്കിൽ പല സ്ഥലത്താണ് പ്രഷർ ഇതിന് കാലിന്റെ അടിയിൽ വരിക. അപ്പം ബംബിൾ ഫുട്ടൊക്കെ വരാനുള്ള സാധ്യത കുറയും. പക്ഷെ വൈറ്റമിൻ എ സപ്ലിമെന്റേഷനും അതിനെ ബാക്ടീരിയൽ ഇൻഫെക്ഷനുള്ള സാധ്യത കുറയും. കാരണം എപ്പോഴും ഒരു വൂണ്ട് വന്ന ഒരു ഇഞ്ചുറി വന്നിട്ട് അതിനുള്ളിലേക്ക് കൂടെ സ്റ്റെഫൈലോകോക്കസ് കയറിയിട്ടാണ് ഈ ഇതുണ്ടാവുന്നത്, ഇവർക്ക് ബംബിൾ ഫുട്ട് ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാവുന്നതാണ് ഈ കൂടിന്റെ മുകളിൽ ഇത് വെച്ചേക്കുന്നത്, ടൈൽസ് വെച്ചേക്കുന്നത്. ഈ ടൈൽസ് വെച്ചതെന്ന് പറഞ്ഞാൽ അവർക്ക് അടിയിൽ നിൽക്കാൻ പറ്റും. മഴ പെയ്യുമ്പോൾ മഴ ആവശ്യമില്ലെങ്കിൽ, അല്ലെങ്കിൽ അല്ലെങ്കിൽ വെയിലുള്ളപ്പോഴും വെയിൽ കൊള്ളാതിരിക്കണമെങ്കിൽ അവർക്ക് നിൽക്കാൻ പറ്റും. പിന്നെ ഈ കേജ് ക്ലീനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു 3-4 ഡേയ്സിൽ തന്നെങ്കിലും ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്ത് അല്ലെങ്കിൽ ബാക്കി ഡിസിൻഫെക്റ്റൻസ് യൂസ് ചെയ്യണം. അടിയിലൊക്കെ ചില ബ്രീഡേഴ്സ് ഒക്കെ അടിയിൽ ഉപയോഗിക്കുന്ന കേജ് ലൈനിങ് മെറ്റീരിയൽ ആയിട്ട് ചാക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. ചാക്ക് വിർക്കോൺ എന്നുള്ള ഡിസിൻഫെക്റ്റന്റിൽ മുക്കി ഉപയോഗിക്കാറുണ്ട്. ചില പേപ്പേഴ്സ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ചില നിലത്ത് തന്നെ ഉപയോഗിക്കുന്നവർ ചിലർ അവര് സോഡസ്റ്റ് അല്ലെങ്കിൽ മണല് അങ്ങനെ പലതും താഴെ ഏവിയറിയുടെ താഴെ ഉപയോഗിക്കാറുണ്ട്. ഇത് ഡിസിൻഫെക്റ്റന്റിൽ മുക്കിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഉണക്കിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ, ചാക്കൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഒരിക്കലും അവിടുന്ന് പിന്നെ ഇൻഫെക്ഷൻ വേറെ വരില്ല. അപ്പൊ കഴുകി ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ വെള്ളപ്പാത്രം ഒക്കെ തീറ്റപാത്രം ഒക്കെ ദിവസം തന്നെ ക്ലീൻ ചെയ്യണം. മറ്റേ കേജ് ഒരു 3-4 ദിവസത്തിൽ ഒരിക്കലെങ്കിൽ അത് ഒരിക്കലും 3-4 ദിവസം എന്നുള്ളത്
4 ദിവസമുള്ള 5 ദിവസം ആകാൻ പാടില്ല. ഒരു ദിവസം നേരത്തെ അയക്കണം. അങ്ങനെ അത്രയും ക്ലിയർ ആയിട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് ബേർഡ്സിന് മാക്സിമം അസുഖമൊന്നും ഇല്ലാതെ നമുക്ക് മാക്സിമം റിസൾട്ട് കിട്ടും. പിന്നെ ഇത് നമ്മളിപ്പം വെള്ളം ഷവർ ചെയ്യുകയാണെങ്കിലോ മിസ്റ്റ് ചെയ്യുകയാണെങ്കിലോ സ്പ്രേ ചെയ്യുകയാണെങ്കിലോ ഒക്കെ ആ വെള്ളം ചെടികൾക്ക് ഉപയോഗിക്കാനും പറ്റും. ചെടികൾക്ക് വെള്ളം കിട്ടുകയും ചെയ്യും. അപ്പം ബാക്കിയുള്ള ഇത് ഉള്ളിലേക്ക് തന്നെ ഇലകളൊക്കെ കയറിക്കഴിഞ്ഞാൽ ഇലകളൊക്കെ അപ്പൊ ആ തരത്തിലുള്ള ചെടികൾ ഉണ്ടാക്കുക. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇപ്പം ചെമ്പരത്തിയാണ് മൾബറി ആണെങ്കിൽ അങ്ങനെ ഇവർക്ക് തീറ്റ എടുക്കാൻ താല്പര്യമുള്ള തരത്തിലുള്ള ഇലകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലതാണ്. ഇത് നേരത്തെ പറഞ്ഞു, ഞാൻ ചട്ടിക്ക് പകരമായിട്ട് ചിരട്ട ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല. പക്ഷെ അത് ഇതേ ചിരട്ടയുടെ അതേ എഫക്റ്റ് ആണ് നമ്മൾ വുഡ് ഉപയോഗിച്ചിട്ടുള്ള ഏത് നെസ്റ്റ് ബോക്സ് ഉപയോഗിച്ചാലും. പിന്നെ ഫീഡിങ്ങിനെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. കാരണം നമുക്ക് ഫുഡിൽ എപ്പോഴും ഒരു 75% ഫോർമുലേറ്റഡ് ഡയറ്റും 25% സീഡ്സും അത് തന്നെ ഫ്രൂട്ട്സും എല്ലാം ഉൾപ്പെടുത്തുന്നതാണ് നല്ലത്. കാര്യം നമുക്കറിയാം, ഈ ബേർഡ്സ് ഒക്കെ തന്നെ വൈൽഡിലുള്ള സമയത്ത് തൗസൻഡ്സ് ഓഫ് കിലോമീറ്റേഴ്സ് പറക്കുന്ന പക്ഷികളാണ്. ആ പറക്കുന്ന സമയത്ത് അവർ കൂടുതലായിട്ട് കഴിക്കുന്നത് ഫ്രൂട്ട്സ് ഉണ്ട്, ലീവ്സ് ഉണ്ട്, വെജിറ്റബിൾസ് കഴിക്കും, അതുപോലെ തന്നെ സീഡ്സ് കഴിക്കും, എല്ലാം കഴിക്കും. ആ സമയത്ത് അതേ പക്ഷിയെ നമ്മൾ കൊണ്ടുപോയിട്ട് വെറും സൺഫ്ലവർ സീഡോ അങ്ങനെ മറ്റും മാത്രം കൊടുത്ത് വളർത്തി കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് അസുഖങ്ങൾ വരും. കാര്യം സൺഫ്ലവർ സീഡൊക്കെ അവർ കൂടുതലായിട്ട് കഴിക്കും. കാരണം നമ്മളെ മനുഷ്യന്മാരെ പോലെ തന്നെ ഈ എണ്ണയുള്ള ഓയിൽ സീഡ് കൂടുതൽ ടേസ്റ്റിയാണ്. അതുകൊണ്ടാണ് അവർ സൺഫ്ലവർ സീഡ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ അവർ വൈൽഡിലുള്ള സമയത്ത് വല്ലപ്പോഴും ഒരിക്കലാണ് അവർക്ക് ഇതുപോലത്തെ ഓയിൽ സീഡ്സ് ഒക്കെ കിട്ടുന്നത്. പക്ഷെ അത് കൂടുതലായിട്ട് കഴിക്കുന്നത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെയാണ്. പിന്നെ അത് തന്നെ നോൺ വെജ് ആയിട്ടുള്ളത്, അതായത് മൈന പോലുള്ള പക്ഷികളാണെങ്കിൽ അതിൽ മീൽ വേംസ്, അതുപോലെ തന്നെ ക്രിക്കറ്റ്സ്, അതുപോലെ തന്നെ പുൽച്ചാടി എല്ലാം തന്നെ കഴിക്കും. നമുക്കറിയാം കാക്കകൾ എന്തൊക്കെ കഴിക്കുന്നുണ്ട്, ഇറച്ചി കഴിക്കും, മീൻ കഴിക്കും, എല്ലാം കഴിക്കും, കോഴി കഴിക്കും. അപ്പൊ ബേർഡ്സിനെ പറ്റി പലർക്കും ഒരു തെറ്റിദ്ധാരണയാണ്, ഒരു വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്. അങ്ങനെയല്ല. അവര് ഈവൻ പാരറ്റ്സിനെ വരെ ചിക്കനൊക്കെ കൊടുത്ത് വളർത്തിയിട്ട് നല്ല ഗ്രോത്ത് കിട്ടുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്. ബ്രീഡേഴ്സ് ഇവിടെ മദ്രാസിലൊക്കെ തന്നെ ഉണ്ട്. അവര് ചിക്കനും മീറ്റും ഒക്കെ തന്നെ കൊടുത്തിട്ട്, അപ്പൊ അത് എഗ് ഫുഡ് നമുക്ക് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈവൻ മീറ്റ് വരെ കൊടുത്തിട്ട് നല്ല വളർച്ച കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. റെഗുലർ ഫുഡ് അല്ല പാരറ്റ്സിന്റെ അല്ലെങ്കിൽ ബാക്കിയുള്ള ബേർഡ്സിന്റെ റെഗുലർ ഫുഡ് അല്ല ചിക്കൻ ഒന്നും. പക്ഷെ അങ്ങനെ കൊടുത്ത് വളർത്താവുന്നതാണ്. നമുക്കറിയാം ഈ കാളകളൊക്കെ വളർത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ചിക്കനൊക്കെ കൊടുക്കാതെ കാളകൂട്ടിന് ഉപയോഗിക്കുന്ന കാളകൾക്ക് ചിക്കൻ കൊടുക്കുക. ഇതൊക്കെ ചില ബൈപ്പാസ് പ്രോട്ടീനുകളും കാരണം കംപ്ലീറ്റ് പ്രോട്ടീനുകളും കിട്ടുന്നതുകൊണ്ടാണ് അത് കൊടുത്തിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നത്. സാധാരണ കൊടുക്കുന്ന സാധനമല്ല ചിക്കനൊന്നും. അപ്പൊ അതിന് സീഡ്സ് ഒന്ന് ഫോർമുലേറ്റഡ് ഡയറ്റ് ഞാൻ പറഞ്ഞു, സോഫ്റ്റ് ഫുഡ്, അതായത് നമുക്ക് അത് ഫോർമുല വെച്ചിട്ട് ബ്രെഡ് ക്രംസും എഗ്ഗും അതുപോലെ തന്നെ ബാക്കിയുള്ള സോയ കേക്കും അങ്ങനെ ഇതെല്ലാം ഓയിലുകളൊക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ്. പിന്നെ സീഡ്സിന്റെ കാര്യം പറയുമ്പോൾ തന്നെ സീഡ്സ് 3 ടൈപ്പ് ഉണ്ട്. സീരിയൽസ് ഉണ്ട്, പൾസസ് ഉണ്ട്, ഓയിൽ സീഡ് ഉണ്ട്. ഈ സീരിയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാർബോഹൈഡ്രേറ്റ് ഉള്ള, അതായത് ഗോതമ്പായാലും അരി ആയാലും ചോളായാലും അതുപോലത്തെയാണ് സീരിയൽസ്. അതിന് കാർബോഹൈഡ്രേറ്റ് ആണ് കിട്ടുക. പിന്നെ പൾസസ് ആണ് ഏറ്റവും പ്രധാനം. പൾസസ് ആണ് അതിലുള്ള പ്രോട്ടീൻ. കടല വർഗത്തിൽപ്പെട്ട എല്ലാ മൂങ്ദാലാണെങ്കിലും മറ്റേ വേറെ കടല, എല്ലാ കടലകളും ഇതിൽ പെട്ടതാണ്, പ്രോട്ടീൻ കിട്ടുന്നതാണ്. അപ്പൊ സ്പ്രൗട്ടഡ് ആയിട്ടുള്ള കടലകൾ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ പ്രോട്ടീൻ കിട്ടും. അപ്പൊ അവര് ഗ്രോത്ത് കൂടുതൽ ഇംപ്രൂവ്ഡ് ആയിരിക്കും. പിന്നെ വെജിറ്റബിൾസ് നമ്മളെ ക്യാരറ്റ് കൊടുക്കാം, ബീട്രൂട്ട് കൊടുക്കാം, അതുപോലെ തന്നെ വേറെ കാബേജ് കൊടുക്കാം. അങ്ങനെ ടോക്സിക് അല്ലാത്ത എല്ലാ വെജിറ്റബിൾസും കൊടുക്കാം. എല്ലാം തന്നെ വാഷ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഫ്രൂട്ട്സ്, പപ്പായ, ഗോവ, ആപ്പിള്, അങ്ങനത്തെ പോംഗ്രനേറ്റ്, എല്ലാ ഫ്രൂട്ട്സും ഇവർ കഴിക്കും. ലൈഫ് ഫുഡ്സ് ആണ് നേരത്തെ പറഞ്ഞ മീൽ വേംസ് കൊടുക്കാം, ക്രിക്കറ്റ്സ് കൊടുക്കാം, അങ്ങനെയൊക്കെ കൊടുക്കാം. മീൽ വേംസ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് കമേഴ്ഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുക. പിന്നെ ഡയറി ആൻഡ് മീറ്റ്. ഡയറി എന്ന് പറഞ്ഞാൽ പാല്, ശരിക്കും ലാക്ടേസ് എൻസൈം ഇല്ലെങ്കിലും ഒരു കാൽഷ്യം സപ്ലിമെന്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ സോഫ്റ്റ് ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിന് പാൽ ഒഴിച്ചു കൊടുക്കുന്നതിനും കുഴപ്പമില്ല, നല്ലതാണ്. പിന്നെ ചിലരൊക്കെ ചീസ് കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ ഡയറി പ്രൊഡക്ട്സ് കൊടുക്കാറുണ്ട്. പിന്നെ മീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാൽക്കൺസ് അതുപോലെ തന്നെ ഒക്കെ മീറ്റ് ഇഷ്ടം പോലെ കൊടുക്കാം. മീറ്റ് മാത്രം കൊടുത്താൽ തന്നെ മതി. പിന്നെ ബാക്കിയുള്ളതിനും കൊടുത്തു കഴിഞ്ഞാൽ നല്ല പ്രോട്ടീനുള്ള ഗുണം കിട്ടും. പിന്നെ ഹണി നെക്ടർ മിക്സ്, അത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടാണ്, ലോറീസിനും ലോറിറ്റീസിനാണ്. പിന്നെ കളറിംഗ് ഫുഡ്സ്. കളറിംഗ് ഫുഡ്സ് പറഞ്ഞാൽ പ്രത്യേകിച്ചും അത് ഇപ്പോൾ അവൈലബിൾ ആണ് സിന്തറ്റിക് ആയിട്ടുള്ള കളറിംഗ് ഫുഡ്സ്. റെഡ് ഫാക്ടർ, കാനറിക്ക് വേണ്ടിയിട്ടുള്ളത്
ഈ മൗൾട്ടിംഗ് പീരീഡിൽ ഒന്നുകിൽ കളേർഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, ക്യാപ്സിക്കം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ബീട്രൂട്ട് അല്ലെങ്കിൽ ക്യാരറ്റ്, അങ്ങനെ കളേർഡ് വെജിറ്റബിൾസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കളർ കിട്ടും. അല്ലെ സിന്തറ്റിക് ആയിട്ടുള്ള കളറിംഗ് ഫുഡ്സ് ഉപയോഗിക്കാം. പിന്നെ ടേബിൾ ഫുഡ്സ്, നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ, റൈസ് ഒക്കെ നമ്മൾ കഴിക്കുന്ന ഫുഡ് കൊടുക്കാം. പിന്നെ ഗ്രിറ്റ് ആൻഡ് കട്ടിൽ ഫിഷ്. അപ്പൊ അതിന്റെ അതായത് ഇവർക്കറിയാം ഡൈജഷൻ, അവർക്ക് പല്ലില്ല, ബേർഡ്സിനൊന്നും പല്ലില്ല. ആ പല്ലിന് പകരമായിട്ടുള്ള പണിയൊക്കെ എടുക്കുന്നത് അവരെ വയറ്റിലുള്ള ഗിസാർഡ് എന്ന് പറഞ്ഞ പാർട്ടാണ് ക്രഷ് ചെയ്യുന്നത്. അപ്പം ആ ക്രഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ചെറിയ സ്റ്റോൺസ് ഒക്കെ ആവശ്യമാണ്. അത് തന്നെ ഗ്രിറ്റ് ആൻഡ് കട്ടിൽ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അവരെ കാൽഷ്യം സപ്ലിമെന്റേഷനും കൂടി നടക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു കാര്യം, കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഫുഡിനെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡോക്ടർ ജിനു എടുത്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ബാക്കി എല്ലാ സ്ലൈഡ്സും ഒഴിവാക്കിയത്. കാരണം അത് തന്നെ ഒരു ക്ലാസ്സിനകത്തുണ്ട്. പിന്നെ എഗ് ഫുഡ് വളരെ ഫോർമുലേറ്റഡ് ബൈ ഏവിയൻ വെറ്റ്സ്. കാരണം എഗ് ഫുഡ് വളരെ നല്ലൊരു സപ്ലി. കാരണം എഗ് പ്രോട്ടീൻ എന്നുള്ള ഏറ്റവും നല്ല പ്രോട്ടീനാണ്. അതുകൊണ്ട് എഗ് ഫുഡ് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഞാൻ ഇത് കാണിച്ചു. കാര്യം ഇത് തുടക്കക്കാർക്ക് മാത്രമാണ്. പലരും വിചാരിക്കും ബഡ്ജീസ് ഇതൊക്കെ തന്നെ വെജിറ്റബിൾസ് മാത്രമല്ല, സീഡ്സ് മാത്രമേ കഴിക്കുന്നു. സീഡ്സ് ഏറ്റവും കുറച്ചേ കൊടുക്കാൻ പാടുള്ളൂ. ഓയിൽ സീഡ് പ്രത്യേകിച്ച് ആഫ്രിക്കൻ ഗ്രേ പാരറ്റിനും അത്തറോസ്ക്ലെറോസിസും അതന്നെ ഒബേസിറ്റിയും ഒക്കെ ഡെവലപ്പ് ചെയ്യും. കാരണം ഈ എത്രയെങ്കിലും കിലോമീറ്റർ പറക്കുന്ന പക്ഷിക്ക് ഓയിൽ സീഡ് കൊടുത്താൽ കുഴപ്പമില്ല. കാരണം അവർക്ക് അത് എനർജി ബേൺ ചെയ്ത് പോകും. അതേസമയത്ത് അല്ലാത്ത ബേർഡ്സിന് ഏറ്റവും കുറച്ച് മാത്രമേ ഓയിൽ സീഡിന്റെ ആവശ്യമുള്ളൂ. പിന്നെ യങ് ബേർഡ്സിന്റെ ഫീഡിങ് ആണ്. കാരണം ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ കൊടുത്താൽ മതി. കാര്യം ആദ്യത്തെ ദിവസം ഫീഡിന്റെ ആവശ്യമില്ല എന്ന് പറയാൻ കാര്യം, ഇതിലൊക്കെ തന്നെ യോഗ് സാക്ക് ഉണ്ടാവും. യോഗ് സാക്ക് കാരണം പക്ഷികൾക്കൊക്കെ ആദ്യത്തെ 1-2 ദിവസമൊക്കെ 3 ദിവസം 2 ദിവസവും വരെയൊക്കെ ചില പക്ഷിക്ക്, കാരണം അതിലുള്ള ഈ മുട്ടയിലെ മഞ്ഞക്കരു തന്നെ അതിന് സപ്ലിമെന്റ് ആയിട്ട് വേറെ വയറ്റിലുണ്ടാവും. അതുകൊണ്ട് ആദ്യത്തെ ദിവസം നമ്മൾ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ മാത്രം കൊടുത്താൽ മതി. പിന്നെ രണ്ടാമത്തെ ദിവസം മുതൽക്കാണ് കൂടുതൽ സമയങ്ങളിൽ നമ്മൾ ഈ ഹാൻഡ് ഫീഡിങ് ഫോർമുല കൊടുക്കുന്നത്. ആ ഹാൻഡ് ഫീഡിങ് ഫോർമുലയുടെ തിക്നെസ് ആണ് ഇതിൽ പറഞ്ഞത്. രണ്ടാമത്തെ ദിവസം നമ്മൾ ശരിക്കും പകല് എല്ലാ 2 മണിക്കൂറിലും കൊടുക്കണം, രാത്രി 3 മണിക്കൂറിൽ. കാരണം ഇതില് ഫോർമുലയും വാട്ടറും തമ്മിലുള്ള റേഷ്യോ ആണ്. അത് ഹാൻഡ് ഫീഡിങ് ഫോർമുല 10 മുതൽ 20%, വെള്ളം 80 മുതൽ 90%. എന്ന് പറഞ്ഞാൽ വളരെ നേർപ്പിച്ച രീതിയിലാണ് ആ രണ്ടാമത്തെ ദിവസം കൊടുക്കേണ്ടത്. പിന്നെ മൂന്നാമത്തെ ദിവസം മുതൽ 5-ാമത്തെ ദിവസം ആകുമ്പോഴേക്ക് പകല് 5 തവണയും കൊടുക്കണം, രാത്രി 2 തവണയും. അപ്പൊ കൊടുക്കേണ്ട ഫോർമുല ഉപയോഗിക്കേണ്ട 20 മുതൽ 50% വരെ, ഏകദേശം പകുതി കുറച്ച് കുറവായിട്ട് ഫോർമുല, അതിൽ കുറച്ച് കൂടുതലായിട്ട് വെള്ളം ഉപയോഗിക്കുക. അതായത് ആദ്യത്തെ ദിവസം വെറും വെള്ളമാണ് കൊടുക്കുന്നത്, രണ്ടാമത്തെ ദിവസം കുറച്ച് വെള്ളം കൂടിയ ഹാൻഡ് ഫീഡിങ് ഫോർമുല നേർപ്പിച്ചാണ് കൊടുക്കുന്നത്, മൂന്നാമത്തെ ദിവസം കുറച്ചും കൂടി ടൈറ്റ് ആയിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ഡേ 5 മുതൽ 10 വരെ പകല് 4 ഫീഡും രാത്രി 1 ഫീഡും കൊടുക്കാം. അതിലും ഹാൻഡ് ഫീഡിങ് ഫോർമുല 50 to 75%, വെള്ളം 25 to 50%. പിന്നെ 10 മുതൽ 25 വരെ ദിവസം 4 തവണ പകല് മാത്രം കൊടുത്താൽ മതി. 4 തവണ കൊടുക്കുക. അത് 75% ഹാൻഡ് ഫീഡിങ് ഫോർമുല, 25% വെള്ളം. കാരണം വെള്ളം പിന്നെയും കുറയ്ക്കുക. അത് പിന്നെ ആ രീതിയിൽ പിന്നെ കൊടുത്താൽ മതി. 10 മുതൽ 25 ദിവസം, 25 മുതൽ 35 ദിവസം, ഡേ 3 ടൈം, 25 പിന്നെ 35-40 ദിവസം വരെ 2 സമയം കൊടുക്കുക. പിന്നെ 40-ാമത്തെ ദിവസം വൺസ് ഡെയിലി അല്ല 2 തവണ കൊടുക്കുകയും ചെയ്യാം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്കറിയാം ഇതിൽ പലരും ഈ ഹാൻഡ് ഫീഡിങ് ഫോർമുല കുഞ്ഞുങ്ങൾക്ക് നന്നായി കൊടുക്കുന്നവരാണ്. ഇത് കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ ഭാര്യമാർ തന്നെ അത്ഭുതപ്പെട്ടു. കാര്യം സ്വന്തം മക്കളെ തിരിഞ്ഞു പോലും നോക്കാത്ത ആശാന്മാരാണ്. ഈ ഒരു കിളി കുഞ്ഞുണ്ടായപ്പോഴേക്ക് അതിനെ പറ്റിയത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിന് ഓരോ മണിക്കൂറും 2 മണിക്കൂർ ഇടവിട്ടിട്ടൊക്കെ ഇങ്ങനെ തീറ്റ കൊടുക്കുന്നത്. അവരെ സ്നേഹമാണ് അത് കാണിക്കുന്നത്. കാര്യം സ്വന്തം മക്കളെ നോക്കുന്നതിനേക്കാൾ സ്നേഹത്തോടു കൂടിയാണ് എല്ലാവരും പക്ഷി കുഞ്ഞുങ്ങളെ നോക്കുന്നത്. അങ്ങനെ നോക്കിയാൽ മാത്രമേ ഒരു ബാക്കിയായി കിട്ടുകയുള്ളൂ. ആദ്യം നമുക്ക് ഹാൻഡ് ഫീഡിങ് ഫോർമുല കൊടുക്കണം. ഓറൽ ഫീഡിങ്ങിൽ തന്നെ പല ടെക്നിക്സ് ഉണ്ട്. കാരണം കൈകൊണ്ട് തന്നെ കൊടുക്കാം. കൈകൊണ്ട് കൊടുത്തിട്ട് പറ്റിയില്ലെങ്കിൽ കൊടുത്ത് വായിൽ മാത്രമേ കഴിയുന്നത് കൊടുക്കുക. പിന്നെ അല്ലെങ്കിൽ അതിനുള്ള ഹാൻഡ് ഫീഡിങ് സിറിഞ്ച് ഉണ്ട്, സ്പൂണ് ബെൻഡ് ചെയ്തിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ക്രോപ്പ് ഫീഡിങ് യൂണിറ്റിൽ ഉപയോഗിച്ച് വായ തന്നെ കൊടുക്കാം. ക്രോപ്പ് ഫീഡിങ് കഴിയുന്നത് ഒഴിവാക്കണം. കാരണം അത്
എല്ലാവരും എളുപ്പത്തിന് ചെയ്യുന്ന ഒരു പണിയാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. കാര്യം ക്രോപ്പ് ഫീഡിങ് അധികം ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഈ ക്രോപ്പിന്റെ വോളിയം എന്ന് പറഞ്ഞാല്, അതായത് ഒരു പക്ഷിയുടെ ക്രോപ്പിൽ കൊടുക്കാവുന്ന അളവ് എന്ന് പറഞ്ഞാൽ ശരിക്കും 50 ml per kg ആണ്. 1 കിലോ ഉള്ള പക്ഷിയുടെ ക്രോപ്പിന് ആകെ വോളിയം അതിൽ ഉൾക്കൊള്ളാവുന്ന 50 മില്ലിയാണ്. അതിന്റെ തന്നെ ശരിക്കും 2/3 മാത്രമേ ആദ്യം 1/3 കൊടുക്കുക, പിന്നെ 2/3 ആയിട്ട് ഇൻക്രീസ് ചെയ്യുക. അതൊരു 20 മില്ലി മുതൽ 30 മില്ലി വരെ മാത്രമേ 1 കിലോ ഉള്ളതിന് കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഒരു തവണ മാക്സിമം അത്രേ കൊടുക്കാൻ പാടുള്ളൂ. ആ സമയത്ത് നമ്മളെ ആൾക്കാർ പലപ്പോഴും എന്തെന്നറിയോ, അധികം മെനക്കെടാൻ പറ്റാത്തത് കൊണ്ട് കൊടുക്കുമ്പോൾ തന്നെ ക്രോപ്പ് ഫുള്ളായിട്ട് അങ്ങോട്ട് സിറിഞ്ച് വെച്ച് അടിച്ചു കൊടുക്കും. അപ്പൊ അങ്ങനെ അടിച്ചു കൊടുക്കുമ്പോഴാണ് ക്രോപ്പിന് കൂടുതൽ ഡാമേജ് വരിക. സോർ ക്രോപ്പ് വരും, ദഹനം മര്യാദക്ക് നടക്കില്ല. പിന്നെ വേറെ കാര്യം, ഇതിന്റെ ടെമ്പറേച്ചർ നമ്മൾ ഹാൻഡ് ഫീഡിങ് ഫോർമുലൊക്കെ ഉണ്ടാക്കിയിട്ട് അത് വെള്ളമായിട്ട് മിക്സ് ചെയ്ത് അതിന്റെ ടെമ്പറേച്ചർ എപ്പോഴും ഒരു 38 to 41 ഡിഗ്രി, ഒരു 40 ഡിഗ്രി ആവറേജ് സെന്റിഗ്രേഡ് ആവറേജ് വേണം. അതിൽ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. കൂടിക്കഴിഞ്ഞാൽ ക്രോപ്പ് പൊള്ളിപ്പോകും. അത് ശരിക്കും ചൂട് നോക്കിയില്ലെങ്കിൽ ക്രോപ്പ് പൊള്ളിയിട്ട് ആ ക്രോപ്പ് ഫിസ്റ്റുലൊക്കെ ഉണ്ടാവും. എനിക്ക് ഒരുപാട് കേസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെയാണ് തണുത്തതും. കാര്യം ഒരു ദിവസത്തേക്കുള്ള മാത്രമേ ഉണ്ടാക്കാവൂ. അത് 5-6 മണിക്കൂർ കൊണ്ടെങ്കിലും ആ ഹാൻഡ് ഫീഡിങ് ഫോർമുല തിന്ന് കഴിയണം. ഒരു 6 മണിക്കൂറോ കഴിയുമ്പോഴേക്ക് തന്നെ അണുക്കൾ ഉണ്ടാവും. അപ്പൊ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് ഉപയോഗിക്കരുത്. അത് പലപ്പോഴും പലരും യൂസ് ചെയ്യാറുണ്ട്. അത് തന്നെ പിറ്റേന്ന് യൂസ് ചെയ്യും, അതിനെ തണുപ്പ് വിടാതെ കൊടുക്കുകയും ചെയ്യും. തണുപ്പ് വിടാതെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴേക്ക് പിന്നെ ആ ക്രോപ്പിൽ ഫെർമെന്റേഷൻ നടന്നിട്ട് ആ സോർ ക്രോപ്പ് ഒക്കെ ഉണ്ടാവും. മറ്റേ ചൂടുള്ള കൊടുത്താൽ ക്രോപ്പ് ബേൺ ഉണ്ടാവും. മറ്റേത് ക്രോപ്പിൽ ഇത് ഡാമേജ് ആയിട്ടുള്ള ഫുഡ്, തണുത്ത ഫുഡ് പോയി സോർ ക്രോപ്പ് ഉണ്ടായിട്ട് അതും ക്രോപ്പ് ഫിസ്റ്റുൽ ഉണ്ടാവും. ചിലത് പെൻഡുലസ് ക്രോപ്പ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കുക, അത് നല്ല ടെമ്പറേച്ചറിൽ കൊടുക്കുക, അതിന് ഈ പറഞ്ഞ ഇന്റർവെല്ലിൽ കീപ്പ് ചെയ്തിട്ട് തന്നെ കൊടുക്കുക. എല്ലാം കൂടി കൂടുതൽ ക്വാണ്ടിറ്റി ഒരുമിച്ച് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് ക്രോപ്പ് ഫീഡിങ് നീഡിലാണ്, ട്യൂബ്, അത് കിട്ടും. പക്ഷെ അത് അത്യാവശ്യത്തിന് മാത്രം സിക്ക് ബേർഡ്സിനൊക്കെ യൂസ് ചെയ്യാന്നല്ലാതെ കഴിയുന്ന ഓറൽ ഫീഡിങ് മാത്രം ഫോളോ ചെയ്യുക. പിന്നെ അത് അവോയ്ഡ് ചെയ്യേണ്ട ഫുഡുകളാണ് അവക്കാഡോ, ബട്ടർ ഫ്രൂട്ട്, പിന്നെ സിട്രസ് ഫ്രൂട്ട്സ് അധികം കൊടുക്കരുത്. കാര്യം കൊടുത്താൽ മുന്തിരി കൊടുക്കുന്നൊന്നും കുഴപ്പമില്ല, പക്ഷെ കൂടുതലായിട്ട് ഓറഞ്ചും മുന്തിരി ഒന്നും കൊടുക്കാതിരിക്കുക. പിന്നെ ബനാന, അത് പക്ഷെ മേലെ മുഖത്ത് ഒട്ടിപ്പിടിക്കുന്നുള്ളതുകൊണ്ടാണ്, അല്ല വേറെ കുഴപ്പമുണ്ടായിട്ടല്ല. പിന്നെ ആൽക്കഹോൾ, കഫീൻ, പിന്നെ ചോക്ലേറ്റ്, റുബാബ്, ഇതൊന്നും കൊടുക്കാൻ പാടില്ല. കാരണം ഇതിലൊക്കെ ഈവൺ ഇതിനുള്ള സീഡ്സ് ഉണ്ടല്ലോ, ആപ്പിൾ സീഡൊക്കെ, അതിലൊക്കെ സയനൈഡ് ഉണ്ട്. അവക്കാഡോയിലാണെങ്കിൽ ഈ റെസിൻ ഉണ്ട്, പേഴ്സിൻ ഉണ്ട്, ഫാറ്റി ആസിഡ് ഡെറിവേറ്റീവിലെ പോയ്സണസ് ആയിട്ടുള്ള. അപ്പൊ അതൊക്കെ നമ്മൾ വളരെ സൂക്ഷിക്കുക. ഫുഡ് കൊടുക്കുന്നതിൽ പോയ്സണസ് ആയിട്ടുള്ള കൊടുക്കാതിരിക്കുക. പിന്നെ ഗ്രൂമിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ബേർഡ്സിനെ മാനേജ് ചെയ്യുന്നതിൽ ഇവർക്ക് കുളിക്കാനുള്ള സൗകര്യം നിർബന്ധമായിട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ ഫെദർ ഓർഡറിലായിട്ട് വെക്കാനും അവരെ ടെമ്പറേച്ചർ അവർക്ക് കീപ്പ് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ അവർ വളരെ ഹാപ്പി ആയിരിക്കും. അവര് വേറെ ഒരുപാട് അസുഖങ്ങൾ, അതായത് നമ്മുടെ ഈ ഫെദർ പാക്കിംഗ് പോലത്തെ അസുഖങ്ങൾ കുറയ്ക്കാനും സഹായിക്കും. അല്ലാത്തവർക്കാണ് ഫെദർ ഷവേഴ്സ് കൊടുക്കണം. ഷവേഴ്സ് കൊടുത്താൽ അവർ നന്നായിട്ട് എൻജോയ് ചെയ്യും, അവർക്ക് ഇഷ്ടമാണ്. പിന്നെ അല്ലെങ്കിൽ മിസ്റ്റിങ്, കാരണം ചൂട് കൂടുന്ന സമയത്ത് മിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചൂട് കുറയ്ക്കാൻ സഹായിക്കും. ദേ വിൽ ബി വെരി ഹാപ്പി. പിന്നെ ബീക്ക് ട്രിമ്മിങ്, അത് ചില ഓവർഗ്രോൺ ആയിട്ടുള്ള ബീക്ക് അവർക്ക് പിന്നെ അത് കഴിക്കാൻ, സീഡ്സ് ഒക്കെ കഴിക്കാൻ തന്നെ പ്രയാസമാവും. അങ്ങനത്തെ ഓവർഗ്രോൺ ബീക്കൊക്കെ ട്രിം ചെയ്ത് കൊടുക്കണം. അതൊക്കെ ശരിക്കും നല്ലൊരു ഈ ടെക്നീഷ്യൻസ് തന്നെ ഉണ്ട്. ശരിക്കും വിദേശത്തൊക്കെ ഞാൻ ഫാൽക്കൺ ഹോസ്പിറ്റല്, കുവൈത്ത് ഫാൽക്കൺ ഹോസ്പിറ്റലിൽ കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫാൽക്കൺ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാൽ വളരെ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. കാരണം അയാളാക്കാണ് ഈ നമ്മൾ അനസ്തീഷ്യ കൊടുത്തിട്ടാണ് ഇതിന്റെ ബീക്ക് ട്രിം ചെയ്യുന്നതും ഷേപ്പ് ചെയ്യുന്നതും. അതുപോലെ തന്നെ അതിന്റെ ടാലൻസ്, കാലിന്റെ നഖങ്ങൾ ഓവർഗ്രോൺ ആണെങ്കിൽ അത് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് ഒക്കെ ശരിയാക്കി കൊടുക്കുക എന്നുള്ളത് ഒരു നല്ലൊരു പരിപാടിയാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ബീക്കൊക്കെ ഓവർഗ്രോൺ ആണെങ്കിൽ ട്രിം ചെയ്യണം. പിന്നെ ബീക്ക് അബ്നോർമാലിറ്റി ഉണ്ടാവും, അതും ഇതുപോലെ തന്നെ. അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ട് അനസ്തീഷ്യ കൊടുത്തിട്ട് അത് കറക്റ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ബാക്കിയുള്ള നോർമൽ ട്രിമ്മിങ് നമുക്ക് ട്രിമ്മർ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ഓവർഗ്രോൺ ബീക്ക് നമുക്ക് കാണാം. പിന്നെ നെയിൽ ട്രിം ചെയ്യണം, നെയിലും കൂടുതലായിട്ട്. കാരണം ഇതൊക്കെ ഈ വൈൽഡിലുള്ള സമയത്ത് ഇവര് ഈ കാലും നഖങ്ങളും കൊക്കുകളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കും.
പക്ഷെ നമ്മൾ കൂട്ടിൽ വളർത്തുമ്പോൾ ഇതിനൊക്കെ ഉപയോഗം കുറയുന്നതുകൊണ്ടാണ് ഓവർഗ്രോൺ ആകുന്നത്. അതിനുവേണ്ടി നെയിൽ ക്ലിപ്പേഴ്സ് യൂസ് ചെയ്യാം. പിന്നെ വിങ് ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും ഇത് പറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്. പറന്നു പോകാതിരിക്കാൻ അതിന്റെ പ്രൈമറി ഫെതേഴ്സിൽ 10 ഫെതേഴ്സ് ആണ് പ്രൈമറി ഫെതേഴ്സ് ഉള്ളത്. അതിലൊരു 5-6 ഫെതേഴ്സ് ക്ലിപ്പ് ചെയ്യാത്ത വലിപ്പത്തിനനുസരിച്ചാണ്. ചെറിയ പക്ഷികളൊക്കെ ആകുമ്പോൾ 8 വരെ ഫെതേഴ്സ് ഒക്കെ ആദ്യത്തെ 3 ഒഴിവാക്കി ക്ലിപ്പ് ചെയ്യാം, പിന്നത്തെ 7 ക്ലിപ്പ് ചെയ്യാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഈ വലിയ ബേർഡ്സിലൊക്കെ ഒരു 5-6 ഫെതർ ക്ലിപ്പ് ചെയ്താൽ തന്നെ പിന്നെ പറക്കില്ല. അതേസമയം ചെറിയ ബേർഡ്സ് ആണ് ചിലപ്പോൾ 7-8 ഒക്കെ ക്ലിപ്പ് ചെയ്യേണ്ടി വരും പറക്കുന്നത് ഒഴിവാക്കാൻ. അപ്പം അത് പറക്കുന്നത് ഒഴിവാകുന്നതിന്റെ കൂടെ തന്നെ അവർക്ക് ബാലൻസ് നഷ്ടപ്പെടാനും പാടില്ല. അതൊരു മേശമെന്നോ അല്ലെങ്കിൽ ഒരു പരസ്യമോ അങ്ങോട്ട് വീഴുന്ന സമയത്ത് പെട്ടെന്ന് നിലത്തടിച്ച് വീഴാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ വിങ് ക്ലിപ്പിങ്ങിൽ നമ്മൾ കെയർഫുൾ ആയിട്ട് ഈ വിങ്ങിന്റെ 2 സൈഡിലും ഒരേപോലെ തന്നെ എണ്ണം ക്ലിപ്പ് ചെയ്ത് ചെയ്യുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടാലൻസ് ഒക്കെ ഇത് ചെയ്യുന്നതാണ്, ട്രിം ചെയ്യുന്നതാണ്. ഇതിന്റെ നഖങ്ങൾ ട്രിം ചെയ്യുന്നതാണ്. കൊക്ക് ട്രിം ചെയ്യുന്ന പോലെ തന്നെ നഖങ്ങളും ട്രിം ചെയ്യാം. പിന്നെ ചെയ്യുന്നത് ലെഗ് ബാൻഡ്, റിങ്സ് വെക്കുന്നതാണ്. ക്ലോസ് റിങ് എന്ന് പറഞ്ഞാൽ അവരെ മാർക്കിംഗ്, അവർക്ക് പെർമനന്റ് മാർക്കിംഗ് ആണ് ക്ലോസ് റിങ്. അത് ചെറിയ പ്രാവുകളിലാണെങ്കിൽ ഒരാഴ്ച മുതൽ 14 ദിവസം വരെയുള്ളപ്പോഴൊക്കെ ചെയ്യുന്നവരുണ്ട്. അതിൽ റിങ്ങിൽ അതിന്റെ നമ്പർ ഉണ്ടാവും, രാജ്യത്തിന്റെ കോഡ് ഉണ്ടാവും, അതിന് ഏത് കമ്പനിയുടെ അല്ലെങ്കിൽ ഏത് ബ്രീഡറാന്നുള്ള അങ്ങനത്തെ അടയാളങ്ങൾ ഉണ്ടാവും. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് റിങ് ചെയ്യാം. ഈ ക്ലോസ് റിങ് എപ്പോഴും ചെറുപ്പത്തിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. പിന്നെ അതാണ് പെർമനന്റ് മാർക്കിംഗ്. പിന്നെ അത് റിങ് ചെയ്യുന്ന മെത്തേഡാണ്. അതിൽ ആ 3 വിരല് ഒരുമിച്ച് പിടിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് 3 മുമ്പോട്ട് പിടിക്കുക, എന്നിട്ട് അതിലിട്ടിട്ട് പിന്നെ ബാക്കിലത്തത് ആ റിങ്ങിന്റെ കൂടെ പുറകോട്ടായിരിക്കും പിടിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം അത് കറക്റ്റ് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെയാണ് അതുകൊണ്ട് ആ ചെറുപ്പത്തിൽ ബെൻഡ് ഇതില് കാണാൻ പറ്റും. കാരണം ഈ 3 കൂടെ കയറ്റിയത് 4ാമത്തെ വിരല് ഈ ബാൻഡ് കയറി പോകുമ്പോൾ അവിടെ ഉണ്ടാവും. പിന്നെ ചെറിയൊരു ഇതിന്റെ സ്റ്റീലിന്റെ ബ്ലണ്ട് ആയിട്ടുള്ള റോഡൊക്കെ വെച്ചിട്ടാണ് ഈ വിരല് പുറത്തോട്ട് എടുത്ത് കളയുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പെർമനന്റ് ആയിട്ടുള്ള റിംഗ് ആണ്. പിന്നെ ഓപ്പൺ റിങ്ങുകളുണ്ട്. ഈ പെർമനന്റ് റിംഗ് മാത്രമേ ഒരു പെർമനന്റ് മാർക്കായിട്ട് അംഗീകരിക്കൂ. അല്ലെങ്കിൽ പിന്നെ അത് ചെയ്യേണ്ടി വരും, മൈക്രോചിപ്പ് ചെയ്യേണ്ടി വരും. പിന്നെ ഓപ്പൺ റിംഗ് എന്നുള്ളത് ഇത് സാധാരണ ഷോ പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്നത്. നമുക്കൊരു ഷോക്ക് പോകുമ്പോൾ നമ്പർ ഇടണമെങ്കിൽ ആ ഓപ്പൺ റിംഗ്, അല്ലെങ്കിൽ നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ബ്രീഡ് ചെയ്യുമ്പോൾ ഏത് പക്ഷിയുടെതാണെന്ന് അറിയാം, അല്ലെങ്കിൽ സെക്സിങ്ങിന് നമ്മൾ സാമ്പിൾ അയക്കുമ്പോൾ DNA സെക്സിനൊക്കെ സാമ്പിൾ അയക്കുമ്പോൾ ഏതിൻ്റെതാണെന്ന് അറിയാൻ, അല്ലെങ്കിൽ വേറെ ഒരു ഫാൻസിക്ക് വേണ്ടിയിട്ട്, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് ഓപ്പൺ റിംഗ് യൂസ് ചെയ്യുന്നത്. അത് കളർഫുൾ ആയിട്ട് റിങ്സ് കിട്ടും, പക്ഷെ അത് ഒരു പെർമനന്റ് മാർക്കിംഗ് അല്ല. ഇപ്പൊ തന്നെ മൈക്രോ ചിപ്പുകളുള്ള റിങ് വരെ അവൈലബിൾ ആണ്, അതായത് മൈക്രോ റീഡ് ചെയ്യാൻ പറ്റും. പിന്നെ DNA സെക്സിങ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം പല ബേർഡ്സിലും ഞാൻ നേരത്തെ പറഞ്ഞ സെക്ഷൽ ഡൈമോർഫിസ് അല്ല. കാര്യം ആഫ്രിക്കൻ ലവ് ബേർഡ് തന്നെ 3 മാത്രമേ ഉള്ളൂ. അതായത് അബ്സിനിയൻ ലവ് ബേർഡ്, പിന്നെ ഗ്രേ ഹെഡഡ് അതായത് മഡഗാസ്കർ ലവ് ബേർഡ്, അതിന് റെഡ് ഫേസ്ഡ് ലവ് ബേർഡ്. ഇത് 3 മാത്രമേ പൂവാനും പടയും തിരിച്ചറിയൂ. ബാക്കിയുള്ള ബേർഡ്സിനൊക്കെ തിരിച്ചറിയണമെങ്കിൽ നമുക്ക് DNA സെക്സിങ് ആണ് ഏറ്റവും നല്ലത്. DNA പല വഴികളുണ്ട്. ഒരു വഴി എന്ന് പറഞ്ഞാല് ഈ ലാപ്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലൊരു ഹോസ്പിറ്റൽ ഉണ്ട്, അനസ്തീഷ്യ. ഞങ്ങളൊക്കെ അതാണ് ചെയ്തത്. കുവൈറ്റ് ഫാൽക്കൺ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ ഐസോഫ്ലൂറിൻ അനസ്തീഷ്യ കൊടുക്കും. പിന്നെ അടുത്ത ഭാഗത്തൂടെ ലാപ്രോസ്കോപ്പ് വെച്ച് ഉള്ളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ പൂവനാണോ പഴാണോ എന്നുള്ള അറിയാൻ പറ്റും. കാരണം ഉള്ളില് അതിന്റെ മുട്ട നോക്കിക്കഴിഞ്ഞാൽ മതി, ഓവറി ആണോ ടെസ്റ്റിസ് ആണോ ഉള്ളത് നോക്കിയാൽ മതി. പിന്നെ ഇപ്പോഴും നമുക്ക് പിന്നെ വേറെ ഇത് പുറത്തുള്ള അടയാളങ്ങളാണ്. പിന്നെ ബ്രീഡിംഗ് സീസണിലൊക്കെ ആണെങ്കിൽ പെൽവിക് ബോൺ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ വിഡ്ത്ത് കൂടുതലുള്ളത് പെടയും വിഡ്ത്ത് കുറവുള്ളത് പൂവനുമാണ്. പക്ഷെ അതൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതിനിപ്പോഴും ഏറ്റവും എളുപ്പമായിട്ടും ചീപ്പായിട്ടുള്ളത് DNA സെക്സിങ് ആണ്. ഒരു 250 റുപ്പീസ് ഒക്കെ മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ. ഈവൻ എനിക്ക് വന്നത് ഏവിയൻ ക്ലബ് ഓഫ് കേരളകളൊക്കെ 150 വരെ ചെയ്ത് കിട്ടുന്നുണ്ട്. ആ DNA സെക്സിന് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ബ്രസ്റ്റ് എന്നുള്ള ഫെതേഴ്സ്, ഒരു 5-6 ഫെതേഴ്സ് പ്ലക്ക് ചെയ്ത് മറ്റേ സിപ്പ് ലോക്ക് ഇതിൽ കവറിലിട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവര് അതിന്റെ റിസൾട്ട് നമുക്ക് അറിയിച്ച് സർട്ടിഫിക്കറ്റും തരും.
അത് ഒന്നുകിൽ ഈ ഫെതേഴ്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബ്ലഡ് ഉപയോഗിക്കാം. ബ്ലഡ് ആണെങ്കിൽ ഏറ്റവും നല്ല ബ്ലഡ് കാർഡിലേക്ക് ബ്ലഡ് എടുത്തിട്ട് അത് ഡ്രൈ ആയിട്ട് അയക്കുന്നതാണ്. അതും അല്ലെങ്കിൽ പിന്നെ ചെയ്യാവുന്നത് എക്സെല്ലിന്റെ മെംബ്രെയിൻ ആണ്. എക്സെൽ മെംബ്രെയിൻ അയക്കാം. പക്ഷെ എക്സെൽ മെംബ്രെയിന് ഇത് അയക്കുമ്പോൾ എക്സെൽ മെംബ്രെയിൻ അയക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതയക്കുന്ന സമയത്ത് തന്നെ നമുക്ക് സെക്സ് ചെയ്യണം. അപ്പൊ ഏത് ഷെല്ലിന്നാണ് ഏത് പക്ഷി ഉണ്ടായെന്ന് അറിയണം. അങ്ങനെ അത് മാർക്ക് ചെയ്ത് വെക്കണം. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ്. കാര്യം ഏത് ഷെഡിൽ നിന്നാണ് കുട്ടിയുടെ, ഇതിപ്പോ ഞാൻ എടുത്ത ഫോട്ടോ ആണ്. ഞങ്ങളെ ഓസ്ട്രിച്ച് ഫാമിൽ, ഒട്ടകപ്പക്ഷിന്റെ ഫാമിൽ കുഞ്ഞ് വിരിഞ്ഞപ്പോ എടുത്ത ഫോട്ടോ ആണ്. കാരണം ഇത് നിങ്ങൾക്ക് കാണാം, ഈ ഷെല്ലിനകത്ത് ബ്ലഡ് ഉള്ള മെംബ്രെയിൻ അത് ഡ്രൈ ആയതിനു ശേഷം 24 hour ഡ്രൈ ആയതിനു ശേഷം ആ മെംബ്രെയിൻ അയച്ചു കഴിഞ്ഞാൽ ആ ബേർഡിന്റെ സെക്സ് അറിയാൻ പറ്റും. അത് കാരണം ആ ബ്ലഡ് മെറ്റീരിയൽ ഉള്ളതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റും വേണം. അതുകൊണ്ടാണ് ഈ ബേർഡ്സിന്റെ കാര്യത്തിൽ പേപ്പറുള്ള ബേർഡാന്ന് പറഞ്ഞാൽ അതിനർത്ഥം DNA സെക്സ് ചെയ്തിട്ടുള്ള ബേർഡാന്ന് അതിന്റെ അർത്ഥം. ഡോഗ്സിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ കെന്നൽ ക്ലബ് ഓഫ് സർട്ടിഫിക്കറ്റിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലാണ് പേപ്പറിലാന്ന് പറയുന്നത്. പിന്നെ മൈക്രോചിപ്പിംഗ്. അപ്പൊ നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആവും ഇപ്പോഴല്ലെങ്കിലും. കാര്യം മൈക്രോചിപ്പിംഗ് ആണ് ഇന്റർനാഷണലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഈ മറ്റേ ഇതിനേക്കാൾ ഈ ലെഗ് ബാൻഡിനേക്കാൾ നമുക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ ആവശ്യം വരിക മൈക്രോചിപ്പിംഗ് ആണ്. പെക്ടർ 5.5 കിലോക്ക് താഴെയാണെങ്കിൽ പെക്ടറൽ മസിൽ ചെയ്യും, മറ്റേ അല്ലെങ്കിൽ ബേസ് ഓഫ് നെക്കിൽ സ്കിന്ന് ചെയ്യും. പിന്നെ റാറ്റൈറ്റ്സ് ഒക്കെ ആണെങ്കിൽ പിപ്പിംഗ് മസിൽ എന്ന് പറഞ്ഞിട്ട് ചെയ്യും. അങ്ങനെ ഒരുപാട് ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ മൈക്രോചിപ്പിംഗ് ചെയ്യുക. ആ ചിപ്പ് റീഡ് ചെയ്തിട്ടാണ് നമ്മൾ അറിയാം. ഇത് ഫാൽക്കണിന്റെ ചിപ്പ് റീഡ് ചെയ്തായിരുന്നു. അവിടെ ഞങ്ങൾ അവിടെ പക്ഷിപ്പനി വന്നപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിരുന്നു. എല്ലാറ്റിനെയും ഇതിന് ടെസ്റ്റിംഗ് നടത്തുന്നു. അപ്പൊ നടത്തിയ ചിപ്പ് റീഡിംഗ് ആണ്. ആ നടത്തിയ അതേ ഇയാളെ ബേർഡിൽ നിന്നാണ് ഞാൻ സാമ്പിൾ എടുക്കുന്നത്. മറ്റേ അപ്പൊ അതായത് ഏവിയൻ ഇൻഫ്ലുവൻസ് ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ വേറൊന്ന് ഇൻക്യുബേറ്റർ ആണ്. കാര്യം പലപ്പോഴും നല്ല ബേർഡ്സ് പലതും നന്നായിട്ട് ഈ ബ്രൂഡ് ചെയ്യാത്ത ബേർഡ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവരെ മുട്ടകൾ വിരിയിക്കാനും പിന്നെ ഒട്ടപ്പക്ഷി പോലുള്ള മുട്ടകൾ വിരിയിക്കാനൊക്കെ ഇൻക്യുബേറ്റർ വെച്ചിട്ട് വിരിയിക്കുന്നതാണ് നല്ലത്. അല്ലെ ബ്രൂഡിങ് ക്വാളിറ്റി ഫിഞ്ചസ് ആണ്, ഗോൾഡൻ ഫിഞ്ച്, അത് നന്നായി ബ്രൂഡ് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് അതിന് ബംഗാളി ഫിഞ്ച് ഉപയോഗിച്ച് നമുക്ക് വിരിയിക്കാം. അതില്ലെങ്കിൽ പിന്നെ ഇൻക്യുബേറ്റർ ഉപയോഗിക്കണം. കാര്യം ഒന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടിലെ ഈ ക്വാളിറ്റികളൊക്കെ തന്നെ ഈ സെലക്ഷനിൽ വരുന്ന പ്രശ്നമാണ്. നമ്മൾ ഈ വൈൽഡിലാവുമ്പോൾ നല്ല ബ്രൂഡിങ് ക്വാളിറ്റി ഇല്ലാത്ത ഒരു തള്ളയുടെ കുട്ടികൾ അത് ജീവിക്കൂല. കാരണം ആ തള്ള നന്നായിട്ട് ഈ മുട്ട വിരിയിച്ച് കുഞ്ഞുങ്ങളെ നോക്കിയാൽ മാത്രമേ ആ കുഞ്ഞുങ്ങൾ ബാക്കിയാവും. അപ്പൊ ഏതെങ്കിലും ഒരു പക്ഷിക്ക് ഇങ്ങനെ കുഞ്ഞുങ്ങളെ നോക്കാനുള്ള ക്വാളിറ്റി കുറവാണെങ്കിൽ ആ പക്ഷി കുഞ്ഞുങ്ങൾ അപ്പൊ തന്നെ ചത്തുപോയി. അപ്പൊ അതായത് ആ ജീൻ തന്നെ നഷ്ടപ്പെട്ടു. അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള, അതാണ് എല്ലാ ആരോഗ്യവും ഈ വൈൽഡിലുള്ള ബേർഡുകളും നമ്മളെ ക്യാപ്റ്റീവ് ബ്രീഡിങ്ങിലുള്ള നമ്മളെ വ്യത്യാസമാണ്. കാരണം വൈൽഡിലുള്ള ബേർഡ്സ് എന്തെങ്കിലും ഡിഫക്റ്റ് ഉള്ളതാണെങ്കിൽ അതിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല. കാരണം വേറെ പക്ഷികൾ അതിനകത്തൊന്നും നശിപ്പിക്കും. വീക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വിങ്ങിന് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ എല്ലാ ഡിഫക്റ്റുകളൊക്കെ തന്നെ ഈ കള്ള് ചെയ്യപ്പെടും. അതേ സമയത്ത് നമ്മൾ ഈ ബ്രീഡിങ്ങിൽ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ കളറിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ബാക്കിയൊക്കെ കോംപ്രമൈസ് ചെയ്യും. കാര്യം നമ്മൾ എന്ത് വീക്കാണെങ്കിലും അതിന് തീറ്റ കൊടുത്ത് ചൂട് കൊടുത്ത് നമ്മൾ വളരെ നന്നായിട്ട് വളർത്തിക്കൊണ്ടുവരും. അപ്പൊ എന്ന് പറഞ്ഞാൽ അത്ര ക്വാളിറ്റി ഇല്ലാത്ത, അതായത് കളർ നല്ലതായിരിക്കും പക്ഷെ ബാക്കിയുള്ള ഈ ബ്രൂഡിങ് ക്വാളിറ്റിയോ അല്ലെ സർവൈവൽ ക്വാളിറ്റിയോ ഹെൽത്തോ കുറവായിട്ടുള്ള ബേർഡ്സും ജീവിച്ചു വരും. അപ്പൊ അങ്ങനത്തെ സമയത്തൊക്കെ നമുക്ക് ഇത് ഇൻക്യുബേറ്റർ ആവശ്യമാണ്. കാരണം എല്ലാ മുട്ടകളും വിരിയിച്ച് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഇൻക്യുബേറ്റർ ആണ്. ഇത് ഫാൽക്കണിന്റെ മുട്ടൊക്കെ വിരിക്കുന്ന ചെറിയ ഇൻക്യുബേറ്ററുകളാണ്, വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ ഹെൽത്തി ബേർഡ് എപ്പോഴും അത് ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കും, അത് സംസാരിച്ചുകൊണ്ടേയിരിക്കും, അത് ആക്റ്റീവ് ആയിരിക്കും, അത് ബ്രൈറ്റ് ആൻഡ് അലേർട്ട് ആയിരിക്കും. പിന്നെ അതിന്റെ സ്റ്റൂള് എപ്പോഴും അതിന് 3 പാർട്ട് ഉണ്ടാവും: ഫീക്കൽ പാർട്ട്, യുറേറ്റ്സ് ആൻഡ് യൂറിൻ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം അതിന്റെ ഫീസസ് മലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൂത്രവും കൂടി മിക്സ് ചെയ്തിട്ടാണ്. സാധാരണ അതിൽ നമുക്കൊരു ആനിമൽസിനൊക്കെ വയറ്റിന്ന് ലൂസായി ഇളകിപ്പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കാരണം അതിന് വയറ്റിന് എന്തോ പ്രശ്നം ഉണ്ടെന്നാണ്. ആ സമയത്ത് നമ്മൾക്ക് മനസ്സിലാക്കണം, ഈ പാവം പക്ഷിയൊക്കെ അവർക്ക് മൂത്രമൊഴിക്കാൻ വേറൊരു വകുപ്പില്ല. അതുകൊണ്ട് വയറ്റിന്ന് ഇളകിപ്പോയി എന്ന് പറഞ്ഞാൽ അത് വയറിന്റെ പ്രശ്നമാവാം, അല്ലെ മൂത്രം കൂടിയതുകൊണ്ടാവാം.
കാരണം ഒരു ഉദാഹരണം പറയാണ്. ഇപ്പം നമ്മൾ ഹാൻഡ് ഫീഡിങ് ഫോർമുല കൊടുക്കുന്ന ഒരു പക്ഷി ചെറിയ കുഞ്ഞാണ്. ആ കുഞ്ഞിന് നമ്മൾ കൂടുതൽ വെള്ളമുള്ള ഹാൻഡ് ഫീഡിങ് ഫോർമുല ഒരുപാട് കൂടുതൽ ക്വാണ്ടിറ്റി കൊടുത്തു. ആ ക്വാണ്ടിറ്റി കൊടുത്ത വെള്ളം ഇതിന്റെ വയറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെ ഒഴിവാക്കാൻ ആകെ ഒരു വഴി ഇത് മാത്രമേ ഉള്ളൂ, മലത്തിൽ കൂടെ അല്ലെ ഫീസ് ഡ്രോപ്പിങ്സ് കൂടെ പോവാന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം അതിന് വേർപ്പില്ല, മൂത്രവും ഇല്ല. അതുകൊണ്ട് ആ സമയത്ത് വയറ്റിളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് അതിന് മരുന്ന് വേണമെന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പൊ അത് നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കണം. ഇവര് വെള്ളം കൂടുതൽ കുടിക്കുന്നുണ്ടോ അല്ലെ നമ്മൾ വെള്ളം കൂടുതൽ കുടിപ്പിക്കുന്നുണ്ടോ? അങ്ങനെ കുടിപ്പിക്കുക ചെയ്ത് കഴിഞ്ഞാൽ അവരെ വെള്ളം വയറ്റുന്നു പോകുന്നത് ലൂസായിരിക്കും. അത് ഒരിക്കലും കുടലിന്റെ കുഴപ്പമൊന്നുമല്ല. അത് ആ ഫീക്കൽ പാർട്ട് നോക്കിയാൽ അറിയാം. ഫീക്കൽ പാർട്ട് നോർമലി ഫുഡിനനുസരിച്ചിരിക്കും. അതായത് പച്ചക്കറികൾ ഇതൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഗ്രീനിഷ് ആയിരിക്കും. ചിലത് മറ്റു നമ്മളെ ഹാൻഡ് ഫീഡിങ് ഫോർമുല ഒക്കെ കൂടുതൽ കൊടുക്കുന്നത് കുറച്ചും കൂടിയും ബ്രൗണിഷോ അല്ലെങ്കിൽ ആ ടൈപ്പ് കളറിൽ കുറെ വരും. പിന്നെ ആ കളർ നോക്കണം, പിന്നെ യുറേറ്റ്സിന്റെ അളവ് നോക്കണം, പിന്നെ യൂറിന്റെ അളവ് നോക്കണം, പിന്നെ നമ്മൾ കൊടുത്ത ഫുഡും നോക്കണം. പിന്നെ വേറെ കാര്യമുണ്ട്, നമുക്കൊരു മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ ലിവറിനോ കംപ്ലൈന്റ് നമ്മളെപ്പോഴും മഞ്ഞ നിറമാണ് പ്രതീക്ഷിക്കുക. ആസ് എ ബേർഡ്സിൽ നമ്മൾ മനസ്സിലാക്കണം, അവർക്ക് ഈ ബിലീവറിന്റെ ഇൻഡക്റ്റേഴ്സ് നമ്മൾ ഇതില്ലാത്തതുകൊണ്ട് പച്ച നിറത്തിൽ തന്നെ ഇപ്പം ഒരു ഹെർപ്പീസ് വൈറസ് ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോൾ പച്ച നിറത്തിലാണ് വയറ്റുന്നത്. പച്ച നിറത്തിൽ വന്നാലും ഈ തന്നെ ഇതിൽ തന്നെ വരാം, വേറെ സിറ്റക്കോസിസ് തന്നെ വരാം. എങ്ങനെ ഏത് വന്നാലും ലിവർ അഫക്റ്റഡ് ആണ്. കൂടുതലായിട്ട് ലിവർ ആയിട്ട് അഫക്റ്റഡ് ആയി ജോണ്ടിസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും കൂടുതൽ ഗ്രീൻ ആയിട്ടുള്ള ബ്രൈറ്റ് ഗ്രീൻ ആയിട്ടും പലതരത്തിലുള്ള ഫീസിസ് വരും. പിന്നെ അസുഖമുള്ള ബേർഡ് ആണെങ്കിൽ ഭക്ഷണം കഴിക്കില്ല, അപ്പൊ അവർക്ക് സംസാരം കുറയും, പിന്നെ എപ്പോഴും കണ്ണ് അടച്ചിരിക്കും, അന്നേരം വീക്കം കാണും, പിന്നെ കണ്ണിന്ന് വെള്ളം ഒലിക്കും, പിന്നെ എപ്പോഴും തൂക്കി പിടിച്ച പോലെ ഫ്ലഫ്ഡ് അപ്പ് ആയിട്ട് നിൽക്കും. പിന്നെ വായക്കൂടാണ് ശ്വസിക്കുക. ചിലപ്പോൾ പലപ്പോഴും മൂക്കിൽ മൈക്കോപ്ലാസ്മോക് ഇൻഫെക്ഷൻ വന്നാൽ മൂക്ക് അടഞ്ഞു പോയിട്ട് വായക്കൂടെ ശ്വസിക്കും. പിന്നെ തല താഴ്ത്തി വെക്കും, തൂങ്ങി നിൽക്കും. അതൊക്കെ അത് തന്നെ നമ്മളെ കൂട്ടിലാണെങ്കിലേ കാണും. നമ്മൾ വൈൽഡിൽ നമ്മൾ പുറത്തെ എൻവയോൺമെന്റിലേക്ക് നോക്കിയാൽ കാണില്ല. കാരണം അങ്ങനത്തെ പക്ഷികളൊക്കെ അപ്പോഴേക്ക് വേറെ ഏറെ പിടിക്കുന്ന ഈ പ്രഡേറ്റേഴ്സ് കഴിച്ചു പോയിണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് തത്തകളെ നമ്മൾ നാട്ടിൽ കാണുന്നുണ്ടെങ്കിലും ഒരു തത്തയും നമ്മൾ ചത്തുകിടക്കുന്നത് കാണാത്തത്. അത് വേറെ പക്ഷികൾ തിന്നു പോകുന്നതാണ്. പിന്നെ സയൻസ് ഓഫ് എ സിക്ക് ബേർഡ് ഇതിൽ കാണാം. ഡിസ്ചാർജ് ഫ്രം നോസ്ട്രിൽ ആൻഡ് ബീക്ക്, പിന്നെ ചേഞ്ചസ് ഇൻ ആക്ടിവിറ്റി, പിന്നെ കണ്ണിൽ നോക്കിയാൽ അറിയാം, കണ്ണില് വല്ല പോക്സ് ഉണ്ടോ അല്ലെ വേറെ വല്ല കൺജക്ടിവൈറ്റിസ് ഉണ്ടോ നോക്കിയാൽ അറിയാം. പിന്നെ തൂവല് നോക്കിക്കഴിഞ്ഞാൽ അറിയാം റഫിൾഡ് ആയിട്ടുള്ള മിസ്സിംഗ് ഫെതേഴ്സ്. പിന്നെ മൈറ്റ്സ്, തന്നെ ഏതെങ്കിലും ചെറിയ ജീവികൾ, മറ്റു പ്രത്യേകിച്ചും ഫെദർ മൈറ്റ്, സ്കെയിലി ലെഗ് മൈറ്റ് ഒക്കെ ഉണ്ടാക്കി കാണാം. പിന്നെ ട്യൂമറുകൾ ഉണ്ടെങ്കിൽ കാണാം. പിന്നെ വയറ്റിന്ന് പോകുന്ന എപ്പോഴും കാണാം. ഈ പിൻഭാഗം മലദ്വാരം നോക്കിക്കഴിഞ്ഞാൽ അവിടെ കൂടുതലായിട്ട് വയറിളക്കം ഉണ്ടാകുന്നതൊക്കെ നോക്കി അറിയാം. പിന്നെ നോൺ വിഷ്വൽ സിംറ്റംസ്, വോമിറ്റിംഗ്, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, ഭക്ഷണം കഴിക്കാതിരിക്കുക, ഛർദി, പിന്നെ കൊക്ക് കൂടുതലായിട്ട് വളർന്നിട്ട് അത് യൂസ് ചെയ്യാതിരുന്നാലാവാം, അല്ലെങ്കിൽ ഈ സിറ്റാസിൻ വീക്കാൻ ഫെദർ ഡിസീസ് തന്നെ PBFT ഒക്കെ വന്നുണ്ടാവാം, കൊക്ക് കൂടുതലായിട്ട് വളരാം. പിന്നെ റെസ്പിറേറ്ററി ഇഷ്യൂസ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നതാണ് ശ്വാസം മുട്ടും അണുബാധ കൊണ്ട് ഉണ്ടാവും. പിന്നെ ഷാർപ്പ് കീൽ ബോൺ, എല്ലാ ആൾക്കാരും വന്നാണ് എന്റെ പക്ഷി ബ്ലേഡ് പോലെ ആയിരുന്നു. അത് കീൽ ബോണ് രണ്ട് ഭാഗത്തും പെക്ടറൽ മസിൽ ഉണ്ട്. ആ മസിൽ മാസ് വേസ്റ്റിങ്ങിലാണ് ഈ ഇതുപോലത്തെ ഷാർപ്പ് കീൽ ബോൺ വരുന്നത്. അതൊരു പ്രത്യേക അസുഖം കൊണ്ടല്ല, എന്ത് അസുഖത്തിലും ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അല്ലെ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാതിരിക്കുമ്പോൾ ഇങ്ങനെ ആവും. പിന്നെ ഇൻഫ്ലമേഷൻ ഓഫ് ഫീറ്റ്, കാലിന്റെ വീക്കം കാണും, ബമ്പിൾ ഫുട്ട് ഉണ്ടാവും. പിന്നെ മിസ്സിംഗ് ടോസ് ആൻഡ് നെയിൽസ് ഒക്കെ ഉണ്ടാവും. ഇതാണ് ഈ അസുഖമുള്ള ബേർഡ്സിന്റെ അടയാളങ്ങളാണ്. കാരണം ഈ കണ്ണിനുള്ള അസുഖം, അതിനെ ബാക്കിയുള്ള വായ തുറന്ന് ശ്വസിക്കുന്നതും കണ്ണ് അടച്ചു വെച്ചിരിക്കുന്നതും ഒക്കെ തന്നെ കാണാവുന്നതാണ്. കണ്ണിന് മുകളിൽ പലപ്പോഴും മൈക്കോപ്ലാസ്മയിലൊക്കെ ഈ സൈനസിനകത്ത് പഴുപ്പ് വരുമ്പോഴാണ് കണ്ണിന് വീക്കം വരുന്നത്. പിന്നെ അതുതന്നെ സിറ്റക്കോസിലൊക്കെ കാണും. പിന്നെ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കേസാണ് ഇതുപോലെ ഫെദർ പെക്കിങ്. രണ്ടെണ്ണം പറയും. ഈ വേറൊരു പക്ഷിയുടേത് പെക്കിയാണെങ്കിൽ ഫെദർ പെക്കിങ്, ഫെദർ പ്ലക്കിങ് എന്നൊക്കെ പറയും. ഇത് സ്വന്തം തന്നെ ഫെദർ കൊത്തി കളയുന്നതിനെ സെൽഫ് മ്യൂട്ടിലേഷൻ എന്ന് പറയും. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം നമുക്ക് എപ്പോഴും ഇത് ഈ പലരും ചില കാരണങ്ങൾ കൊണ്ട് മാത്രം ഒതുക്കി കളയുന്ന ഒരു അസുഖമാണിത്.
കാരണം എപ്പോഴെങ്കിലും ഇത് ബോറടിച്ചു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഫെദർ പെക്ക് ചെയ്യും. അല്ലെങ്കിൽ സ്പേസ് കുറഞ്ഞാൽ, കൂട്ടിൽ സ്പേസ് കുറഞ്ഞാൽ സ്വന്തമായിട്ട് പെക്ക് ചെയ്യും. അല്ലെ ഓണർ മാറിക്കഴിഞ്ഞാൽ, അല്ലെ എൻവയോൺമെന്റ് മാറിക്കഴിഞ്ഞാൽ അത് സ്വന്തമായിട്ട് പെക്ക് ചെയ്യും. അതിനല്ലെങ്കിൽ അതിന്റെ ഇണകൾ ഇല്ലെങ്കിൽ സ്വന്തമായിട്ടാണെങ്കിൽ അപ്പം അത് പെക്ക് ചെയ്യും. ഏതെങ്കിലും സമയത്ത് അതിൽ ഈ മൈറ്റോ പേനോ അങ്ങനെ വല്ല എക്ടോപാരസൈറ്റ്സ് ഉണ്ടെങ്കിൽ പെക്ക് ചെയ്യും. പിന്നെ ഫെദറിന്റെ അടുത്ത് അവിടെ ഫോളിക്കുലൈറ്റിസ് എന്ന് പറയും, എന്തെങ്കിലും പെയിൻ ഉണ്ടാവുന്ന വീക്കം വല്ലതും ഉണ്ടായി കഴിഞ്ഞാൽ അത് പെക്ക് ചെയ്യും. പിന്നെ അല്ലെങ്കിൽ അതിനകത്ത് ഫെദർ ഈ തൊലിക്ക് അടിയിൽ അണ്ടർലൈൻ നിയോപ്ലേഷ്യ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വേദനകളോ വീക്കങ്ങളോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പൊ അത് ഫെദർ പെക്ക് ചെയ്യും. പിന്നെ ന്യൂറോളജിക്കൽ ഫോം ഓഫ് ഡിസീസ് ഉണ്ട്, പ്രത്യേകിച്ച് ബോണ വൈറസ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ പ്രോൻഡുക്കുലർ ഡയലറ്റേഷൻ ഡിസീസിന്റെ ഒക്കെ ന്യൂറോളജിക്കൽ ഫോം ഉണ്ട്, അപ്പൊ ഫെദർ പെക്ക് ചെയ്യും. പിന്നെ ഡെഫിഷ്യൻസികൾ, ഈ കാൽഷ്യത്തിന്റെ, വൈറ്റമിൻ എ, അല്ലെ ഫോസ്ഫറസിന്റെ, പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഒക്കെ വരുമ്പോൾ ഫെദർ പെക്ക് ചെയ്യും. അങ്ങനെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഫെദറെങ്കിലും ഒരു ഡിസോർഡറിൽ നിന്ന് കഴിഞ്ഞാൽ ആ ഫെദർ നന്നാക്കാൻ വേണ്ടി അത് പെക്ക് ചെയ്ത് കളയും. പിന്നെ വേറെ വൈറൽ ഡിസീസസ് ഉണ്ട്. ഇപ്പം ഇതിലുള്ള റിയോ വൈറസ് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ട് ബേഡ്സിൽ. ഈ പെറ്റ് ബേഡ്സ് കുറവാണെങ്കിലും ഈ റണ്ടിങ് സിൻഡ്രോം, സ്റ്റണ്ടിങ് സിൻഡ്രോം എന്നൊക്കെ ഉണ്ട്. അതിലൊക്കെ മാൽ അബ്സോർപ്ഷൻ സിൻഡ്രോം, ന്യൂട്രിയൻസ് ആവശ്യത്തിന് വളരാതിരിക്കുമ്പോൾ ഫെദറിന്റെ ഷേപ്പ് മാറുന്ന സമയത്ത് അത് പെക്ക് ചെയ്ത് കളയും. അങ്ങനെ അത്രയധികം കാരണങ്ങളുണ്ട്. അപ്പം ഏതൊരു അസുഖം ഉണ്ടാകുമ്പോഴും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും നമുക്ക് എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ഒഴിവാക്കാൻ സുഖമാണ്. പക്ഷെ ആ ഡയഗ്നോസിസ് കൃത്യമായിട്ട് നടത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. ആ ഡയഗ്നോസിസ് കൃത്യമായിട്ട് നടത്തണമെങ്കിൽ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ആണ് ഏറ്റവും പ്രധാനം. കാരണം ഏതൊക്കെ അസുഖം അല്ല എന്നും കൂടി തിരിച്ചറിയണം. അതാണ് നമ്മൾ ഇപ്പോൾ നല്ലൊരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയാൽ ഒരു വ്യത്യാസം തന്നെ. നമ്മൾ ഒരു ഡോക്ടറെ അടുത്ത്, നമുക്ക് തന്നെ മനുഷ്യന്മാരുടെ കാര്യം എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾക്ക് ഒരു അസുഖം വന്ന് ഒരു ഡോക്ടറെ അടുത്ത് പോയി, ആ മരുന്ന് എത്ര കഴിച്ചിട്ടും മാറുന്നില്ല. അത് വേറെ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ പെട്ടെന്ന് മാറി. കാരണം ആ ഡോക്ടർക്ക് പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റി, തിരിച്ചറിഞ്ഞു, അപ്പം അസുഖം മാറി. ബേഡ്സിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം പറ്റുന്നതാണ് ഈ ബേഡ്സിന് അസുഖങ്ങൾ മാസ്ക് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു, അസുഖത്തോട് കൂടി ഒരു ബേഡിന് സർവൈവൽ ഇല്ല, അതിനെ വേറെ പക്ഷികൾ നിന്ന് നശിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് അവരെപ്പോഴും അസുഖം ഒളിച്ചു വെക്കാൻ നോക്കും. പിന്നെ നമ്മളെ പല ഓണേഴ്സ് ആണെങ്കിലും, ബേഡ്സിന് ഓണേഴ്സ് ആണെങ്കിലും, അവര് കേട്ട പരിചയം വെച്ച് ഇപ്പം ഒരു ഫെദർ പെക്കിംഗ് ഉണ്ടെങ്കിൽ അത് പറയും, ഒരാൾ പറയും അത് പേൻ കൊണ്ടെന്ന് പറയും, അപ്പൊ പേനുള്ള മരുന്ന് കൊടുക്കും. വേറെ ആൾ പറയും ബോറടിക്കാൻ പറയും, അപ്പൊ അതിനുള്ള മരുന്ന് വല്ല ലാഡറും മറ്റോ കളിക്കാനുള്ള ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ഓരോ കാര്യങ്ങൾ, അങ്ങനെ ഓരോരുത്തർ ഓരോ കാരണം പറയാം. അപ്പൊ അങ്ങനെ നോക്കിയാൽ ശരിയാവില്ല. അപ്പൊ ഇതിനെപ്പറ്റി കംപ്ലീറ്റ് ആയിട്ട് ബേഡ്സിനെ പറ്റി, അസുഖങ്ങളെ പറ്റി അറിയാവുന്ന ഡോക്ടറെ കാണിച്ച് മാത്രമേ മരുന്ന് കൊടുത്ത് തുടങ്ങാവൂ. അല്ലെങ്കിൽ അപ്പോഴേക്ക് ഓൾറെഡി, കാരണം ആദ്യം സ്വന്തം കയ്യിൽ തന്നെ എല്ലാ മരുന്നും ഉണ്ടാവും, അതൊക്കെ കൊടുക്കും. പിന്നെ അടുത്തുള്ള ആള് പറയുന്ന മരുന്നൊക്കെ അതും കൊടുക്കും. എല്ലാം കൊടുത്ത് എല്ലാം കൂടി ഒരു പരുവത്തിലായിട്ടാണ്, കാരണം ഇതിനെ അസുഖം കാണിക്കാൻ വേറൊരു സ്ഥലത്ത് ഡോക്ടർമാർക്ക് എത്തുക. അപ്പോഴുള്ള പ്രശ്നം എന്താ അറിയാം, ഇത് മനുഷ്യന്മാർക്ക് ചികിത്സിക്കുന്ന പോലെ ഇത് ബേഡ്സിനെ ചികിത്സിക്കാൻ പറ്റില്ല. മനുഷ്യന്മാർക്ക് ഇപ്പോൾ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ICUലാക്കി, വെന്റിലേറ്ററിലാക്കി, അല്ലെങ്കിൽ ഫുൾ ടൈം നമുക്ക് ഡ്രിപ്പ് കൊടുക്കാൻ പറ്റും. അല്ല അതിനുള്ള മെഡിസിൻസ് കണ്ടിന്യൂസ് ആയിട്ട്, എത്ര സീരിയസ് ആയിട്ട് ഇൻഫെക്ഷൻ ആണെങ്കിലും ആന്റിബയോട്ടിക് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാടായിട്ട് നമുക്ക് അഗ്രസീവ് തെറാപ്പി നടത്താൻ പറ്റും. ഈ ബേഡ്സിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ്, കാരണം അതിന്റെ സൈസ് കുറവാണ്, നമ്മളെ മെഡിസിൻ അവൈലബിലിറ്റി കുറവാണ്, പിന്നെ സൗകര്യങ്ങളും ഇല്ലാതെ നമുക്ക് എപ്പോഴും ഡ്രിപ്പ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാനൊന്നും പറ്റില്ല. അങ്ങനത്തെ കുറെ ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് നിങ്ങൾ അസുഖം തുടക്കത്തിൽ തന്നെ ഒരു നല്ല ഡോക്ടറെ അടുത്ത് എത്തിയാൽ മാത്രമേ അസുഖത്തിന് ശരിക്കും ചികിത്സ കൊടുക്കാൻ പറ്റൂ. കാരണം അസുഖത്തിന് തിരിച്ചറിയാൻ ഏറ്റവും പ്രധാന ആവശ്യം എന്ന് പറഞ്ഞാൽ, ഇതിനുള്ള എല്ലാ അസുഖങ്ങളെ പറ്റിയും ഒരു ഐഡിയ ഉണ്ടായാൽ മാത്രമേ ഈ അസുഖം തിരിച്ചറിയാൻ പറ്റൂ. അതാണ് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസിന്റെ പ്രാധാന്യം. പിന്നെ ബേഡിനെ എങ്ങനെ പിടിക്കുന്നതാണ്. പലപ്പോഴും പല ആൾക്കാരും ടൈം ആയിട്ടുള്ള, അത് ഈ ഹാൻഡ് ഫീഡിങ്ങിന്റെ ഏറ്റവും പ്രധാന ഒരു കാര്യം ഇതാണ്. ഒന്ന്, ആ ബേഡിന് നല്ല വേണ്ടത്ര ഫുഡൊക്കെ കൊടുക്കുക എന്നുള്ളത്, എന്നാൽ മാത്രമേ അത് വളരൂ. പിന്നെ ചില ബേഡ്സ് ആണെങ്കിൽ കുഞ്ഞുങ്ങളെ കാര്യമായിട്ട് നോക്കൂല, അല്ലെങ്കിൽ ഫീഡ് കൊടുക്കില്ല. പിന്നെ രണ്ടാമത്തെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ആ പക്ഷിയെ ടൈം ആക്കാൻ വേണ്ടി, നമ്മളുമായിട്ട് അത്രയും ഒരു ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഹാൻഡ് ഫീഡിങ് ആണ് ഏറ്റവും നല്ലത്. അപ്പം അങ്ങനെ ഹാൻഡ് ഫീഡിങ് കൊടുത്ത് വളർത്തിയാണ് നമുക്ക് എങ്ങനെ ഏത് രീതിയിലാണ് അവരെ കൈകാര്യം ചെയ്യാം. അല്ലാത്ത വേറൊരു ബേർഡാണെങ്കിൽ എപ്പോഴും ഒരു ടവൽ വെച്ചിട്ട് മാത്രമേ ഹാൻഡിൽ ചെയ്യാവൂ, അല്ലെങ്കിൽ അവർക്ക് ഇഞ്ചുറി വരും, നമുക്കും ഇഞ്ചുറി വരും. പിന്നെ അതിപ്പോ ഒരു കൂട്ടിനകത്തു നിന്നാണെങ്കിൽ നെറ്റ് വെച്ച് പിടിക്കുക, എന്നിട്ട് ടവൽ വെച്ച് പിടിക്കണം. ടവൽ വെച്ച് പിടിക്കുന്നത് കാണാം. ഈ ടവൽ വെച്ച് എപ്പോഴും ഇങ്ങനെ പിടിച്ച് നമുക്ക് ഈ പക്ഷിയുടെ എല്ലാ ഭാഗവും നമുക്ക്
ശരിക്കും നോക്കാൻ പറ്റും. എന്തെങ്കിലും ഇപ്പൊ നമുക്ക് അസുഖം ഉണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ തന്നെ അതിന്റെ ചിറക് നോക്കണമെങ്കിലും കൊക്ക് നോക്കണമെങ്കിലും അതിന്റെ കണ്ണ് നോക്കണമെങ്കിലും പിന്നെ ഏത് ഭാഗം നോക്കണമെങ്കിലും അങ്ങനെ നെഞ്ഞില് ബ്ലേഡ് പോലെ ആയി എന്ന് പറയാറുണ്ടല്ലോ. അപ്പൊ അതൊക്കെ നോക്കണമെങ്കിലും ടവൽ വെച്ച് നോക്കുക. പിന്നെ കാലില് വല്ല കാരണം നമുക്ക് അസുഖം ഉണ്ടോ നോക്കിയാലല്ലേ നമുക്കത് ഡോക്ടർമാരുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ നോക്കിയിട്ട് ശരിക്ക് ഓരോ ഇടക്ക് പിടിച്ചു നോക്കണം. പക്ഷെ കൈയോണ്ട് മാത്രം ബെയർ ഹാൻഡ് കൊണ്ട് പിടിച്ചാല് ചിലപ്പോൾ ഹാൻഡ് ഫോബിയ ഉണ്ടാവാറുണ്ട്. ചില ബേർഡ്സിന് കൈയോട് എതിർപ്പ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അവിടെ എപ്പോഴും കഴിഞ്ഞൊരു തുണി വെച്ച് പിടിക്കുക, അത് നല്ലത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ നെഞ്ഞ് നോക്കുമ്പോൾ നെഞ്ഞിന്റെ ഈ ഇതില് രണ്ട് മസിൽസ് വീക്ക് ആകുമ്പോൾ എങ്ങനെയാണ് ബ്ലേഡ് എന്ന് പറയുന്നത്. ഒന്നാമത്താണ് ബ്ലേഡ്. കാര്യം അതിൽ രണ്ട് ഭാഗത്തുള്ള മസിൽസ് ഒക്കെ ഇപ്പൊ ബേർഡ്സ് അസുഖം ഉണ്ടാകുമ്പോൾ അവർ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഉള്ളിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ ആദ്യം ഫാറ്റൊക്കെ മൊബിലൈസ് ചെയ്തു പോകും. പിന്നെയാണ് പുറത്തുനിന്ന് മസിൽസ് സ്പെക്ടറൽ മസിൽസ് ഒക്കെ അത് മൊബിലൈസ് ചെയ്യുക. അപ്പൊ അങ്ങനെ ആകുമ്പോഴാണ് കീൽ ബോൺ ഉണ്ടാകുന്നത്. അപ്പൊ ഒരസുഖമല്ല, അത് പല അസുഖത്തിലും വരാം. പിന്നെ ചിലതിൽ കാണാം ഈ 2, 3 ഒക്കെ 3 ഐഡിയൽ ആയിട്ടുള്ളത്. 4 ഒക്കെ ഫാറ്റ് ആണ്, ഒബേസ് ആണ്. അതായത് ആ എല്ല് തീരെ കാണൂല, 2 സൈഡിലും ഫാറ്റും ഒക്കെ നിറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ശരിക്കും ഐഡിയൽ ആയിരിക്കണം. അതെന്ന് പറഞ്ഞാൽ ബ്ലേഡ് ആവുകയും ചെയ്യരുത്, ഫാറ്റ് ആവുകയും ചെയ്യരുത്. പിന്നെ വെയിറ്റ് നോക്കുക എന്നുള്ളത് ഈ പക്ഷികളെ വളർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പലപ്പോഴും നമ്മൾ അസുഖം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വെയിറ്റ് റെഗുലർ ആയിട്ട് നോക്കിയിട്ട് ഒരു 10% കുറവ് ഉണ്ടാവുകയാണെങ്കിൽ അപ്പൊ തന്നെ അതിന് ഉള്ളിൽ ഒരു അസുഖം ഉണ്ടെന്ന്. ഈ ഫാൽക്കണൊക്കെ വളർത്തുന്നവരൊക്കെ സ്ഥിരമായിട്ട് നോക്കും. കാര്യം ആവറേജ് 1 കിലോ ഉണ്ടാവും, അത് 100 ഗ്രാം കുറയുമ്പോഴേക്ക് തന്നെ അവര് പെട്ടെന്ന് വന്ന് അതിന്റെ അസുഖം വെയിറ്റ് നോക്കിയിട്ട് അവര് വെയിറ്റ് കുറവുകൊണ്ട് അപ്പൊ തന്നെ ആശുപത്രിയിൽ കൊണ്ടുവരും. അപ്പൊ നമുക്ക് അതിന്റെ ഫീസ് ഡ്രോപ്പിങ്സ് ഒക്കെ നോക്കിയാൽ വരണ്ടോ വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. പിന്നെ പിടിക്കുന്നതാണ്, ഇതൊരിക്കലും ഇങ്ങനെ കൈ കൊണ്ട് മൊത്തമായിട്ട് ഇങ്ങനെ പിടിക്കാൻ പാടില്ല, വിരലുകൊണ്ട് കൂട്ടി പിടിക്കാൻ പാടില്ല. ഇതിങ്ങനെ റെഡ് ആയിട്ട് കാണിച്ചതാണ്. ശരിക്കും എപ്പോഴും അത് ശ്വസിക്കാൻ സൗകര്യത്തിന് വേണ്ടി കുറച്ച് ഭാഗം ഗ്യാപ്പ് ഇട്ടിട്ട് മാത്രമേ പിടിക്കാൻ പാടുള്ളൂ. പിന്നെ ഇത് ഫാൽക്കണൊക്കെ ആകുമ്പോൾ അതിന് ഓരോ ബേർഡിന് ഓരോ രീതി ഉണ്ട്. ഇത് കുവൈത്ത് ഫാൽക്കൺ ഹോസ്പിറ്റലാണ്. അപ്പൊ ഫാൽക്കൺ ഹോസ്പിറ്റലിൽ എപ്പോൾ നമുക്ക് ലെതർ ഗ്ലൗസ് വേണം. അത് തന്നെ അതിന് വേണ്ടി ഇതൊക്കെ ഹെഡൊക്കെ ഹുഡൊക്കെ ഇട്ടിട്ട് മാത്രമേ ചെയ്യൂ. കാരണം ആ ഹുഡിന് 2 കാര്യമുണ്ട്. ഒന്ന് കണ്ണ് അടച്ചു നിന്നാൽ ഇവരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. രണ്ടാമത് കണ്ണ് പ്രൊട്ടക്ട് ചെയ്യാൻ. കാരണം കണ്ണിന് എന്തെങ്കിലും ഇവരെ ഷാർപ്പ് ടാലൻസ് വളരെ ഷാർപ്പാണ്, നഖങ്ങൾ വളരെ ഷാർപ്പാണ്. ഈ കണ്ണെങ്ങനെ ഇവര് സ്ക്രാച്ച് ചെയ്യുമ്പോൾ വരെ കണ്ണിന് പൊട്ടുപറ്റും. അതുകൊണ്ടാണ് എപ്പോഴും ഹുഡ് ഇട്ട് വെക്കുന്നത്. 2 കാര്യത്തിനാണ്. ഒന്ന് അതൊന്ന് സൈലന്റ് ആയി നന്നായിട്ട് ഒബീഡിയന്റ് ആയിട്ട് കിട്ടാനും, മറ്റേന് കണ്ണ് പ്രൊട്ടക്ട് ചെയ്യാനും. പിന്നെ പിടിക്കുമ്പോഴും ഇതുപോലത്തെ ഈ പരുന്തിനെയോ അതുപോലത്തെ റാപ്റ്റോ വൾച്ചറോ ഇതൊക്കെ പിടിക്കുമ്പോ ഒക്കെ തന്നെ ഈ നഖങ്ങൾ പിന്നോട്ടാക്കി പിടിക്കണം, അല്ലെ നമ്മളെ കയ്യിൽ അവര് നഖം ഇറക്കും. ഇത് ഓസ്ട്രിച്ചിനെ അത് തന്നെ എമൂനെയൊക്കെ പിടിക്കുന്ന രീതിയാണ്. ശരിക്കും പുറകുന്ന 2 പേര് ഈ ഇതിന്റെ ചിറക് ശരിക്കും പിടിക്കുക, ഒരാൾ തല പിടിക്കുക, കണ്ണ് പൊത്തിപ്പിടിക്കുക. കണ്ണ് പൊത്തിപ്പിടിച്ചില്ല വേറെ വഴി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇതുപോലത്തെ വലിയ പക്ഷികളൊക്കെ ഈ വെളിച്ചം കുറവുള്ള സമയത്ത് ഈവനിങ്ങില് രാത്രിയൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന അവർ പൊതുവെ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കൈകാര്യം ചെയ്യാൻ. അല്ലെങ്കിൽ ഈ ഒട്ടപ്പക്ഷിയുടെ ഒക്കെ ചെയ്യുന്ന നമ്മുടെ കയ്യിലൊരു സോക്സ് ഇടും, എന്നിട്ട് കൊക്ക് പിടിച്ചിട്ട് ഈ സോക്സ് അങ്ങോട്ട് മറിച്ച് അവരെ തല അങ്ങോട്ട് കണ്ണ് കവർ ചെയ്യും. അങ്ങനെ രീതിയിൽ അങ്ങനെ അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് മര്യാദ കൺട്രോൾ ചെയ്യാത്തതുകൊണ്ട് പറ്റിയാണ്. ഒരു ബംഗാൾ എന്നുള്ള ഒരാള് ഇതിനെ ഓസ്ട്രിച്ചിനെ കയറി പിടിച്ചപ്പോഴേക്ക് ആ ഓസ്ട്രിച്ച് അയാളെയും കൊണ്ട് ഓടിയാ വീണു. ആ കഴുത്തിൽ കൂടെ ഓസ്ട്രിച്ച് കയറി ഇറങ്ങിയാണ്. അപ്പം ഇത് ഞങ്ങൾ ഇതിന്റെ പക്ഷിപ്പനിക്ക് വേണ്ടിയുള്ള കുത്തിവയ്പ്പിന് പോയപ്പോൾ നടന്ന സംഭവമാണ്. പിന്നെ ഇതുപോലെ എമൂനെ കൺട്രോൾ ചെയ്യാം. ശരിക്കും ചിറക് നന്നായിട്ട് നന്നായി സ്ട്രോങ് ആയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാം. പിന്നെ മരുന്ന് കൊടുക്കാൻ ചിലപ്പോൾ കിടത്തേണ്ടി വരും. അങ്ങനെ സ്ട്രാഡ്ലിംഗ് ചെയ്യാം. ഇതുപോലത്തെ ക്രെയിനുകളൊക്കെ ഏറ്റവും നമ്മൾ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുപോലത്തെ നീളമുള്ള കൊക്കുള്ള ജീവികളൊക്കെ തന്നെ ശരിക്കും കഴുത്ത് പിടിച്ച് ആദ്യം തന്നെ നമ്മളെ കഴുത്ത് കയ്യിൽ കിട്ടണം. അല്ലാതെ ബോഡി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചേർഡ് ആവും. ഒരിക്കലും കുവൈത്ത് സൂവിൽ ഒരു ക്രെയിനിന് ഒരു ഫ്രാക്ചർ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് തലേന്ന് ഫ്രാക്ചറിന് ശരിക്കും അതിനെ പോയി പ്ലാസ്റ്റർ ഒക്കെ ചെയ്തു. പിറ്റേ ദിവസം എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആളില്ലായിരുന്നപ്പോ ഞാൻ പോയിട്ട് അതിനെ പോയി ചിറക് പിടിച്ചപ്പോൾ അത് പെട്ടെന്ന്
എന്റെ കണ്ണിലാ കൊത്തി. കണ്ണ് കൊത്തി കണ്ണറുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇതുപോലത്തെ സൾഫർ ക്രസ്റ്റഡ് ക്രെയിനോ ഏത് ക്രെയിനാണെങ്കിലും നമ്മള് ഇത് ഉപയോഗിച്ചിട്ട് തല പിടിച്ചിട്ട് മാത്രമേ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. അടുത്തത് ബേർഡ് ബ്രൂഡർ ICU. ഇവരെപ്പോഴും വാമത്തായിട്ട് കീപ്പ് ചെയ്യാം. നമുക്ക് അസുഖമുള്ള പക്ഷികൾ എപ്പോഴും നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ അവർക്ക് ചൂട് ആവശ്യമാണ്. കാരണം ഹൈ മെറ്റബോളിക് റേറ്റ് ഉള്ള ബേർഡ്സ് ആണ്. അപ്പൊ അവരെ ചൂട് എപ്പോഴും നമ്മുടെ ബോഡി നമ്മുടെ ടെമ്പറേച്ചറിനേക്കാൾ കൂടുതലാണ്. അപ്പൊ അസുഖം ഉണ്ടാകുമ്പോൾ ഈ മെറ്റബോളിക് റേറ്റ് കുറയും. അങ്ങനെ ആകുമ്പോൾ അവരെ ബോഡി വാമാക്കി വെക്കാൻ വേണ്ടി. അത് തന്നെ ചിലത് നമുക്കറിയാം, ഇവര് പെർച്ചിന്റെ മുകളിൽ കമ്പിന്റെ മുകളിൽ നിൽക്കുന്ന ബേർഡ്സ് ഒക്കെ ചിലപ്പോൾ താഴെ നിൽക്കുക. അപ്പൊ താഴെ നിൽക്കുമ്പോൾ ഫ്ലോറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ബോഡി തണുക്കും. അപ്പൊ അങ്ങനെയുള്ള തണുപ്പ് ഒഴിവാക്കാൻ അവർക്ക് ചൂട് കൊടുക്കണം. പിന്നെ ഓക്സിജൻ, നല്ല വെന്റിലേഷൻ കൊടുക്കണം ഒക്കെ ചെയ്യണം. പിന്നെ അസുഖങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന 1-2 അസുഖങ്ങൾ മാത്രം ഞാൻ പറയാണ്. ഇത് പാരാമിക്സോ വൈറസ് ഇൻഫെക്ഷൻ, നമുക്ക് കോഴിവസന്ത പോലെ കാണുന്ന അസുഖമാണ്. ആ അസുഖങ്ങൾ എല്ലാ പക്ഷികൾക്കും ഉണ്ടാവാറുണ്ട്. തത്തയ്ക്ക് ഉണ്ടാവാറുണ്ട്, പ്രാവിന് ഉണ്ടാവാറുണ്ട്, എല്ലാറ്റിനും ഉണ്ടാവാറുണ്ട്. പല തരത്തിൽ കാണും. അത് ചിലത് തല തിരിച്ചിലായിട്ട് കാണും, ചിലത് വയറ്റുന്നു പോക്കായിട്ട് കാണും, ചിലത് ശ്വാസമുട്ടായിട്ട് ന്യൂമോണിയ ആയിട്ട് കാണും. ആ അസുഖം തിരിച്ചറിഞ്ഞ് പെട്ടെന്ന് ചികിത്സിച്ചില്ലെങ്കിൽ ബാക്കി പക്ഷികൾക്കൊക്കെ പെട്ടെന്ന് വരികയും ചെയ്യും. അവര് ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. അതിന് ഈ ഫസന്റുകൾക്ക് അല്ലെങ്കിൽ ഒട്ടകപ്പക്ഷിക്ക്, എമൂന്, പ്രാവിനൊക്കെ തന്നെ പാരാമിക്സോ വൈറസ് വാക്സിൻ ഉണ്ട്. അതേസമയത്ത് ഇപ്പോഴും നമ്മളെ വലിയ പക്ഷികൾക്കൊന്നും ഇപ്പോഴും വാക്സിൻ അവൈലബിൾ അല്ല, എപ്പോഴും കിട്ടാനില്ല. സത്യം പറഞ്ഞാൽ തത്തവർഗത്തിൽപ്പെട്ട ഇപ്പൊ മെക്കാവ് ആണെങ്കിലും ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ എക്ലക്ടസ് പാരറ്റ് ആണെങ്കിലും തത്തകൾക്കൊക്കെ തന്നെ കൊടുക്കാവുന്നത് ഈവൻ അമേരിക്കയിൽ വരെ, കാരണം ബാക്കിയുള്ള വാക്സിൻ ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള അവിടെ വരെ ഈ പോളിയോമ വൈറസ് വാക്സിൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. വേറെ വാക്സിൻ ഒന്നും അവൈലബിൾ അല്ല. പിന്നെ പ്രാവുകൾക്കാണ്, ഈ പ്രാവുകൾക്കും കോഴികൾക്കും വർഗത്തിൽപ്പെട്ടവരൊക്കെ തന്നെ ഈ പാരാമിക്സോ വൈറസ് വാക്സിൻ അവൈലബിൾ ആണ്. പിന്നെ ഫാൽക്കണിന് വേണ്ടിയിട്ടുള്ള എല്ലാതരം വാക്സിനുകളും ഈ ദുബായ് ഫാൽക്കൺ ഹോസ്പിറ്റൽ അവർ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഹെർപ്പിസ് വൈറസിനും പാരാമിക്സോ വൈറസിനും ഫാൽക്കൺ പോക്സിനും എല്ലാറ്റിനുള്ള വാക്സിൻ അവിടെ അവൈലബിൾ ആണ്. ഈ പാരാമിക്സോ വൈറസ് വാക്സിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാവുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഷെവിവാക് P200, കൊളംബോവാക് PMV, പിന്നെ നോബിലിസ് പാരാമിക്സോ P201. ഈ വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ പ്രാവുകളെ നമുക്ക് രക്ഷിക്കാവുന്നതാണ്. പക്ഷെ മിഡിൽ ഈസ്റ്റില്, അതായത് ഗൾഫ് കൺട്രീസിലൊക്കെ തന്നെ ഈ വാക്സിൻ തന്നെ അവർ മെക്കാവിനും ഗ്രേ പാരറ്റിനും കൊടുക്കാറുണ്ട്. കൊടുത്തിട്ട് കുഴപ്പമൊന്നും കണ്ടിട്ടില്ല, ഞാനും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് അസുഖം അതുകൊണ്ട് പ്രിവെന്റ് ചെയ്തോന്ന് ചോദിച്ചാൽ മുഴുവനായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് ടെസ്റ്റ് ചെയ്താലേ പറയാൻ പറ്റും. കാര്യം ഇതിൽ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ വൈറസിന് ചെറിയ വ്യത്യാസമുണ്ട്. ഈ പ്രാവുകളില് PMV1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തരത്തിലുള്ള വൈറസ് ആണ് ഈ പാരാമിക്സോ ഉണ്ടാക്കുന്നത്. ആ സമയത്ത് ഈ തത്തകളിലൊക്കെ PMV1 മാത്രമല്ല 3ഉം 5ഉം ഒക്കെ ഉണ്ടാക്കാം. അതുകൊണ്ട് ഫുൾ പ്രൊട്ടക്ഷൻ എന്തായാലും കിട്ടില്ല. എന്നാലും വളരെയധികം ഏത് പക്ഷികൾക്കും ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഈ കോഴി വസന്ത നമ്മൾ പറയുന്ന ആ ഗ്രൂപ്പിൽപ്പെട്ട പാരാമിക്സോ വൈറസിന്റെ ഇൻഫെക്ഷൻ. പിന്നെ വസൂരിയാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന മറ്റൊരു അസുഖം. ഈ വസൂരിക്ക് അതും തന്നെ പ്രാവുകൾക്കും അതുതന്നെ കോഴികൾക്കും ഒക്കെ വാക്സിൻ ഉണ്ട്, മറ്റു പക്ഷികൾക്ക് വാക്സിൻ ഇല്ല. പിന്നെ നമുക്ക് പൊതുവെ ട്രീറ്റ് ചെയ്യാന്ന് മാത്രം, കുറെയൊക്കെ സൈക്ലോവിർ ക്രീം ഉപയോഗിച്ചും അത് തന്നെ അപ്പം ആന്റിബയോട്ടിക് ഉപയോഗിച്ചൊക്കെ ട്രീറ്റ് ചെയ്യാം. അസുഖം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ പ്രത്യേകിച്ചും ഏത് അസുഖം വന്നാലും അതിന്റെ ബോഡി വെയിറ്റ് നോക്കി അല്ലെ അതിന് കൃത്യമായിട്ടുള്ള മരുന്ന് കൃത്യ ഡോസ് കൊടുക്കണം. അതിനെപ്പറ്റി അറിയാവുന്ന ഒരാളുമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യണം. കാര്യം ഓരോ മരുന്നിന്റെയും അത് എത്ര ഡോസ് കൃത്യമായിട്ട്, വളരെ കൃത്യമായിട്ട്, കാരണം പല പക്ഷികൾക്കും പറ്റുമെന്ന മരുന്നുണ്ട്, പറ്റാത്ത മരുന്നുണ്ട്, ഒക്കെ നോക്കി കൊടുത്തില്ലെങ്കിൽ നമ്മളെ വില പിടിച്ച പക്ഷികൾ നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് അസുഖം വന്നാൽ എപ്പോഴും ഡോക്ടർമാരുമായിട്ട് ബന്ധപ്പെടണം. ഇതാണ് ഇതിനുള്ള പോക്സ് ഒന്നാണ് മെക്കാവിന്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് ഏവിയൻ പോളിയോമ വൈറസ് ഇൻഫെക്ഷൻ. അത് ബഡ്ഗർഗാറൊക്കെ പറന്ന് തുറന്ന സമയത്ത് പെട്ടെന്ന് ചത്തുപോകുന്ന ഒരു അസുഖമാണ്. ബഡ്ഗർഗാർ ഫ്ലഡ്ജിൻ ഡിസീസ് എന്നറിയും.
സിറ്റാസിൻ പോളിയോമ വൈറസ്. ഈ വൈറസ് കൊണ്ട് രക്ഷപ്പെടുന്ന പക്ഷികൾ തന്നെ ഈ ചിറകിന് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതാണ് ഈ ഫ്രഞ്ച് മോൾട്ട് എന്ന് പറയുന്നത്. അതേ സമയത്ത് ഈ അസുഖത്തിനെതിരായിട്ടുള്ള വാക്സിന് അമേരിക്കയിലൊക്കെ അവൈലബിൾ ആണ്. ഇത് ഫ്രഞ്ച് മോൾട്ട്. കാരണം ചത്തുപോവാതെ ബാക്കിയാവുന്ന ഈ പോളിയോമ വൈറസ് ഉണ്ടായ പക്ഷിക്കാണ് ഈ ഫെദർ ഡിസ്ട്രോഫി ഒക്കെ വരുന്നത്. അപ്പൊ ഇതാണ് ഈ വാക്സിനാണ്, ഏവിയൻ പോളിയോമ വൈറസ് വാക്സിനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അമേരിക്കയിൽ അവൈലബിൾ ആണ്, പക്ഷെ അതും നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ല. അതിനെ ചെറിയനൊന്നും ചെയ്യാറില്ല, പക്ഷെ വലിയ തത്തകൾക്കൊക്കെ ചെയ്യാറുണ്ട്, കോസ്റ്റ്ലി ആയിട്ടുള്ളതിനൊക്കെ ചെയ്യാറുണ്ട്. പിന്നെയുള്ള ഒരു അസുഖമാണ് സിറ്റാസൈൻ ബീക്കാൻ ഫെദർ ഡിസീസ്. അതൊരു സിർക്കോ വൈറസ് എന്ന വൈറസാണ്. അതിനുള്ള കിറ്റുകൾ നമുക്ക് ബീക്സിലൊക്കെ ഉണ്ട്. കാരണം അത് അസുഖം, പക്ഷെ അതിന് ചികിത്സ അല്ല. ആ വൈറസിന്റെ അസുഖം അത് തിരിച്ചറിഞ്ഞാൽ അതിനെ ഒഴിവാക്കാന്ന് മാത്രം. അതിന്റെ ചുണ്ടിനും കാലിനും ഒക്കെ തന്നെ പ്രശ്നം വരും. നഖങ്ങളൊക്കെ നീളും, ചുണ്ടും ഷേപ്പ് മാറും, കൊക്ക് ഷേപ്പ് മാറി, തൂവലുകളൊന്നും നന്നായിട്ട് വരില്ല. അതുകൊണ്ടാണ് പലപ്പോഴും പല അസുഖങ്ങളും വരുമ്പോൾ തൂവല്, ചിലർ പറയും ആ വൈറ്റമിൻ കൊടുത്താൽ മതി, അല്ലെ പ്രോട്ടീൻ കൊടുത്താൽ മതി എന്നൊക്കെ എന്ത് പറഞ്ഞാലും മാറാതെ പിന്നെയും നിൽക്കുന്നത് ഇതുപോലെ പോളിയോമ വൈറസോ അല്ലെങ്കിൽ സിറ്റാസൈൻ ബീക്കാൻ ഫെദർ ഡിസീസോ ഒക്കെ ആണെങ്കിലാണ്. ആ അസുഖങ്ങളാണെങ്കിൽ ആ പക്ഷികളെ ഒഴിവാക്കിയേ രക്ഷയുള്ളൂ, അല്ലെങ്കിൽ ബാക്കിയുള്ളതിനും പകരും. അത് മാത്രമല്ല, ആ അസുഖങ്ങളൊക്കെ ഉള്ളപ്പം ഈ PBFT ഒക്കെ ഉള്ളപ്പോൾ ഇമ്മ്യൂണോ സപ്രഷൻ ഉണ്ടാവും. അതുപോലെ വേറെ അസുഖങ്ങളും പെട്ടെന്ന് വരും. പിന്നെ ഇത് തിരിച്ചറിയാവുന്ന ഒരു അസുഖമാണ്, മെക്കാവിനൊക്കെ വരുന്ന ഒരു അസുഖമാണ് ഏവിയൻ ബോണ വൈറസ് എന്ന് പറയുന്നത്, പ്രോവെൻട്രിക്കുലർ ഡയലറ്റേഷൻ ഡിസീസ്. നമുക്ക് എക്സ്റേ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വയറ് വലുതായിട്ടുള്ളത് കാണാം. അപ്പൊ അല്ല മെക്കാവിന് അത് ലക്ഷണം എന്ന് പറഞ്ഞാൽ അത് വല്ലാതെ ക്ഷീണിക്കും. പിന്നെ ഈ തീറ്റ ദഹിക്കാതെ തന്നെ വയറ്റുന്ന് പോവുകയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന ഒരു അസുഖമാണ്. അതിൽ തന്നെ 2 തരത്തിൽ കാണാം. ചിലപ്പോൾ ഈ ന്യൂറോളജിക്കൽ, അത് കൊത്തിയിട്ട് ബാക്കിയുള്ള സെൽഫ് മ്യൂട്ടിലേഷൻ ഉണ്ട്, ഇതൊക്കെ തൂവലൊക്കെ കൊത്തിക്കളയും. അല്ല വയറ്റുന്ന് ഡൈജസ്റ്റീവ് ഫോം ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ ദഹിക്കാതെ ഭക്ഷണം പുറത്തേക്ക് പോകും. കാരണം ഇതിന്റെ പ്രോവെൻട്രിക്കുലർ ഡയലറ്റേഷൻ ഡിസീസ് നമ്മൾ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രോവെൻട്രിക്കുലസ് ഡയലേറ്റ് ചെയ്തായിട്ട് കാണാം. അങ്ങനെ അതിന് തിരിച്ചറിയാൻ പറ്റും. ഇത് സെൽഫ് മ്യൂട്ടിലേഷൻ എന്ന് പറഞ്ഞാൽ ഈ അസുഖത്തിന് കൊത്തിക്കളയുന്നതാണ്. ഇതിൽ കാണാം അതിന്റെ വയറ് വലുതായിട്ട് ലിവറൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റിയ നമുക്ക് എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ അസുഖം, ഈ ബോണ വൈറസ് ഇൻഫെക്ഷൻ, പ്രോവെൻട്രിക്കുലസ് ഡയലറ്റേഷൻ ഡിസീസ്. കാരണം പ്രോവെൻട്രിക്കുലസ് ഡയലേറ്റ് ചെയ്തിട്ട് ആ വയറ് വലുതായിട്ട് അതിന്റെ ഭക്ഷണം അത് ദഹിക്കാതെ നിൽക്കുന്നത് കാണാം. പിന്നെ പക്ഷിപ്പനി, ഇതാണ് ഏവിയൻ ഇൻഫ്ലുവൻസ. ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞാല്, നമ്മളെ ഈ ഏവിയൻ ക്ലബ് ഓഫ് കേരളയിൽപ്പെട്ട പല അംഗങ്ങൾക്കും ഒരുപാട് പരാതി ഉണ്ടായ ഒരു അവസരമാണ് കോഴിക്കോട് പക്ഷിപ്പനി വന്നപ്പോൾ ഈ വേങ്ങേരി ഭാഗത്തുനിന്ന് പക്ഷികളെ നശിപ്പിക്കേണ്ടി വന്ന ഒരു നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടായത്. അതിൽ ഒരുപാട് സംശയങ്ങൾ വന്നപ്പോൾ ഈ പക്ഷിപ്പനി എന്ന് പറഞ്ഞാല് എല്ലാ പക്ഷികൾക്കും വരുന്ന അസുഖമാണ്. എല്ലാ പക്ഷികൾക്കും വരുന്ന അസുഖം എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും വലിയ പ്രാധാന്യം, ഇപ്പൊ തന്നെ ഒരു അമേരിക്കയിലെ സയന്റിസ്റ്റ് പറഞ്ഞല്ലോ, ഈ കൊറോണ വൈറസ് വന്നിട്ട് ഇപ്പൊ കുറെ ആൾക്കാർ മരിച്ചു. ഈ കൊറോണ വൈറസിനേക്കാൾ കൂടുതൽ മനുഷ്യന്മാരിൽ മരണം ഉണ്ടാക്കുന്ന ഒരു അസുഖം വരാനുണ്ട്, അത് പക്ഷികളിൽ നിന്നാണ് വരിക എന്ന് പറഞ്ഞു. അദ്ദേഹം ഉദ്ദേശിച്ച അസുഖം എന്ന് പറഞ്ഞാൽ ഈ പക്ഷിപ്പനിയാണ്. അത് ഏവിയൻ ഇൻഫ്ലുവൻസ് ആണ്. അതൊരു പാൻഡമിക് ഇൻഫ്ലുവൻസ. കാരണം മുമ്പ് ഈ സ്പാനിഷ് ഫ്ലൂ എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചു, ഹോങ്കോങ് ഫ്ലൂ എന്ന് പറഞ്ഞ് മരിച്ചു, ഏഷ്യൻ ഫ്ലൂ എന്ന് പറഞ്ഞ് മരിച്ചു. അങ്ങനെ ഒരുപാട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ മരിച്ച ആ അസുഖം ഇനിയും തിരിച്ചു വരാനുള്ള എല്ലാ ഒരു സാധ്യതയുണ്ട്. ആ സാധ്യത പറഞ്ഞാൽ 2003 മുതൽക്ക് പക്ഷിപ്പനി, മാരകമായിട്ടുള്ള പക്ഷിപ്പനി എല്ലാ സ്ഥലത്തും വ്യാപകമായി കണ്ടതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ പക്ഷിപ്പനി വന്നു കഴിഞ്ഞാല് ആ വൈറസിനെ അവിടെ വെച്ച് തന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ലോക മൃഗാരോഗ്യ സംഘടന OIയും WHO എല്ലാവരും കൂടിയിട്ട് തീരുമാനമെടുത്തത്. അതുകൊണ്ടാണ് OIയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പൊ നമ്മളെ കേന്ദ്ര ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റ് ഇതിന് പ്രോട്ടോകോൾ നിശ്ചയിച്ചതാണ്. കാരണം ബാക്കി തന്നെ നമ്മള് ട്രീറ്റ് ചെയ്യുക, വാക്സിനേറ്റ് ചെയ്യുക, കുറെ അങ്ങനെ കൺട്രോൾ ചെയ്യാനാണ് നോക്കുന്നത്. പക്ഷിപ്പനിയിൽ നമ്മളെ ലക്ഷ്യം എന്ന് പറഞ്ഞാല് ആ വൈറസിനെ തന്നെ ആ പ്രദേശത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു സ്ഥലത്ത് അസുഖം ഡയഗ്നോസ് ചെയ്താൽ എപ്പിസെന്റർ ആയിട്ട് കണക്കാക്കി അതിന് 1 കിലോമീറ്റർ ചുറ്റുഭാഗത്തുള്ള എല്ലാ പക്ഷികളെയും നശിപ്പിക്കുന്നത്. അപ്പൊ ആ പക്ഷികളെ നശിപ്പിക്കുന്നതിൽ ഏത് പക്ഷിയായാലും എത്ര വിലപിടിപ്പുള്ള പക്ഷിയാണെങ്കിലും അതിൽ പെടും. അതായത് ആ ഗവൺമെന്റിന്റെ ഒരു നിർദ്ദേശമാണ്. അത് എപ്പിഡമോൾ, ഇപ്പൊ നമുക്കറിയാം ഈ ലോക്ക്ഡൌൺ ഒക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ
നമുക്ക് ആർക്കും അതിനെ എതിർക്കാൻ പറ്റില്ല. കാരണം ഗവൺമെന്റിന്റെ ശക്തമായിട്ടുള്ള നിയമമാണ് അത്. നമ്മൾ ഓമനപ്പക്ഷിയാണെങ്കിൽ ഒക്കെ അതിൽ പെടും. പിന്നെ സർവൈലൻസ് കൊണ്ടുള്ളതിനെ വാച്ച് ചെയ്യുകയും ചെയ്യും. പിന്നെ ചില രാജ്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ 1 കിലോമീറ്ററിനുള്ളിൽ നശിപ്പിച്ചു കഴിഞ്ഞാലും ബാക്കിയുള്ള ബേർഡ്സിനെ, ഈ കോസ്റ്റ്ലി ആയിട്ടുള്ള ബേർഡ്സിനെ വാക്സിനേറ്റ് ചെയ്യാനുള്ള ചില നിയമങ്ങൾ ചില രാജ്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ വാക്സിനേഷൻ അത്ര എളുപ്പമല്ല. കാര്യം വാക്സിൻ ചെയ്താൽ തന്നെ കുറെ ബേർഡ്സിനെ വാക്സിനേറ്റ് ചെയ്യാതെ വെക്കണം. പിന്നെ അതിനെ ബാക്കിയുള്ളതിനൊക്കെ റെഗുലർ ആയിട്ട് ടെസ്റ്റ് ചെയ്യണം, ഒക്കെ ചെയ്യണം. ഇത് കാരണം പക്ഷിപ്പനി വന്നാല് ആ 1 കിലോമീറ്ററിനുള്ളിലുള്ള പക്ഷികളെ നശിപ്പിക്കാന് നമ്മൾ ആര് വിചാരിച്ചാലും തടയാൻ പറ്റില്ല. കോടതിക്ക് പോലും തടയാൻ പറ്റില്ല. കാരണം അത്രയും ശക്തമായിട്ടുള്ള ഈ പകർച്ചവ്യാധി നിയന്ത്രണ നിയമം എന്നുള്ള ഗവൺമെന്റിന്റെ നിയമമാണ്. അപ്പം അതാണ് സംഭവിച്ചത്. അതിൽ എല്ലാവർക്കും സങ്കടം ഉണ്ടെങ്കിലും വേറെ വഴിയില്ല. ഇതിപ്പോ ഞാൻ തന്നെ എടുത്ത ഫോട്ടോസ് ആണ്. കുവൈത്തിൽ അന്ന് വന്നപ്പോ ഞങ്ങൾ സത്യം പറഞ്ഞാൽ 18 ലക്ഷം പക്ഷികളെ നശിപ്പിച്ചിട്ടുണ്ട് 2007 പക്ഷിപ്പനി വന്നപ്പോൾ. പിന്നെ 2014 ആലപ്പുഴ വന്നപ്പോഴും കുവൈത്തിൽ എനിക്കാണ് അതിന്റെ ചാർജ് ഉണ്ടായിരുന്നത്. പിന്നെ ആലപ്പുഴ വന്നപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോഴും ആ ഏരിയയിലുള്ള എല്ലാ പക്ഷികളെയും നശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ആരെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിലൊക്കെ അവർ രക്ഷപ്പെടുക എന്നല്ലാതെ വേറൊരു വഴിയും അതിനില്ല. ഇത് പക്ഷിപ്പനിയുടെ അടയാളങ്ങളാണ്. കാരണം നേരത്തെ കണ്ടു ഈ കോഴികളിലൊക്കെയാണ് പെട്ടെന്ന് കാണുക. നീല നിറത്തിലുള്ള പൂവും താടയൊക്കെ വീക്കുണ്ടാവും. പിന്നെ പെട്ടെന്ന് ചാവും. അതുപോലെ ഷാങ്ക് കാലിലൊക്കെ രക്തസ്രാവം ഉണ്ടാവും. ഇതൊക്കെയാണ് പക്ഷിപ്പനിയുടെ അടയാളങ്ങൾ. പിന്നെ ഇത് റൂത്ത് മാൻ എന്ന് പറഞ്ഞ OI റെഫറൻസ് ലബോറട്ടറി ഉണ്ട് ഇവിടുന്ന് UK-യിലുള്ള. അവര് വന്നപ്പോ ഞങ്ങളെ അവിടെ കുവൈത്തിൽ OI കോൺഫറൻസ് ഉണ്ട്. അതായത് വേൾഡ് ഓർഗനൈസേഷൻ ഓഫ് അനിമൽ ഹെൽത്തിന്റെ പക്ഷിപ്പനിയുടെ കോൺഫറൻസിൽ ഞാൻ കുവൈത്തിനെ റെപ്രസെന്റ് ചെയ്തിരുന്നു. അവിടെ ഇതിനെപ്പറ്റി ഒരുപാട് ഡിസ്കഷൻ നടന്നതാണ്. എങ്ങനെ ഈ നല്ല പക്ഷികളൊക്കെ രക്ഷിക്കാന്നൊക്കെ. പക്ഷെ ഒന്നും കാരണം എല്ലാറ്റും ഇതിൽ കൊല്ലാന്നുള്ള അല്ലാതെ, കാരണം ആ ഏരിയയിലുള്ളതിനെ വൈറസിനെ നശിപ്പിക്കാൻ അത് മാത്രമേ വഴിയുള്ളൂ എന്നുള്ള നിലപാട് തന്നെയാണ്. പിന്നെ ഞങ്ങൾ ചെയ്തത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ USDA ആയിട്ട് കുവൈത്തില് ഞങ്ങൾ വാക്സിനേഷനെ പറ്റി ഡിസ്കഷൻ നടത്തി. അവസാനം ഞങ്ങൾ ഈ വില പിടിച്ച പക്ഷികളെ, സൂലുള്ള പക്ഷികളെ, അതുപോലെ തന്നെ ഒട്ടകപ്പക്ഷിയൊക്കെ വാക്സിനേറ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുത്തു. അതിന്റെ ഭാഗമായിട്ടാണ് ഒട്ടകപ്പക്ഷികളെ ഞങ്ങൾ അന്ന് വാക്സിനേറ്റ് ചെയ്തത്. അത് ആ ഏരിയയിലുള്ളതല്ല, ആ എപ്പിസെന്റർ ചുറ്റും 1 കിലോമീറ്റർ ചുറ്റത്തുള്ളതല്ല, 120 കിലോമീറ്ററിൽ വേറുള്ള ഒരു ഏരിയയിൽ പിറ്റത്തെ വർഷമൊക്കെ വരികയാണെങ്കിൽ അതിന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വാക്സിനേഷൻ ചെയ്തത്. പക്ഷെ ഇന്ത്യയിൽ അത് പെർമിറ്റഡ് അല്ല. ഇന്ത്യയിൽ വാക്സിനേഷൻ അഗൈൻസ്റ്റ് ഏവിയൻ ഇൻഫ്ലുവൻസ പെർമിറ്റഡ് അല്ല. ഇത് നമുക്ക് ഹോസ്പിറ്റലിൽ നമ്മൾ എപ്പോഴും ഈ പക്ഷികളെ ചികിത്സിക്കാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനം ഐസോഫ്ലോറിൻ അനസ്തീഷ്യ. ഈ ഗേഷ്യസ് അനസ്തീഷ്യ ഉണ്ട്. നമുക്ക് എല്ലാ സർജറികളും എല്ലാ പരിശോധനകളും ഒക്കെ തന്നെ എക്സ്റേ എടുക്കാനും ഒക്കെ തന്നെ ഇത് ആവശ്യമാണ്. ശരിക്കും ഏറ്റവും സേഫ് ആയിട്ടുള്ള അനസ്തീഷ്യയാണ് ഇത്. ഫാൽക്കണിന്റെ അനസ്തീഷ്യ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ എൻഡോസ്കോപ്പ്, ഈ വയറ്റിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, ഈവൻ സെക്സ് അറിയണമെങ്കിലും അല്ലെങ്കിൽ പിന്നെ ഇത് അറിയണമെങ്കിലും, ലെഫ്റ്റ് ക്രോപ്പിലോ അതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ, അല്ലെ വയറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഈ സിലോമിക് കാവിറ്റിയിൽ വയറിലേക്കൊക്കെ ഈ എൻഡോസ്കോപ്പ് കയറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് ഞാനൊരു ക്രോപ്പ് എക്സാം ചെയ്യണം ഒരു ഫാൽക്കണിന്റെ. കാരണം അതില് അനസ്തീഷ്യ കൊടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. ഇത് എക്സ്റേ മെഷീൻ ആണ്. ഈ എക്സ്റേ ഇതുപോലെ തന്നെ അനസ്തീഷ്യ കൊടുത്തുകൊണ്ടാണ് എക്സ്റേ എടുക്കുക. എന്നാൽ പിന്നെ വളരെ ഇതായിട്ട് സേഫായിട്ട് കൃത്യമായിട്ട് നമുക്ക് എക്സ്റേ എടുക്കാൻ പറ്റും. എക്സ്റേയിൽ നമ്മൾ ഇത് മൈക്രോചിപ്പ് ചെയ്ത് കാണാൻ പറ്റും. അല്ലെങ്കിൽ ആരെങ്കിലും ഈ അവിടെയൊക്കെ പറ്റുന്ന പറഞ്ഞാല് ഈ വെടിവെച്ച് കൊന്ന പ്രാവിനൊക്കെ ആൾക്കാർ ഫാൽക്കണിനൊക്കെ കൊടുക്കും. അപ്പൊ ലെഡ് പോയ്സണിങ് വരും. അപ്പൊ ആ സമയത്ത് ഫാൽക്കണൊക്കെ നമ്മൾ എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വയറ്റില് ഈ വെടിയുണ്ടകൾ കാണാം, ലെഡ് പെല്ലറ്റ്സ് കാണാം. അതിനുവേണ്ടി യൂസ് ചെയ്യും. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ ഇമ്പിങ് എന്ന് പറഞ്ഞ പരിപാടി. ഒരു ഫെദർ, നമുക്കൊരു പ്രിയപ്പെട്ട പക്ഷിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫെദർ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അതിന് പകരമായിട്ട് പൊഴിഞ്ഞ ഫെദർ ഉണ്ടാകും, നമുക്ക് ആ ഫെദർ ഫിക്സ് ചെയ്യുന്ന പരിപാടിയാണ് ഇമ്പിങ്. ഇത് കുവൈത്തിൽ ഒരിക്കലും ഒരു റേസിംഗ് പീജിയനെ ഞാൻ അത് ഓപ്പറേറ്റ് ചെയ്തത്. ട്യൂമർ ഉണ്ടായിട്ട് ആ പക്ഷിയുടെ വയറ്റിൽ നിർത്ത ട്യൂമറാണ്. പക്ഷെ അത് സുഖമായി അത് പിന്നെയും പ്രാവ് മത്സരത്തിലോ പങ്കെടുത്ത് അതിന് സമ്മാനങ്ങളൊക്കെ കിട്ടിയ.
ഇത് വേറെ ഇത് കണ്ണൂരിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന ഇതൊരു ട്യൂമർ ആയിരുന്നു. ഇതിന്റെ ആഫ്രിക്കൻ ഗ്രേ പാരറ്റിന്റെ ഇത് മൈക്കോപ്ലാസ്മ ഇൻഫെക്ഷൻ വന്ന് നമുക്ക് കാണാം. തത്തകളൊക്കെ തന്നെ കണ്ണിന് മുകളിൽ മുഴ വന്നിട്ട് അത് പഴുപ്പ് നിറയുന്നത്, അതും ഓപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഒക്കെ ഇത് മലപ്പുറത്ത് നിന്ന് കൊണ്ടുവന്ന കേസുകളായിരുന്നു. 2 കണ്ണിലൊക്കെ വന്ന് ഇതിന് കോഴികൾക്കൊക്കെ രക്തത്തിലേക്ക് നമുക്കൊക്കെ ഡ്രിപ്പ് കൊടുക്കുന്ന പോലെ ഇഞ്ചക്ഷൻ ചെയ്യുകയും ചെയ്യാം. അപ്പൊ അങ്ങനത്തെ പെട്ടെന്ന് കൂടുതലായിട്ട് ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ളതിന് ഒന്നുകിൽ രക്തത്തിലേക്ക്, അല്ലെ തൊണ്ടിന്റെ അടിയിൽ, അല്ലെ എല്ലിന്റെ ഉള്ളിലേക്കൊക്കെ ഇഞ്ചക്ഷൻ കൊടുക്കുന്നതാണ്. ഇത് ഇതിലെ ഒട്ടകപ്പക്ഷിന്റെ കുഞ്ഞിന്റെ കഴുത്തുനിന്ന് രക്തം എടുക്കുന്ന ഫോട്ടോ. ഇത് ഫാൽക്കൺ രക്തം എടുക്കുന്നത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇതൊരു കോഴിക്കോട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ഒരു കോഴിയായിരുന്നു. ചുമ ആയിട്ട് കൊണ്ടുവന്നായിരുന്നു. അപ്പൊ അത് തുറന്നു നോക്കിയപ്പോഴാണ് ഒരു റബ്ബർ റിങ് കുടുങ്ങി കിടക്കുന്നത് കണ്ടത്. അപ്പൊ നിങ്ങളെ ഒരു പക്ഷി തന്നെ അത് ശ്വാസം മുട്ടൊക്കെ കാണിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട വായൊക്കെ തുറന്നു നോക്കുകയാണ്, വല്ലതും കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. അപ്പൊ വേറെ ഒരിക്കൽ കൊണ്ടുവന്നതാണ് കോഴിക്കോട് ഹോസ്പിറ്റലിൽ തന്നെ ഒരു കോഴിയെ കൊണ്ടുവന്നു. ഈ വായിലൊരു വലിയ മുഴാണ്. അപ്പൊ നോക്കിയപ്പോഴറിയുന്നത് അത് ഇതുപോലെ തന്നെ ഒരു പച്ച റിങ് റബ്ബർ ബാൻഡ് കുടുങ്ങി കിടക്കുകയായിരുന്നു. ആ റബ്ബർ ബാൻഡ് കട്ട് ചെയ്തപ്പോഴേക്ക് ആ മുഴൊക്കെ നേരെ വായ കയറി പോവുകയും ചെയ്തു. കാരണം അത് എഡിമാറ്റസ് ആയി നിന്നായിരുന്നു കാര്യം, ആ റബ്ബർ ബാൻഡ് കുടുങ്ങി കിടന്നപ്പോഴും. അപ്പം എപ്പോഴും എന്തെങ്കിലും അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ വായൊക്കെ തുറന്ന് നോക്കുക, മൂക്കിലോ വായിലൊക്കെ എന്തുണ്ടോന്നൊക്കെ എല്ലാം നോക്കണം. ഇതൊരു ഇവിടെ നിന്നുള്ള ഒരാള് കൊണ്ടുവന്നാണ്. പുള്ളി ശരിക്കും ഏറ്റുമാനൂരുകാരനാണ്. അതില് റൈനോലിത്ത് അത് വായക്കൂടെ മാത്രമേ ശ്വസിക്കായിരുന്നു. ന്യൂമോണിയ ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ മൂക്കിന്ന് ഇതെടുത്താണ്. മൂക്കിന്നുള്ള ഒരു കൊക്കാറ്റിയിലായിരുന്നു, നല്ല കൊക്കാറ്റിയിലാണ്. അതിന്റെ മൂക്കിന്ന് റൈനോലിത്ത് എടുത്തു. അതോടുകൂടി അത് സുഖാവുകയും ചെയ്തു. ഇത് കണ്ണൂരിൽ നിന്ന് വന്നൊരു കേസായിരുന്നു. ഒരു പ്രാവിന്റെ ഈ ആമാശയത്തിൽ വലിയ മുഴായിട്ട് ഈ ഭാഗത്ത് നോക്കിയാൽ കാണാം. വല്ലാതെ അതില് വയറ്റിൽ ഇങ്ങനെ സ്റ്റക്കായി നിന്നായിരുന്നു. വയറ്റൊന്നും പോകുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. അത് ഓപ്പറേറ്റ് ചെയ്ത് നമ്മളെ ഈ മാങ്ങ എന്നൊക്കെ പറയുന്ന ഗിസാഡ് എന്ന് പറയുന്ന ഈ കല്ലൊക്കെ ഉള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഗിസാഡ് അതിലായിരുന്നു ഈ ദഹിക്കാതെ ഈ ബ്ലോക്കായി കിടന്നിരുന്നത്. അത് ഓപ്പറേറ്റ് ചെയ്ത് എടുത്തു കളഞ്ഞപ്പം അത് സുഖായത പ്രാവിന്റെ കേസ്. ഇത് വേറൊരു എനിക്കൊന്ന് കക്കോടിയിലാണ്. ആഫ്രിക്കൻ ലോബേഡ് വന്നു. അതിന് വയറിൽ നീരായിട്ട് വന്നതാണ്. ആ നീരായിട്ട് വന്ന് എൻ്റെ ക്ലിനിക്കിൽ വന്നു. അതിന് ആ നീര് എടുത്തിട്ട് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ അയച്ചു നോക്ക്, പൂക്കോട്. അപ്പൊ അത് എക്പെരിട്ടോണൈറ്റിസ് ആണെന്ന് അറിഞ്ഞു. ആ 2.5 മില്ലി നീര് കുത്തിയെടുത്തു ഒരു ആഫ്രിക്കൻ ലോബേഡിന്റെ വയറ്റുന്നു. പക്ഷെ പിന്നെ അത് കഴിഞ്ഞ ആന്റിബയോട്ടിക് ഇതൊക്കെ കൊടുത്ത് അത് കംപ്ലീറ്റ് സുഖമായി ആ ബേർഡ്. ഇത് വേറൊരു ബേർഡായിരുന്നു, ഈഗിളുടെ. അത് എല്ല് പൊട്ടിയത്, എല്ല് കട്ട് ചെയ്ത് കംപ്ലീറ്റ് കേസായിരുന്നു. ഇത് വെറുതെ സാധാരണ വരുന്നതാണ്, നമ്മുടെ നാട്ടിൽ തന്നെ കോഴികൾക്കൊക്കെ വരുന്നതാണ്. പോക്സ്, വസൂരി വന്നിട്ട് കണ്ണിൽ പഴുപ്പ് നിറയും. ആ കണ്ണെന്നുള്ള പഴുപ്പ് നീക്കം ചെയ്ത് നമ്മൾ മരുന്നൊക്കെ കുറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കാഴ്ച തിരിച്ചെടുക്കാൻ മിക്കവാറും പറ്റും. പക്ഷെ കണ്ണ് മുഴുവൻ നശിച്ചാൽ പറ്റില്ല. അതുകൊണ്ട് ഏത് പക്ഷിക്ക് ഈ വസൂരി വന്നാൽ കണ്ണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, കണ്ണ് നശിച്ചു പോവാതെ, കേടുവന്നു പോവാതെ. ഇത് നമ്മളെ നാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാൻഡ് ഫീഡിങ് ഫോർമുല പലപ്പോഴും ക്വാണ്ടിറ്റി കൂടുതൽ, അല്ലെ തണുത്ത ഹാൻഡ് ഫീഡിങ് ഫോർമുല കൊടുത്ത് സോർ ക്രോപ്പ് വരിക, അല്ലെ ക്രോപ്പ് ബേൺ വരിക, ചൂടുള്ളത് കൊടുത്തിട്ട് വരുന്നത്. അങ്ങനെയാണ് ക്രോപ്പ് ഫിസ്റ്റുല വരുന്നത്. അങ്ങനെ ക്രോപ്പ് ഫിസ്റ്റുല കോർണറിന് വന്നാണ്, സൺ കോർണറിന് വന്നാണ്. അത് ഓപ്പറേറ്റ് ചെയ്ത് ക്ലോസ് ചെയ്ത കേസാണത്. ഇഷ്ടംപോലെ വരാറുണ്ട്. ഇത് വേറൊരു കോഴിയെ പൂച്ച കടിച്ചിട്ട് കുടല് മുഴുവൻ പുറത്ത് ചാടിപ്പോയതാണ്. അത് പക്ഷെ ക്ലീൻ ചെയ്ത് തുന്നിയതോടുകൂടി കംപ്ലീറ്റ് സുഖായതിനു ശേഷമുള്ള ഫോട്ടോ ആണ് താഴെ ഉള്ളത്. കാരണം എത്ര കൂടുതലുണ്ടെങ്കിലും ഈ ബേഡ്സിൽ പൊതുവെ നമ്മൾ നല്ല ചികിത്സ കൊടുത്താൽ ഒരുപാട് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും. പക്ഷെ ആ ടൈമിൽ ചെയ്യണം എന്ന് മാത്രം. ഇത് ചെറിയ കൂനർ, പൈനാപ്പിൾ കൂനർ, ഇതിന്റെ ചിറക് പൊട്ടിയതായിരുന്നു. പിന്നെ ഇത് ആമസോൺ പാരറ്റ്സിന്റെ കുഞ്ഞുങ്ങളാണ്, കോഴിക്കോട് നിന്ന് തന്നെ വന്നതാണ്. ആ വായിൽ ഫംഗൽ ഗ്രോത്തും അത് ഓയിൻമെന്റ് പുരട്ടുകയൊക്കെ ചെയ്തപ്പോൾ കംപ്ലീറ്റ് സുഖമായതാണ്. ഇത് പൂച്ച പിടിച്ചാണ് കോനറിനെ സ്റ്റിച്ച് ചെയ്ത് അതിന്റെ ട്രീറ്റ്മെന്റ് കൊടുത്ത് അങ്ങനെ പോയ കേസാണ്. ഇത് വേറെ ഒരിക്കലും വോൾഗ പീജിയൻ എന്ന് പറഞ്ഞിട്ടൊരു മലപ്പുറത്ത് വന്ന കേസായിരുന്നു. കാര്യം ഇത് ഒന്നും ഇറക്കാൻ പറ്റില്ല. അപ്പൊ ഈസോഫാഗസ് ഒബ്സ്ട്രക്ഷൻ ആയിരുന്നു. അത് ഓപ്പൺ ചെയ്തപ്പോഴാണ് ഇതുപോലത്തെ ഗ്രോത്ത് അതിനുള്ളിൽ ഉണ്ടെന്ന് മനസ്സിലായത്. ആ കാങ്കർ വന്നിട്ട് ഇങ്ങനെ ഉണ്ടാവാനാണ് സാധ്യത. അപ്പൊ അത് കംപ്ലീറ്റ് ബ്ലോക്കായി തീരെ ഒരു വെള്ളം പോലെ ഇറങ്ങാത്തടത്തുനിന്ന് അത് ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞപ്പം അത് കംപ്ലീറ്റ് ഒരു വോൾഗ പീജിയൻ.
ഇത് കോഴിയിലുണ്ടായ ട്യൂമറാണ്, സർജറി റിമൂവ് ചെയ്ത്. പിന്നെ ഇത് പൂച്ച കടിച്ച് ക്രോപ്പ് കീറിപ്പോയതാണ്, പ്രാവിന്റെ. അത് ക്രോപ്പ് റിപ്പയർ ചെയ്ത കേസാണ്. ഇത് ഇതുപോലെ തന്നെ ക്രോപ്പ് ഫിസ്റ്റുല കൊക്കാറ്റിയിൽ വന്നതാണ്. ഇതുപോലും ചൂടുള്ള ഭക്ഷണം കൊടുത്തിട്ട് വന്നതാണ്. അതും ഓപ്പറേറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തതാണ്. ഇതൊരു കാൻഡിഡിയാസിസ്, ഓട്ടപക്ഷിയിലുള്ള പൂപ്പൽ. ഇതൊരു പോസ്റ്റ്മോർട്ടത്തിന്റെ ഫോട്ടോ ആണ്. ടർക്കി ടവൽ അപ്പിയറൻസ് തുറന്നു നോക്കിയപ്പോ എയർസാക്ക്. പക്ഷികൾക്ക് നമുക്കറിയാം ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്റ്റാമിനകളും കൂടുതൽ പറക്കാനും ഒക്കെ പറ്റുന്നത് അവരെ എയറോഡൈനാമിക് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ട്. പിന്നെ 9 എയർസാക്ക് ഉണ്ട്. അത് പറഞ്ഞാൽ അതിന്റെ രണ്ട് ശ്വാസകോശം ഉണ്ട്, 9 എയർസാക്ക് ഉണ്ട്. ആ എയർസാക്കിന് കൂടെ തന്നെ ന്യൂമാറ്റിക് ബോൺസ് ഉണ്ട്. കാരണം തുടയില്, കൈയിടല്, നട്ടലിന്റെ ചില ഭാഗങ്ങൾ, അത്ര കാര്യങ്ങളൊക്കെ എയറും ഓക്സിജനും ട്രാൻസ്ഫർ ചെയ്യാനും ഒക്കെ ശ്വസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് അത്ര അധികം സ്റ്റാമിന വരുന്നത്. അതിന് ലങ്സിലാണെങ്കിൽ നമ്മളെക്കാൾ സ്പേസ് ഉണ്ട്. കാര്യം ആൽവിയോളൊക്കെ വേറെ കാപ്പിലറീസ് ആണ്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് പ്രത്യേകതകളുള്ള ജീവികളാണ് പക്ഷികൾ. അങ്ങനത്തെ ആ എയർസാക്കിലേക്ക് നേരിട്ട് എയർ വരിക ചെയ്യുക. അതുകൊണ്ടാണ് ഫംഗൽ ഗ്രോത്ത് ഒക്കെ ഉണ്ടാകുന്നത്. പിന്നെ ഇത് ഒട്ടകപ്പക്ഷികൾ തന്നെ എല്ലാം വാരി വലിച്ച് തിന്നും. അങ്ങനെ കമ്പുകൾ തിന്നു വയറ് കീറിപ്പോയത് ഇൻഫെക്ഷൻ വന്ന് ഒട്ടകപ്പക്ഷിയാണ്. ഇത് മെഡിക്കൽ കോളേജിലെ പ്രൊഫസറെ പ്രാവായിരുന്നു. അതും ഇതുപോലെ തന്നെ ക്രോപ്പ് ഫിസ്റ്റില വന്നായിരുന്നു. അത് റിപ്പയർ ചെയ്തതാണ്. ഇതും ക്രോപ്പ് ഇമ്പാക്ഷൻ വന്നാണ്. ഇത് തീരെ പോകാതെ നിന്ന് അവസാനം ഓപ്പറേറ്റ് ചെയ്തെടുക്കേണ്ടി വന്നു. ഇത് ഇത് എയർസാക്ക് വേംസ് എന്ന് പറഞ്ഞ ഇതാണ്. ഈ ശ്വാസകോശത്തിലാതെ എയർസാക്കില് സെറാറ്റോസ്പിക്കുലം സുറാറ്റി എന്ന് പറഞ്ഞ വേം ഉണ്ടാവും. അത് ഫാൽക്കണിലാണ് കൂടുതൽ ഉണ്ടാവുക. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടാണ് കളയാറ്. ഇത് ഇതുപോലെ തന്നെ ക്രോപ്പ് ഫിസ്റ്റുല പ്രാവില് വന്നത്. ഇത് അരീക്കോട് എന്ന് പറഞ്ഞൊരു കേസായിരുന്നു. ഈ ബീക്ക് പൊട്ടിപ്പോയിട്ട് ഇവിടെ കൊണ്ടുവന്ന് സർജിക്കൽ ഗ്ലൂ വെച്ച് ഒട്ടിച്ചു. അത് പക്ഷെ ഒരു ഗുണം കിട്ടി. 8 ദിവസം മാത്രമേ നിന്നുള്ളൂ. പക്ഷെ അപ്പോഴേക്ക് ഈ ബേർഡ് ഈ അല്ലാതെ തന്നെ കഴിച്ചു തുടങ്ങി. കാരണം ഈ പൊട്ടിയ സമയത്ത് ഇതൊന്നും കഴിക്കാതായിരുന്നു. പക്ഷെ അത് ഒട്ടിച്ചു കൊടുത്തപ്പോൾ അത് ഭക്ഷണം കഴിക്കൽ തുടങ്ങി. പിന്നെ അടന്നു പോയിട്ടും ഈ പക്ഷി ഭക്ഷണം കഴിക്കുകയും ചെയ്തു. കൊക്ക് ഷേപ്പ് അല്ലാതെ പിന്നെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. ഇത് മഞ്ചേരിയിൽ നിന്നുണ്ടാകുന്ന ബൊക്കാറ പീജിയൻ. അത് കാലില് ഒരു ഗ്രോത്ത് ഉണ്ടാവും. അത് സ്ഥിരമായിട്ട് ഉണ്ടാവുന്നതാണ് ബൊക്കാറ പീജിയൻ. കാലിലെ മുട്ടന് ഗ്രോത്ത്. അത് സർജിക്കലായിട്ട് നീക്കം ചെയ്യാൻ മാത്രമേ രക്ഷയുള്ളൂ. ഇതും അതുപോലെ തന്നെ ബൊക്കാറ പീജിയനിൽ വരുന്നതാണ്. ഇത് ക്രോപ്പ് ഫിസ്റ്റുല. ഇത് ഒരിക്കലും തിരുവങ്ങാടി നിന്ന കേസായിരുന്നു. യൂസഫ് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പീജിയനെ വളർത്തുന്ന ആളാണ്. അത് മുട്ടടുന്നില്ല എന്നാണ് വന്നായിരുന്നു. അവസാനം കോഴിക്കോട് ഞാൻ ഓപ്പറേറ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇത് ട്യൂമർ ആയിരുന്നു. മീസോത്തീലിയോമ എന്ന് പറഞ്ഞ ഒരു ട്യൂമർ ആയിരുന്നു. അത് അശ്വിനിയിൽ വെച്ചിട്ട് ഞങ്ങൾ ഇത് ഹിസ്റ്റോപത്തോളജി ചെയ്തു. അതായത് സുഖമായതിനു ശേഷം പുള്ളി അത് 30,000 രൂപക്ക് ആ പ്രാവിനെ വിൽക്കുകയും ചെയ്തു. ഇത് ക്രോപ്പ് ഇമ്പാക്ഷൻ മെറ്റലാണ്. അത് കോഴിയിലാണ്. ഇത് ശരിക്ക് ഈ ഫ്രഞ്ച് മോൾട്ടാണ്. അത് കാരണം ഈ ഇതിന്റെ മെക്കാവിന്റെ ഇതൊക്കെ ഈ ചെറുതൊക്കെ എന്ത് മരുന്ന് കൊടുത്താലും എടുത്തു കളഞ്ഞാലൊക്കെ ആദ്യം നന്നായിട്ടുണ്ടാവും. പിന്നെ ഇതുപോലെ തന്നെ ഡിസ്ട്രോഫിക് ഫെതേഴ്സ് ആയിട്ടാണ് വരുന്നത്. അതിന് ട്രീറ്റ്മെന്റ് ഇല്ല. ഇത് കോഴിക്കോട് നിന്ന് വന്ന കേസ് തന്നെയായിരുന്നു. ഇത് ഈ ക്രോപ്പ് ഫീഡിങ്ങിന് ഉപയോഗിച്ച ട്യൂബ് ഉള്ളിൽ കുടുങ്ങിപ്പോയി. പക്ഷെ എങ്ങനെ എടുക്കാൻ നോക്കിയിട്ടും പറ്റാതിരുന്നപ്പോൾ അവസാനം ആ ക്രോപ്പ് ഓപ്പൺ ചെയ്ത് എടുത്തു. പക്ഷെ ഈ പക്ഷി ഇപ്പൊ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. കോനിയർ. ഇത് സ്ഥിരം നമുക്ക് കിട്ടുന്ന ഒരു കേസാണ്. ഈ എയർസാക്ക് ഇഞ്ചുറി വന്നിട്ട് എയർ നിറയുന്നത്. അത് നമുക്കറിയാം. ഇതിന്റെ പക്ഷികൾക്ക് ഈ തലയുടെ പിന്നിലായിട്ട് ഇവിടെ സർവൈക്കോസെഫാലിക് 2 ഉണ്ട്. നെഞ്ഞിന്റെ അടുത്ത് ക്ലാവിക്കുലാർ ഉണ്ട്. വയറിന്റെ ഉള്ളിൽ വേറെ എയർസാക്ക് 9 എയർസാക്ക് ഉണ്ട്. ഒന്നുകിൽ എന്തെങ്കിലും മെക്കാനിക്കലായിട്ട് ഇഞ്ചുറി വന്നാലോ അല്ലെങ്കിൽ അണുബാധ കൊണ്ട് വന്നാലോ എയർ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അത് തൊലിയുടെ ഉള്ളിൽ കെട്ടി നിൽക്കും. അപ്പൊ അത് ആ എയർ ഒഴിവാക്കുകയും അതിനുള്ള മരുന്നുകൾ കൊടുക്കുകയും ചെയ്താൽ നമുക്ക് അത് രക്ഷപ്പെടുത്തിയെടുക്കാം. ഇത് എഗ് ബൗണ്ട് സ്ഥിരം വരുന്നതാണ്. അത് നിങ്ങൾക്കറിയാം, പലർക്കും അറിയാവുന്ന കാരണങ്ങളാണ്. അതിന് ഈ പക്ഷികൾ നേരത്തെ മുട്ടടുന്നത് കൊണ്ട്, അല്ലെങ്കിൽ കൂടുതൽ ഓവർ ബ്രീഡിങ് ആയിട്ടുള്ളതിന്, പിന്നെ ഡെഫിഷ്യൻസി ഉണ്ടായാല്, അല്ലെങ്കിൽ തണുപ്പ് കൂടിക്കഴിഞ്ഞാല്, പിന്നെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാല്, അല്ലെ ഹോർമോണിന്റെ കുറവുകൊണ്ട്, കാൽസ്യത്തിന്റെ കുറവുകൊണ്ട്, അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് എഗ് ബൗണ്ടിന്. അപ്പൊ ആ കാരണങ്ങൾ അനുസരിച്ച് ആദ്യം മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കുക, എടുക്കാൻ പറ്റുമോ നോക്കുക. എന്നിട്ട് രക്ഷയില്ലെങ്കിൽ പിന്നെ സർജിക്കലായിട്ട് തന്നെ റിമൂവ് ചെയ്യേണ്ടി വരും. അങ്ങനെ സർജിക്കലായിട്ട് റിമൂവ് ചെയ്ത കേസുകളാണ് താറാവിൻ്റെത്. ഇത് ക്രോപ്പ് ഫിസ്റ്റുല. ഇതുപോലെ തന്നെ
ചൂടുള്ള ഭക്ഷണം കൊടുത്താണ്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ക്രോപ്പ് ഹാൻഡ് ഫീഡിങ്ങിൽ ആ ചൂടും തണുപ്പും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന്റെ ക്വാണ്ടിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 50 ml/kg ആണ്. ഒരു പക്ഷി 50 കിലോ ഉള്ളതിന് അല്ല 1 കിലോ ഉള്ളതിന് 50 മില്ലി മാത്രമേ ക്രോപ്പിന് വോളിയം ഉണ്ടാവും. 100 ഗ്രാമുള്ള ഒരു പക്ഷിയാണെങ്കിൽ 5 മില്ലി മാത്രമേ അതിന് വോളിയം ഉണ്ടാവും. അതിന്റെ തന്നെ അതിന് 3 മില്ലിയൊക്കെ മാത്രമേ മാക്സിമം കൊടുക്കാവൂ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, നിങ്ങളെ കയ്യിലുള്ള ഒരു പക്ഷി 100 ഗ്രാം ഉള്ളതിന് 5 മില്ലിയാണ് ക്രോപ്പിന്റെ വോളിയം. അപ്പൊ 25 ഗ്രാം ഉള്ളതിന് അതിന് 5 മില്ലിയുടെ 4/1 മാത്രമേ 1.25 മില്ലി മാത്രമേ വോളിയം ഉണ്ടാവും. അപ്പൊ അതിനെ തന്നെ ഒരു 75% വരെ മാത്രമേ കൊടുക്കാവൂ. അപ്പൊ നമ്മൾ ആ ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ കൂടുതലായിട്ട് പമ്പ് ചെയ്യുമ്പോൾ എത്രത്തോളം ഡാമേജ് ഡിസ്ട്രസ് ഉണ്ടാക്കുന്നുണ്ടല്ലോ നമ്മൾ നോക്കണം. അവിടെ കഴിയുന്ന ഓറൽ ഫീഡിങ് മാത്രം ചെയ്യാം. അതിന്റെ ടെമ്പറേച്ചറും ഒക്കെ തന്നെ 38 to 41 ഡിഗ്രി തന്നെ കീപ്പ് ചെയ്യാം ഹാൻഡ് ഫീഡിങ് ഫോർമുല കൊടുക്കുമ്പോൾ. ഇതാണ് ക്രോഫിസ്റ്റിൽ വന്ന് ഇത് തന്നെ ഇത് കണ്ടില്ലേ, ഇത് എഗ് ബൗണ്ട് ആണ്. എഗ് ബൗണ്ട് നിങ്ങൾ പലപ്പോഴും വിചാരിക്കും നല്ല മുട്ടായിരിക്കും, നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ പോരും അല്ലെ. കാരണം ഇതൊക്കെ റബ്ബറി ആയിട്ട് നിൽക്കുകയാണ്, അത് തന്നെ ആ ഭാഗത്ത് അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ആ ഇൻഫെക്ഷൻ കൊണ്ട് വന്ന് അങ്ങനത്തെ ഒക്കെ അത് ഓപ്പൺ ചെയ്താൽ തന്നെ കിട്ടും. അപ്പൊ നമ്മൾ കൂടുതൽ അല്ലാതെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുക ചെയ്യുക. കാരണം അതുകൊണ്ട് പുറത്തോട്ട് വരികയില്ല. റബ്ബറി ലെതർ ആയിട്ടുള്ള മുട്ട കോഴിക്ക്. ഇത് ബമ്പിൾ ഫൂട്ടും ശരിക്ക് ഓപ്പറേറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്ത് അത് മാറുന്ന വരെ ബാൻഡേജ് ചെയ്ത് കഴിഞ്ഞാൽ സോപ്പ് എടുക്കാം. അല്ലാതെ നമ്മൾ കീറിങ്ങാനി വെറുതെ കോഴിക്കൊക്കെ ചെയ്യുന്ന പോലെ പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെയും വരും. ഇതും എഗ് ബൗണ്ട് തന്നെ. ഇതൊക്കെ എഗ് ബൗണ്ട്. ഇത് 2 പ്രാവിൽ വന്നാണ് അത് ഓപ്പറേറ്റ് ചെയ്ത് റിമൂവ് ചെയ്താണ്. ഇത് കോഴികളുടെ എഗ് ബൗണ്ട്. അത് ഞാൻ പറഞ്ഞ ഈ റബ്ബറി ആയിട്ടുള്ള ഷെല്ലാണ്, അല്ലാതെ നമ്മൾ നോർമൽ ഷെല്ലല്ല. ഇൻഫെക്ഷൻ കൊണ്ടാണ്, അത് ഒട്ടിപ്പിടിച്ച് അഡ്ഹഷൻ ഉണ്ടാവും. അപ്പം താങ്ക് യു വെരി മച്ച്. കാരണം കുറച്ച് വേഗത്തിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. കാര്യം നമ്മൾ ആദ്യം കുറച്ച് ലേറ്റ് ആയി, സോറി. കാരണം എനിക്ക് ഒരിക്കലും വന്നില്ല. കാരണം ഞാൻ ഇപ്പൊ തന്നെ ഈ സീസണിൽ തന്നെ 5ാമത്തെ വെബിനാറാണ് ഞാൻ നടത്തുന്നത്. 4 ഡോക്ടേഴ്സിന് വേണ്ടി നടത്തി. പക്ഷെ ഒരിക്കൽ പോലും എൻ്റെ ലാപ്ടോപ്പിൽ വീഡിയോയിൽ കിട്ടാതിരുന്നിട്ടില്ല. പക്ഷെ ഇന്നാണ്. സോറി, ഞാൻ നിങ്ങളോട് എല്ലാവരോടും സോറി പറയാണ്. പിന്നെ ഇതിന് ക്ഷണിച്ചതിനും ശ്രദ്ധയോടെ കേട്ടിരുന്നതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. എന്താ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.